my dear Makkale, my dear exam winner family, let's step into the exciting world of English. അറിയാലോ അർജുൻ സാറാണ്. അപ്പോൾ ലൈവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ എല്ലാ മക്കൾക്കും ഒരു കിടിലൻ ലൈവിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും ലൈവിൽ പെട്ടെന്ന് എത്തിച്ചേർന്നോളൂ. നമുക്ക് അടിപൊളിയായിട്ട് വരാൻ പോകുന്ന ആനുവൽ എക്സാമിനുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും പോയംസും ഒരൊറ്റ ഇരിപ്പിന് അടിപൊളിയായിട്ട് പഠിക്കാം. നല്ല സൂപ്പർ വെടിപ്പായിട്ട് പഠിക്കാം. സോ ലൈവിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മക്കളും പെട്ടെന്ന് ലൈവിൽ ജോയിൻ ചെയ്തോളൂ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, ആരൊക്കെ ഉണ്ട് ലൈവിൽ? ഹലോ ഹലോ, റോയൽ ഫാറ്റൽ, റോസ് 77, സീൻ, ഹസ്ന, അമൽദേവ്, ലക്കി, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ വർഷം പഠിക്കാനുള്ള മുഴുവൻ ചാപ്റ്റേഴ്സുമാണ്. സാറും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹരിജ മിസ്സും മുഴുവൻ ചാപ്റ്ററും ഒരൊറ്റ ഇരിപ്പിന് പഠിക്കാൻ പോവുകയാണ്. പോയംസും അതുപോലെ തന്നെ ചാപ്റ്റേഴ്സും നമ്മൾ ഇന്ന് മുഴുവൻ പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ ഇന്ന് മുഴുവൻ ചാപ്റ്റേഴ്സും പോയംസും പഠിക്കും. ഓക്കെ, നമുക്ക് കഥയും കവിതയും നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ. പിന്നെ എങ്ങനെയൊക്കെ ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് കഥയ്ക്ക് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ പോയം അനുയോജ്യമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ലൈവാണ് നമ്മൾ ഇന്ന് ഓർഗനൈസ് ചെയ്യുന്നത്. സോ മുഴുവൻ ചാപ്റ്റേഴ്സും പോയംസും നമ്മൾ ഇന്ന് പഠിക്കുന്നു. നാളെ മുഴുവൻ ഡിസ്കോഴ്സും ഗ്രാമറുമാണ്. അതിന് ശേഷമുള്ള മൺഡേ നിങ്ങൾക്ക് മുഴുവൻ ഷുവർ ക്വസ്റ്റ്യൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ സാധ്യത കൂടിയ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കും. അതിനുശേഷം ഒരു മോർണിംഗ് ബൂസ്റ്ററൂടെ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങളെ വിടുകയുള്ളൂ. സോ അങ്ങനെ സമഗ്രമായ രീതിയിൽ എല്ലാം പഠിച്ചുകൊണ്ടാണ് നമ്മൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്നത്. ഈ ഒരു വലിയ പ്രയത്നത്തിൽ, ഈ ഒരു വലിയ ഉദ്യമത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. നമുക്ക് മാക്സിമം മാർക്ക് അടിച്ചെടുക്കാം. 72+ മുഴുവൻ മാർക്ക് നമുക്ക് സെറ്റായിട്ട് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എടുക്കാം. ഓക്കെ, റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഈ വൈകുന്നേരം നമുക്ക് ശനിയാഴ്ച ദിവസമാണ്, ഒന്ന് ഉല്ലസിക്കാനൊക്കെ കിട്ടുന്ന അവസരമാണ്. പക്ഷേ ആ ഉല്ലാസമൊക്കെ മാറ്റി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടും ലൈവിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മക്കളും ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പരസ്പരം നൽകുക. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫയർ ഇമോജിയും ഹാർട്ട് ഇമോജിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആ ഭദ്രദീപങ്ങളൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്. ഓക്കെ, ലൈവിലെ വൈകാതെ ഹരിജ മിസ്സും ജോയിൻ ചെയ്യുന്നതാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ലക്ഷ്യ ബാച്ച് അടുത്ത വർഷം 10ാം ക്ലാസ് അല്ലേ. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വർഷമാണ് അടുത്ത കൊല്ലം. നമ്മളൊന്നും കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെവിടെ ചെന്നാലും ആളുകൾ ഇങ്ങനെ നോക്കും. എന്നിട്ടൊരു ചോദ്യം, 10 എന്നൊരു ചോദ്യമാണ്. അപ്പോൾ 10ാം ക്ലാസ് എന്തോ ആനയാണ്, ചേനയാണ്, ആന മുട്ടയാണെന്നൊക്കെ കരുതി പേടിപ്പിക്കുന്ന കുറേ ആൾക്കാരുടെ അങ്ങനെയൊന്നുമില്ല. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് 10ാം ക്ലാസ്. അതിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എക്സാം വിന്നർ ഇപ്പോഴേ റെഡിയാണ്. കണ്ടോ, അടുത്ത വർഷത്തേക്കുള്ള നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം റെഡിയാണ്. അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഇപ്പോഴേ തയ്യാറാണ്. നെക്സ്റ്റ് ഇയർ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ ഈ പുസ്തകങ്ങൾ ധാരാളമാണ് മക്കളെ. സോ അടുത്ത വർഷത്തേക്കുള്ള SSLC ലക്ഷ്യ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ മക്കൾക്കും ഈ ഓൺലൈൻ ട്യൂഷനിൽ ജോയിൻ ചെയ്യാം. അടുത്ത അധ്യയന വർഷത്തേക്ക് ഈ ഒരു എമൗണ്ട് അടച്ചാൽ മാത്രം മതി. ഇതൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ. മാർച്ച് 27-ാം തീയതി വരെ നിലനിൽക്കുന്ന ഒരു ഓഫറാണ്. അതായത് 9-ൽ നമ്മൾ പഠിക്കുമ്പോൾ ഡയറക്റ്റ്ലി 10ലേക്കുള്ള ഫീസ് അടച്ച് ഇപ്പോഴേ റെഡി ആവുകയാണ്. സോ 2 മാസത്തെ വെക്കേഷൻ നമുക്ക് വിജ്ഞാനപ്രദമായിട്ട് തന്നെ പഠനത്തോടൊപ്പം എന്ത് ചെയ്യാം, ഒരുപാട് ഉല്ലാസങ്ങളോടുകൂടി പഠിച്ചെടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് അടുത്ത വർഷം ഇവിടുത്തെ ടീച്ചർമാരുടെ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളാണ് കിട്ടാൻ പോകുന്നത്. അത് കൂടാതെ ഈ പുസ്തകങ്ങളെല്ലാം ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു ഓഫർ മാർച്ച് 27 വരെയുള്ളൂ. എല്ലാ മക്കളെയും അടുത്ത വർഷത്തേക്കുള്ള ബാച്ചിലേക്ക് സാർ ഇപ്പോഴേ സ്വാഗതം ചെയ്യാണ്. തുറന്ന കൈയോടെയും തുറന്ന മനസ്സോടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. റെഡിയല്ലേ? ഓക്കെ, അപ്പം കുറേ കഥകളൊന്നും പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഥകളൊന്നും തീരില്ല. ക്ലാസ് എപ്പം കഴിയുന്ന ക്ലാസ് തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് കൂടെയുള്ള കൂട്ടുകാരെ മടുപ്പിക്കല്ലേ. പുത്തൻ വീട് യൂസഫേ, യെസ്, ആരായിരുന്നു? ഓക്കെ, റെഡിയല്ലേ? പുതുവീട് ആസിഫാണോ? ഓക്കെ, പുതുവീട് ആസിഫ്. എന്നാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ധൈര്യത്തിൻ്റെ കഥ പഠിച്ചേക്കാം.
നീർജ ബാനോട്ടിന്റെ ഒരു ധൈര്യത്തിന്റെ കഥ പഠിച്ചാലോ? എ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന, എല്ലാവരെയും വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന, അവനവന്റെ ദൗത്യം എന്താണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു രസകരമായിട്ടുള്ള, വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, നമ്മളെല്ലാവരെയും ഒന്ന് കോരിത്തരിപ്പിക്കുകയും മോട്ടിവേറ്റും ചെയ്യുന്ന കഥ പഠിച്ചാലോ? റെഡിയല്ലേ? റെഡിയല്ലേ മക്കളെ? ഇപ്പം കേൾക്കാലോ? അടിപൊളിയായിട്ടല്ലേ? ഓക്കെ, സെറ്റ്. ഇപ്പം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് കിട്ടേ, ഞാനൊന്ന് അറിഞ്ഞോട്ടെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ എന്ന്. സെറ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നേരെ ഷീൽഡ് ഓഫ് കറേജ് പഠിക്കാൻ പോകണേ. This chapter is a heartfelt tribute to the life, courage and sacrifice of Neerja Bhanot. നീർജ ബാനോട്ടിനോടുള്ള അല്ലെങ്കിൽ നീർജ ബാനോട്ടിൻ്റെ ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു അതിനോട് കാണിക്കുന്ന ഒരു ഹാർട്ട്ഫെൽറ്റ് ട്രിബ്യൂട്ട്, അതിനോട് കാണിക്കുന്ന ഒരു അർപ്പണമാണ് ശരിക്കും ഈ കഥ. നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ്, അവരുടെ ത്യാഗങ്ങളെല്ലാം ഒന്ന് സ്മരിക്കുന്ന ഒരു കഥയാണ്. അവർ ചെയ്തിട്ടുള്ള അത്രയും വലിയ ഒരു ദൗത്യം, ഒരു പട്ടാളക്കാരൻ്റെ ധൈര്യത്തോടു കൂടി ചെയ്ത കാര്യമാണ്. എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് നോക്കാം. ഈ കഥ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു വിമാനത്തിൽ എയർ ഹോസ്റ്റസ് ആണ് നീർജ ബാനോട്ട്. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, ഒരുപാട് പേര് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് നീർജ ബാനോട്ടിന് ചെയ്യാനുള്ളത്. പക്ഷേ ആ ജോലി അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വളരെ പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ, ഓരോരുത്തരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ജോലികളുണ്ടല്ലോ. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനും വിരാട് കോഹ്ലിക്കും ഒക്കെ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ഭയങ്കര ആഗ്രഹം, അല്ലേ? നമ്മുടെ സഞ്ജുവിനടക്കം ക്രിക്കറ്റാണ് അവരുടെ ജീവശ്വാസം. മമ്മൂട്ടിക്ക് സിനിമ എത്രത്തോളം ഇഷ്ടമാണോ അതൊക്കെ അവരുടെ പാഷനാണ്, അല്ലേ? അതെല്ലാം അവരുടെ പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. ആ ഒരു രംഗത്ത് അവർ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്കതൊരു ജോലിയായിട്ട് തോന്നുകയില്ല, അല്ലേ? അപ്പം അധ്യാപനം ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് അധ്യാപനം എന്ന് പറയുന്നത് ഒരു ജോലിക്ക് അപ്പുറം കുട്ടികളോട് ഇടപഴകാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഒരു ജോലിയായിട്ട് അവർ കാണാറേ ഇല്ല. അങ്ങനെയുള്ള എത്രയോ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലേ? സോ നമ്മുടെ നീർജ ബാനോട്ടിന് അവരുടെ ജോലി എന്ന് പറയുന്നത് വെറും ഒരു ജോലിയല്ല, അവരത്രയധികം ആത്മാർത്ഥമായും ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള ജോലിയിൽ അവർ ഭയങ്കരമായിട്ട് ഡിറ്റർമൈൻഡ് ആയിരുന്നു, ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എന്നിട്ട് ഒരിക്കൽ ഇവരുള്ള വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഇവരുടെ വിമാനം ഹൈജാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ വിമാനത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി സൈന്യം അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് നേരെ ഈ എക്സ്ട്രീമിസ്റ്റുകൾ വെടിവെക്കുന്നു. ആ സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് മേലെ ഒരു കവചം പോലെ, ഒരു ഷീൽഡ് പോലെ അവരെ വന്ന് പൊതിയുകയും ആ സമയത്തൊക്കെ ഒരിക്കലും ചിന്തിക്കാത്ത അത്ര വലിയ, നമ്മളെല്ലാവരും കരുതുന്നതിൽ അപ്പുറമുള്ള, ഓക്കെ, എല്ലാവർക്കും അപ്രാപ്യമായ അത്രയും ധൈര്യം കാണിച്ചുകൊണ്ട് അസന്നിഗ്ധമായി അവരെന്ത് ചെയ്യാണ്? ഒരുപാട് പേരെ രക്ഷിക്കുകയാണ്. ക്ലിയർ? ഓക്കെ, നോക്കിയാലോ? കഥ പഠിച്ചാലോ എന്നാല്? ഇപ്പൊ കാണുന്നില്ലേ മക്കളെ? ഓക്കെ, നോക്കൂ, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. An Indian flight attendant whose selfless bravery during a hijacking made her a symbol of heroism across the world. എന്താണ്? ഒരു ഇന്ത്യൻ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു അവർ. whose selfless bravery, അതായത് നിസ്വാർത്ഥമായ ആ ധൈര്യം ഡ്യൂറിങ് എ ഹൈജാക്കിങ്, വിമാനം തട്ടിക്കൊണ്ടുപോകുന്നത് വലിയൊരു ഭീകരപ്രവർത്തനമാണ്. ആ സമയത്ത് തീവ്രവാദികൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ആളുകളെ മുഴുവൻ ബന്ദികളാക്കണം, ഹോസ്റ്റേജസ് ആക്കണം, എന്നിട്ടോ അവരെ വെച്ച് വില പേശി കാശുണ്ടാക്കുക. അങ്ങനെയുള്ള ഒരു സമയത്ത് ധൈര്യപൂർവ്വം പ്രവർത്തിച്ച ഒരാളാണ് ഭാനോട്ട്. മെയ്ഡ് ഹർ എ സിമ്പിൾ ഓഫ് ഹീറോയിസം അക്രോസ് ദ വേൾഡ്. ലോകമെമ്പാടും ധൈര്യത്തിൻ്റെ അടയാളമായിട്ട് നീർജ ബാനോട്ടിനെ മാറ്റുകയാണ്. കഥ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ സ്കെച്ചൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നീർജ ബാനോട്ടിൻ്റെ സംബന്ധിച്ചുള്ള എസ്സേ കാര്യങ്ങളും എല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നോക്കൂ, ദ ചാപ്റ്റർ ബിഗിൻസ് ബൈ ഡിസ്ക്രൈബിങ് എ സോളം റിപ്പബ്ലിക് ഡേ സെറമണി ഹെൽഡ് ഇൻ 1987. 1987 വളരെ ഗൗരവമായ ഒരു റിപ്പബ്ലിക് സെറമണിയെ പറ്റിയാണ് കഥ ആരംഭിക്കുന്നത്. വേർ നീർജ ബാനോട്ട് വാസ് പോസ്റ്റ്ഹമസ്ലി അവാർഡഡ് അശോക ചക്ര. ആ ദിവസം നീർജ ബാനോട്ടിന് പോസ്റ്റ്ഹമസ്ലി എന്ന് വെച്ചാൽ
മരണാനന്തര ബഹുമതിയായി അശോക ചക്ര, ഇന്ത്യയിലെ ഒരു ഉയർന്ന പീസ് ടൈം ഗാലണ്ടറി അവാർഡാണ്, ധൈര്യത്തിന് കൊടുക്കുന്ന ഉയർന്ന പുരസ്കാരങ്ങളിൽ ഒന്നാണ് അശോക ചക്ര. അത് നൽകുകയാണ്. അപ്പം അവരൊരു പട്ടാളക്കാരിയല്ല, പൊതുവെ ഇതൊക്കെ പട്ടാളക്കാർക്കൊക്കെയാണ് ലഭിക്കുന്നത്. പക്ഷേ എന്താണ്, അവരത്രയും വലിയ ധൈര്യം കാണിച്ചതുകൊണ്ട് ധീരതയുടെ വലിയ അടയാളമായിട്ടുള്ള അശോക ചക്രം നൽകി അവരെ മരണാനന്തര ബഹുമതിയായിട്ട് കൊടുക്കുകയാണ്. ദ സെറിമണി വാസ് അറ്റൻഡഡ് ബൈ ഡിഗ്നിറ്ററീസ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ദ അവാർഡ് വാസ് പ്രസന്റഡ് ബൈ ദി ദെൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഗ്യാനി സെയിൽ സിംഗ്. അപ്പം അന്ന് ഈ ചടങ്ങിൽ ഒരുപാട് വിശിഷ്ടാതിഥികളും കൂട്ടുകാരും ഫാമിലി മെമ്പേഴ്സും എല്ലാം ചടങ്ങിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നീർജ ഭാനോട്ടിന് ഗാനി സെയിൽ സിംഗ്, ആ കുടുംബത്തിൻ്റെ ആർക്കാണ് മദറിനായിട്ട് നീർജാസ് മദർ റിസീവ്ഡ് ഓണർ ഓൺ ബിഹാഫ് ഓഫ് വൈൽ ഹർ ഫാദർ ബ്രദേഴ്സ് വാസ് പ്രസന്റ് മേക്കിംഗ് ദ ഒക്കേഷൻ ഡീപ്ലി ഇമോഷണൽ. അപ്പം അച്ഛനും സഹോദരങ്ങളും എല്ലാം ചേർന്നിരുന്ന ആ ചടങ്ങിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ, ആലോചിക്കണം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പരമോന്നത പദവിയിലിരിക്കുന്ന ഒരാളുടെ അടുത്ത്, സുപ്രീമായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന ആളുടെ അടുത്തുനിന്ന് നീർജ ഭാനോട്ടിൻ്റെ അമ്മ തൻ്റെ മകൾ കാഴ്ചവെച്ച ധൈര്യത്തിനുള്ള ഇന്ത്യയുടെ റെക്കഗ്നീഷൻ ആയിക്കൊണ്ട് ഒരു അശോക ചക്ര സ്വീകരിക്കുകയാണ്. അത് വളരെ ഇമോഷണൽ, എല്ലാവരെയും വളരെ വൈകാരികമായി സങ്കടപ്പെടുത്തുന്ന ചടങ്ങായിരുന്നു. ആൻഡ് ഫിറ്റിംഗ് ട്രിബ്യൂട്ട് ടു നീർജ സാക്രിഫൈസ് ആൻഡ് ലെഗസി. എന്നാൽ ആ ഒരു ചടങ്ങ് നീരജ ചെയ്തിട്ടുള്ള അവളുടെ ത്യാഗത്തിനും അവളുടെ ആ ഒരു കഴിവിനും പാരമ്പര്യത്തിനുമുള്ള ഒരു വലിയ, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന ഒരു അർപ്പണമായ ചടങ്ങായിരുന്നു. അതിനെ ബഹുമതി നൽകിയും കൊണ്ട് ആദരിക്കുകയാണ്. The narrative then shift to narrate Neerja's early life. ഇനി നമ്മൾ നേരെ പോകുന്നത് നീരജയുടെ കുഞ്ഞുകാലത്തേക്കാണ്. Born on 7 September 1963 in Chandigarh. അവർ ജനിച്ചത് ചണ്ഡീഗഡിൽ 1963 സെപ്റ്റംബർ 7 ചണ്ഡീഗഡ് നാട്ടോ, ഛത്തീസ്ഗഡ് എന്ന് വായിക്കരുത്, രണ്ടും രണ്ട് സ്ഥലങ്ങളാണ്. ഛത്തീസ്ഗഡ് സൗത്ത് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന മിഡിൽ ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. ചണ്ഡീഗഡ് നമ്മുടെ പഞ്ചാബ് ഹരിയാന റീജിയനിലുള്ള ഒരു സെക്ടറാണ്. അവിടെയോ grew up in a caring and supportive family. എങ്ങനെയാണ്, വളരെ കെയറിങ് ആയിട്ടുള്ള അച്ഛനും അമ്മയും മക്കളൊക്കെ വളരെ പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബത്തിൽ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സന്തുഷ്ട കുടുംബത്തിൽ ജനിച്ച ആളാണ് മിസ് ബാനോട്ട്. എന്നിട്ടോ ഷി ബിഗാൻ ഹെർ പ്രൊഫഷണൽ ജേർണി ആസ് എ മോഡൽ. അവരൊരു മോഡലായും കൊണ്ടാണ്, പരസ്യങ്ങളുടെ ഒക്കെ അഭിനയിക്കുന്ന മോഡലായിട്ടാണ് അവരുടെ കരിയർ ആരംഭിക്കുന്നത്. വേർ ഹെർ ഗ്രീസ് ആൻഡ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ സ്റ്റുഡ് ഔട്ട്. പക്ഷേ ആ ഒരു ജോലിയിൽ പോലും അവരുടെ ആ ഒരു ഗ്രേസ് ഉണ്ടല്ലോ, അവരുടെ മേന്മ, പിന്നെയോ കോൺഫിഡൻസ്, ധൈര്യം, ആത്മവിശ്വാസം, ഡിസിപ്ലിൻ, അച്ചടക്കം ആൻഡ് ഡെഡിക്കേഷൻ, അർപ്പണ മനോഭാവം സ്റ്റൂഡ് ഔട്ട്. അത് വ്യത്യാസപ്പെട്ടിരുന്നു. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഇത്രയധികം ഒരു കരിഷ്മ ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്നിട്ടോ ദീസ് ക്വാളിറ്റീസ് ലേറ്റർ മോട്ടിവേറ്റഡ് ഹെർ ടു എൻ്റർ ഏവിയേഷൻ ഇൻഡസ്ട്രി. അപ്പോൾ ഇത്രയധികം കഴിവുള്ള ഒരാൾ അവരൊരു മോഡലായിട്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇതെല്ലാം സമഗ്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മെച്ചപ്പെട്ട ജീവിതവും ഉയർന്ന ജീവിത നിലവാരവും കുറച്ചും കൂടെ കിഡിലൻ കരിയറും ലഭിക്കുന്നുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ഈ ക്വാളിറ്റീസ് എല്ലാം അവരെ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി, നമ്മുടെ വൈമാനിക ജോലിയിലേക്ക് അവരെ മാറ്റി. ആഫ്റ്റർ ജോയിനിങ് പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ്, പാൻ ആം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ഒരു അമേരിക്കൻ എയർവേസ് കമ്പനിയിൽ ജോലിക്ക് കയറി ആസ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്. അവിടെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. നീർജ ക്വിക്ലി ഏൺഡ് എ റെപ്യൂട്ടേഷൻ ഫോർ ഹെർ പ്രൊഫഷണലിസം. അവരുടെ ആ പ്രൊഫഷണലിസത്തിന് അവർ വളരെയധികം റെപ്യൂട്ടേഷൻ എന്താ വെച്ചാൽ ബഹുമതി ഏറ്റുവാങ്ങി. സെൻസ് ഓഫ് ഡ്യൂട്ടി, അവരുടെ ആ ജോലിയോട് കാണിക്കുന്ന ആ പെരുമാറ്റം ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു പാസഞ്ചർ സേഫ്റ്റി, ആ യാത്രക്കാരുടെ എല്ലാം സുരക്ഷിതത്വവും കൂടെ ഉറപ്പുവരുത്തുന്നതിനുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർ വളരെയധികം കയ്യടികൾ ഏറ്റുവാങ്ങി. അപ്പം നമുക്ക് ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് പ്രൊഫഷനിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് താല്പര്യമെങ്കിൽ ആയിക്കോട്ടെ, നല്ല കാര്യം. നിങ്ങൾക്ക് ഇനി എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം, നല്ല കാര്യം. ഇനി നിങ്ങൾക്ക് ബിസിനസ് ആണ് താല്പര്യം, വളരെ നല്ല കാര്യം. ഡോക്ടർ, IAS, അങ്ങനെ പല, പോലീസ്, പട്ടാളം, അങ്ങനെ ജഡ്ജി അടക്കമുള്ള ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് പോവാം. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ കോമ്പറ്റീഷൻ തന്നെയാണ് നേരിടാൻ പോകുന്നുള്ളൂ. എല്ലായിടത്തും കോമ്പറ്റീഷനാണ്. ഈ ലോകത്ത് ഭയങ്കരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ആ കോമ്പറ്റീഷൻ സമയങ്ങളിലും ആ സ്ഥലങ്ങളിലും എല്ലാം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആവുകയാണെങ്കിൽ, ഇപ്പം നോക്കൂ, നമ്മുടെ നീർജ ഭാനോട്ട് എത്തിപ്പെട്ടിരിക്കുന്നത്, അവരുടെ സൗന്ദര്യം കൊണ്ട് അവരെത്തിപ്പെട്ടിരിക്കുന്നത് മോഡലിംഗ് രംഗത്താണ്. പക്ഷേ ആ രംഗത്ത് അവർക്ക് നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർക്ക് മനസ്സിലായി തനിക്ക് ഇതിനേക്കാൾ കഴിവുകളുണ്ട്, അല്ലെങ്കിൽ തൻ്റെ കഴിവുകൾ ഇവിടെ ഒന്നും യൂട്ടിലൈസ് ചെയ്ത് ഇവിടെ ഒതുങ്ങിപ്പോകേണ്ട ആളല്ല, അതിന് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോകണം, ഒരു വിശാലമായിട്ടുള്ള
ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള ആ തിരിച്ചറിവാണ് അവരെ നേരെ എങ്ങടാ കൊണ്ടുപോകുന്നത്, ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ അവരുടെ ആ ഡെഡിക്കേഷൻ മനസ്സിലായോ, ആ ആത്മാർത്ഥമായ പ്രവർത്തനം മനസ്സിലായോ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ദ സെൻട്രൽ ഇവന്റ് ഓഫ് ദ ചാപ്റ്റർ ഫോക്കസസ് ഓൺ ദ ഹൈജാക്കിംഗ് ഓഫ് പാൻ ആം ഫ്ലൈറ്റ് 73 ഓൺ സെപ്റ്റംബർ 1986 സെപ്റ്റംബർ 5 ഒരു പാൻ ആം ഫ്ലൈറ്റ് 73 ഹൈജാക്ക് ചെയ്യുന്നതാണ് ഈ കഥയിലെ പ്രധാന ട്വിസ്റ്റ്. ദ ബോയിങ് 747 എയർക്രാഫ്റ്റ്, ആ വിമാനം ഒരു വലിയ 747 എയർക്രാഫ്റ്റ് ആയിരുന്നു. ഫ്ലൈയിങ് ഫ്രം മുംബൈ ടു ന്യൂയോർക്ക്, മുംബൈയിൽ നിന്നും ന്യൂയോർക്കിലേക്ക്, അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പറക്കുകയായിരുന്നു. വിത്ത് സ്റ്റോപ്പ് ഓവേഴ്സ് ഇൻ കറാച്ചി ആൻഡ് ഫ്രാങ്ക്ഫർട്ട്. നമുക്ക് നമ്മുടെ പാകിസ്ഥാനിലെ കറാച്ചിയിലും പിന്നെ ഫ്രാങ്ക്ഫർട്ട് എന്ന ജർമ്മനിയിലെ സ്ഥലമാണ്, അവിടെയും എന്ത് ചെയ്യാണ് ഈ വിമാനം ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വാസ് ഹൈജാക്ഡ് അറ്റ് കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, പാകിസ്ഥാനിലെ കറാച്ചി എന്ന് പറയുന്ന വിമാനത്താവളത്തിലാണ് ഈ വിമാനം ഒന്ന് സ്റ്റോപ്പ് ഓവർ ചെയ്ത് നിന്നിരുന്നത്. അവിടെ വെച്ചാണ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്. ദ ഹൈജാക്ക് ഹാസ് ഡിസ്ഗൈസ്ഡ് ആസ് എയർപോർട്ട് സെക്യൂരിറ്റി പേഴ്സൺ. അപ്പോൾ ഈ വിമാനത്തിനകത്തോട്ട് ഇരച്ചെത്തിയ തീവ്രവാദികൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരുടെ വേഷത്തിൽ, അവരുടെ ഒരു യൂണിഫോമൊക്കെ ധരിച്ച് സെക്യൂരിറ്റി ജീവനക്കാരാണെന്ന വേഷത്തിലാണ് അതിനകത്തോട്ട് വിമാനത്തിലോട്ട് കയറുന്നത്. അവിടെ ഡിസ്ഗൈസ്ഡ് ആസ് എയർപോർട്ട് സെക്യൂരിറ്റി പേഴ്സണൽ എന്ന് വെച്ചാൽ അവരുടെ വേഷത്തിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഗെയിൻഡ് ആക്സസ് ടു ദ പ്ലെയിൻ ആഫ്റ്റർ പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ ഹാഡ് ബോർഡഡ്. എല്ലാവരും വിമാനത്തിൽ കയറിയതിന് ശേഷമാണ് ഇവർ വിമാനത്തിൽ കയറുന്നത്. വൺസ് ഇൻസൈഡ് they took control of the aircraft and held hostage for nearly 17 hours. ഇതിനകത്തേക്ക് കയറിയ തീവ്രവാദികൾ അപ്പോൾ മുതൽ ഈ വിമാനത്തെ ഒരു ബന്ദിയാക്കി വെച്ചു, ഹോസ്റ്റേജ് ആക്കി വെച്ചു. വിമാനത്തിലുള്ള മുഴുവൻ ആളുകളെയും പിടിച്ചു വെച്ചിട്ട് അവരെ തോക്ക് ചൂണ്ടി പേടിപ്പിച്ച് നിർത്തുകയാണ് ചെയ്തിരുന്നത്. 17 മണിക്കൂറാണ് കേട്ടോ, 17 മണിക്കൂറാണ് ഇവരെ ഭീതിയിലാഴ്ത്തിയത്. ദ പാസഞ്ചേഴ്സ് were from several countries including the United States. ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആളുകൾ ആ വിമാനത്തിലുണ്ടായിരുന്നു. അതിൽ അമേരിക്കയിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ആൻഡ് ദ ഹൈജാക്കേഴ്സ് ത്രെട്ടൻഡ് ടു കിൽ ഹോസ്റ്റേജസ് ഇഫ് ദെയർ ഡിമാൻഡ്സ് വർ നോട്ട് ഫുൾഫിൽ. ഇവരുടെ ഈ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഹൈജാക്കർമാരുടെ ആവശ്യങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും, ഇതിലുള്ള ആളുകളെ മുഴുവൻ കൊന്നുകളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. എന്നിട്ടോ ഡ്യൂറിങ് ദ ഡേഞ്ചറസ് ഓർഡിയൽ, ഈ ഒരു വല്ലാത്ത കഷ്ട സമയത്ത് നീർജ ബാനോട്ട്, ഹു വാസ് സെർവിങ് ആസ് ദ സീനിയർ ഫ്ലൈറ്റ് പേഴ്സൺ, ഷോഡ് എക്സ്ട്രാ ഓർഡിനറി കറേജ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. ഈ സമയത്ത് നീർജ ബാനോട്ട് ഭയങ്കരമായ ധൈര്യം കാഴ്ചവെക്കുകയും അവരുടെ ആ മനസാന്നിധ്യത്തിൽ അവർ ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഷി സീക്രറ്റ്ലി ഹിഡ് ദ പാസ്പോർട്ട്സ് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്, വിമാനത്തിലുള്ള അമേരിക്കക്കാരായിട്ടുള്ള യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ ഒളിപ്പിച്ചു വെച്ചു. പ്രിവെൻറ്റിംഗ് ദ ഹൈജാക്കേഴ്സ്, ഇത് ഹൈജാക്കർമാരെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഫ്രം ഐഡൻറ്റിഫൈങ് ദം ആസ് ദേ വർ സ്പെസിഫിക്കലി ടാർഗറ്റിംഗ് US നാഷണൽസ്. സംഭവം എന്ന് വെച്ചാൽ ഈ US നാഷണൽസ് ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ട്രീമിസ്റ്റുകൾ എന്ത് ചെയ്യും, ഇവരെ പ്രത്യേകിച്ച് US നാഷണൽസിനെ, അമേരിക്കൻ നിവാസികളെ അവർ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യും. കാര്യം അമേരിക്കയുടെ അടുത്ത് വില പേശാൻ ഇവർക്ക് കുറച്ച് തണ്ട് കൂടുതലാണ്. അപ്പം അമേരിക്കൻ നാഷണൽസ് ഇതിനകത്തുണ്ടെന്നറിഞ്ഞ് അവരെ ബന്ദിയാക്കി അവരുടെ കാര്യം സാധിക്കാനുള്ള മൈൻഡ് ഇവർക്കുണ്ട്. സോ ഇവരുടെ അമേരിക്കൻ പാസഞ്ചേഴ്സിൻ്റെ പാസ്പോർട്ട് നൈസായിട്ട് നീർജ ബാനോട്ട് ഒളിപ്പിച്ചു വെച്ചു. As the hours passed, the situation became more tense and violent. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള സിറ്റുവേഷൻ കൂടുതൽ വയലൻറ്റും അതുപോലെ തന്നെ ടെൻസുമായി മാറി. ഡെസ്പൈറ്റ് ദ ഗ്രോയിങ് ഡേഞ്ചർ, ഈ ഒരു അപകടം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ നീർജ റിമെയിൻഡ് കാം ആൻഡ് ടുക്ക് ചാർജ്. അവർ വളരെ മനസാന്നിധ്യത്തോടുള്ള ശാന്തമായി നിന്നുകൊണ്ട് അവർ ആ മൊത്തം പരിപാടിയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഗൈഡിങ് പാസഞ്ചേഴ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ദം ഫോർ എ പോസിബിൾ എസ്കേപ്പ്. അവിടെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള ഒരു പോസിബിൾ എസ്കേപ്പ് വഴി നമ്മുടെ നീർജ ബാനോട്ട് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആഫ്റ്റർ 17 ലോങ് അവേഴ്സ്, ഏകദേശം 17 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് നീർജ ടുക്ക് ഡിസിസീവ് ആക്ഷൻ. അവരൊരു തീരുമാനമെടുത്ത് നേരെ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ഷീ ഓപ്പൺ ദ എമർജൻസി ഡോർ ആൻഡ് ഡിപ്ലോയ് ദ ഇവാക്വേഷൻ ച്യൂട്ട്. ഉണ്ടോ, ഇവാക്വേഷൻ ച്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് നമ്മുടെ വിമാനത്തിൻ്റെ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാലാണ് പുറത്തെത്തുക. സോ ആ ഇവാക്വേഷൻ ച്യൂട്ട് തുറന്ന് പുറത്തേക്കിട്ടു, ഹെൽപ്പിംഗ് പാസഞ്ചേഴ്സ് എസ്കേപ്പ് ഫ്രം ദ എയർക്രാഫ്റ്റ്. ആ എയർക്രാഫ്റ്റിൽ നിന്നും പാസഞ്ചേഴ്സിനെ താഴേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ചൂട്ട് വഴി സാധിക്കും. ചൂട്ട് വെച്ചാൽ കത്തിച്ചിങ്ങനെ പോണ ചൂട്ടല്ല കേട്ടോ, നമ്മുടെ പാരച്യൂട്ടില്ലേ അതുപോലുള്ള ഷൂട്ട് വഴി പുറത്തെത്തിക്കാൻ നോക്കുകയാണ്. ഈവൻ ദോ ഷീ ഹാഡ് ദ ചാൻസ് ടു സേവ് ഹെർസെൽഫ് ഫസ്റ്റ്, തന്നെ സ്വയം രക്ഷിക്കാൻ ആദ്യമേ പറ്റുമെന്നറിഞ്ഞിട്ടും
she chose to stay behind and assist others. പക്ഷേ മറ്റുള്ളവരെ അസിസ്റ്റ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയാണ് നീർജ ബാനോട്ട് മുന്നിട്ടിറങ്ങിയത്. അതായത് വേണമെങ്കിൽ ഈ വിമാനത്തിൻ്റെ മുക്കും മൂലയും അറിയുന്ന നീർജ ബാനോട്ടിനെ വേണമെങ്കിൽ ആദ്യം വിമാനത്തിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാം. പക്ഷെ അവരത് ചെയ്തില്ല. അവരവരുടെ ഉത്തരവാദിത്തമാണിതെന്ന് മനസ്സിലാക്കി മറ്റു പാസഞ്ചേഴ്സിനെ മുഴുവൻ ഈ വിമാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അസിസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. She chose to behind assist them in a tragic turn of events. ഇങ്ങനെ കുറച്ച് കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ the hijackers opened fire on the fleeing passengers. അങ്ങനെ ഇറങ്ങി ഓടുന്ന ആളുകൾക്ക് നേരെ ഈ ഹൈജാക്കേഴ്സ് എന്ത് ചെയ്യാണ്, വെടിയുതിർക്കുകയാണ്. നീർജ was shot while shielding 3 young children with her own body. ഈ ഒരു സാഹചര്യത്തിൽ 3 കുട്ടികൾക്ക് നേരെ ഈ ഹൈജാക്കേഴ്സ് വെടിയുതിർത്തു, അവരെ വെടിവെച്ചു. പക്ഷേ ഈ കുട്ടികൾക്ക് വെടി കൊള്ളരുത് എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നീർജ ബാനോട്ട് അവരുടെ മുന്നിൽ ഒരു ഷീൽഡ് പോലെ അവരെ ഇങ്ങനെ മറച്ചു പിടിച്ചു. സ്വന്തം ശരീരം കൊണ്ട് സാക്രിഫൈസിങ് ഹെയർ ലൈഫ് ടു സേവ് ദെയേഴ്സ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീർജ ബാനോട്ട് സ്വന്തം ജീവൻ എന്ത് ചെയ്തു, ത്യാഗം ചെയ്തു. Following this, Pakistani Special Service Group stormed the aircraft. ഈ ഒരു സംഭവത്തോടു കൂടി പാകിസ്ഥാനി സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, പാകിസ്ഥാനിലെ കമാൻഡോകൾ, അവർ വിമാനത്തിനകത്തോട്ട് ഇരച്ചെത്തി ഓവർപവേർഡ് ദ ഹൈജാക്കേഴ്സ്. അവരുടനെ തന്നെ ഹൈജാക്കേഴ്സിനെ എന്ത് ചെയ്തു, അവരെ ആക്രമിച്ചു. ആൻഡ് ഫ്രീഡ് ദ റിമൈനിങ് ഹോസ്റ്റേജസ്. ആ വിമാനത്തിലുള്ള ബാക്കി ആളുകളെ രക്ഷപ്പെടുത്തി. നീർജസ് എൻകറേജസ് ആക്ഷൻ വർ റെസ്പോൺസിബിൾ ഫോർ സേവിങ് ദ ലൈഫ് ഓഫ് മെനി പാസഞ്ചേഴ്സ് എസ്പെഷ്യലി ചിൽഡ്രൻ ഡ്യൂറിങ് ദ ക്രൈസിസ്. നീരജയുടെ ആ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ആ ഒരു ക്രൈസിസിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ നീരജ ബാനോട്ട് ഇല്ലെങ്കിൽ അവിടെയുള്ള ഒരുപാട് പേർക്ക്, കുട്ടികളടക്കമുള്ള ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടും. The chapter concludes by highlighting the lasting impact of Neerja Bhanot's heroism. ഇപ്പോൾ ഈ കഥ അവസാനിക്കുന്നത് നീർജ ബാനോട്ടിൻ്റെ അവസാനിക്കാത്ത ധൈര്യത്തിൻ്റെ അടയാളപ്പെടുത്തലിലാണ്. Her sacrifice not only saved lives, അവരുടെ ജീവത്യാഗം ജീവിതങ്ങൾ മാത്രമല്ല രക്ഷിച്ചത്, ബട്ട് ഓൾസോ ലെഡ് ദ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് വേൾഡ് വൈഡ്. ലോകം മുഴുവനുള്ള ഏവിയേഷൻ സിസ്റ്റത്തിൻ്റെ, ഈ വിമാനത്തിൻ്റെ സംബന്ധിച്ച് അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് കാര്യം കൂടിയായിരുന്നു ഇവരുടെ ജീവത്യാഗം. ആളുകളെ രക്ഷിക്കുന്നതിനോടൊപ്പം ഒരു വലിയ ഇൻഡസ്ട്രിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നീർജ ബാനോട്ടിൻ്റെ ജീവിതം കൊണ്ട് സാധിച്ചു. She received numerous honors posthumously, including awards from United States, International Aviation Organization and Pakistan. ഇന്ത്യയിൽ നിന്നും മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവർ ചെയ്ത ത്യാഗത്തിനും ഇവരുടെ ധൈര്യത്തിനുമുള്ള ഒരുപാട് മരണാനന്തര ബഹുമതികൾ ലഭിച്ചു. അമേരിക്കയിൽ നിന്നും കിട്ടി, ഇൻ്റർനാഷണൽ ഏവിയേഷൻ ഓർഗനൈസേഷനുകളിൽ നിന്നും കിട്ടി, പാകിസ്ഥാനിൽ നിന്ന് അടക്കം കിട്ടി. ടു കീപ് ഹെർ മെമ്മറി അലൈവ്, ഇവരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഹെർ ഫാമിലി എസ്റ്റാബ്ലിഷ്ഡ് ദ നീർജ ബാനോട്ട് പാൻ ആം ട്രസ്റ്റ്. ഇവരുടെ മാതാപിതാക്കൾ നീർജ ബാനോട്ട് പാൻ ആം ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി. വിച്ച് ഹോണേഴ്സ് വിമൻ ഹു ഫ്ലൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എയർലൈൻ ക്രൂ മെമ്പേഴ്സ് ഹു ഷോ എക്സെപ്ഷണൽ കറേജ് ഇൻ ടൈപ്സ് ഓഫ് ക്രൈസിസ്. എന്തിനാണ് ഈ സമയത്ത് ഇവർ ആദരിക്കുന്നത്? ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്, നമ്മുടെ സാമൂഹ്യമായ ആ അനീതിക്കെതിരെ പെരുമാറുന്ന ആളുകൾക്കും, ആൻഡ് എയർലൈൻ ക്രൂ മെമ്പേഴ്സ് ഹു ഷോ എക്സെപ്ഷണൽ കറേജ് ടൈംസ് ഓഫ് ക്രൈസിസ്. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യം കാണിക്കുന്ന എയർ ഹോസ്റ്റസ്മാരെയും എല്ലാം എന്ത് ചെയ്യാണ്, ക്രൂ മെമ്പേഴ്സിനെല്ലാം ആദരിക്കാനും അവർക്ക് ബഹുമാനം നൽകാനും വേണ്ടിയാണ് ഈ ഒരു സംഘടനയുള്ളത്. ഹെർ ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറി വാസ് ഓൾസോ പോർട്രേഡ് ഇൻ ദ 2016 ഹിന്ദി ഫിലിം നീർജ, വിച്ച് റിസീവ്ഡ് നാഷണൽ റെക്കഗ്നിഷൻ. നീർജ ബാനോട്ടിൻ്റെ ജീവിതം ആസ്പദമാക്കി 2016 ഒരു ഹിന്ദി പടം നീർജ എന്ന് പറയുന്ന പടം റിലീസ് ചെയ്തിരുന്നു. അതിന് ദേശീയ തലത്തിൽ ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റാൻ പറ്റിയിരുന്നു. ഓക്കെ, അപ്പോൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിനെ കുറിച്ചും അവരുടെ ജീവിതത്തിലുണ്ടായ നിർണായകമായ സംഭവങ്ങളും ചേർത്ത് പഠിക്കാനുള്ള ഒരു കഥയാണ് നീർജ. ഓക്കെ, ദ ഷീൽഡ് ഓഫ് പവർ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം സിമ്പിളായിട്ട് ചാപ്റ്റർ മനസ്സിലായില്ലേ? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ കഥ പഠിച്ചില്ലേ? അടിപൊളി. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഓക്കെ. ഇനി നമ്മുടെ അനിത നായറിൻ്റെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ചാപ്റ്റർ നോക്കിയാലോ? മഴയ്ക്കായുള്ള കാത്തിരിപ്പ്. റെഡിയാണോ മക്കളെ?
റെഡി? ഓക്കെ, ഫയർ ഇമോജിയൊക്കെ വന്ന് തീയൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട്, സെറ്റാണ്. ഇനി നമുക്കിപ്പം പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. ഒരു മഴയ്ക്കായി കാത്തിരിക്കുകയാണല്ലേ, നമ്മളെ നല്ലൊരു തണുപ്പ് നൽകുന്ന ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ ഈ വേനൽക്കാലത്ത്. സോ എല്ലാ മക്കൾക്കും വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചാലോ ഇന്നാല്? അതിലേക്ക് സ്വാഗതം. നോക്കൂ, വെയിറ്റിംഗ് ഫോർ റെയിൻ is a reflective and evocative prose piece in which Anita Nair captures deep emotional, cultural and environmental significance in monsoon in Kerala. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൺസൂൺ കാലത്തെ കേരളത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല മഴ പെയ്യുന്ന സമയമായിരിക്കും, ചെറുപറാന്ന് മഴ പെയ്യും, എപ്പോഴും ഒരു തണുത്ത കാലാവസ്ഥയായിരിക്കും. നമുക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് കുടയില്ലാതെ പോകാൻ പറ്റില്ല, എപ്പോഴും മഴ പെയ്യുന്നതായിരിക്കും അല്ലേ. നമ്മുടെ ഇലകളിലും ചെടികളിൽ സദാസമയം വെള്ളം നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ എല്ലാം കൊണ്ടല്ലേ നമ്മുടെ കുരുമുളകടക്കം പോളിനേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു മൺസൂൺ തിങ്ങി നിറച്ചിരിക്കുന്ന ഒരു കേരളത്തിൽ ജനിച്ച ആളാണ് നമ്മുടെ അനീറ്റ നായർ. സോ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ ആ മഴയോടുള്ള അവരുടെ വൈകാരികമായ അടുപ്പം, കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ സിഗ്നിഫിക്കൻസ് ഓഫ് മൺസൂൺ, നമ്മുടെ മൺസൂൺ എത്രത്തോളം നമ്മുടെ സംസ്കാരത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ഭാഗമാണ് എന്നെല്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു കഥയാണ്. അതായത് മൺസൂൺ എത്രത്തോളം പ്രാധാന്യമുണ്ട്, മൺസൂൺ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലേ. നമുക്ക് വേനൽക്കാലം ഇഷ്ടമല്ല, വേനൽ കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങുമ്പോൾ കിട്ടുന്നുള്ളൊരു സുഖമുണ്ടല്ലോ അല്ലേ. ആദ്യ മഴയിൽ തന്നെ ആ മണ്ണിൻ്റെ മണം, ഒരു വാസന വരാണ്ട് മോനെ, അതൊക്കെ ഒരു ഫീലിങ്സ് ആണ്. സോ അങ്ങനെ എത്രത്തോളം മൺസൂൺ കേരളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം കേരളൈറ്റ്സിന് മൺസൂൺ ഇന്നെവിറ്റബിൾ ആണ് അല്ലെങ്കിൽ നെസസിറ്റി ആണ് എന്നെല്ലാം പഠിപ്പിക്കുന്ന ഒരു കഥയാണുള്ളത്. നോക്കൂ, ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് വിവിഡ് ഇമേജറി, സ്വന്തം അനുഭവങ്ങളിലൂടെയും ഒരുപാട് ചിത്രങ്ങളിലൂടെയും ദ ഓതർ പോർട്രേറ്റ്സ് ഹൗ ക്ലോസ്ലി ലൈഫ് ഇൻ കേരള is tied to the arrival of rain. കേരളത്തിലെ ജീവിതവും മഴയും എത്രത്തോളം അടുത്തിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് ഹൗ ഇറ്റ്സ് ആബ്സെൻസ്, മഴയില്ലാത്തൊരവസ്ഥ, ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഹെൽപ്ലെസ്നെസ്, നമുക്ക് ഉത്കണ്ഠയും നിരാശയും നിസ്സഹായമായ ഒരവസ്ഥയും ഉണ്ടാക്കി തരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം മഴയില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഏകദേശം തുല്യമാണ്. നമ്മളെല്ലാവരും ടെൻഷനിലായിരിക്കും, ആങ്സൈറ്റിയിലായിരിക്കും, ഡിപ്രഷനിലായിരിക്കും എന്നുള്ളതെല്ലാമാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. The chapter opens with author on a flight to Kerala. കേരളത്തിലേക്കുള്ള ഒരു വിമാനയാത്രാ മധ്യയാണ് കഥ ആരംഭിക്കുന്നത്. That passes through turbulent weather. ഇങ്ങനെ കുലുങ്ങി നടക്കുന്ന അല്ലെങ്കിൽ മഴയ്ക്ക് സാധ്യതയുള്ള ഒരു അവസ്ഥയിൽ കൂടെ വിമാനം ഇങ്ങനെ വിറച്ചു കൊണ്ടാണ് പോകുന്നത്. The turbulence creates uneasy silence among the passengers. ആളുകൾക്കിടയിൽ വല്ലാത്തൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വൈകാരികമായ നിമിഷമായിരുന്നു അത്. Many of whom are young migrant workers from North India traveling to Kerala in search of employment. ആ വിമാനത്തിൽ കൂടുതൽ പേരും ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന ഒരുപാട് ജോലിക്കാരായിരുന്നു. അപ്പോൾ കേരളത്തിൽ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി ഉത്തരേന്ത്യയിൽ നിന്നും വിമാനം കയറി വരുന്ന ആളുകളാണ് ഈ അനിത നായറിനോടൊപ്പം വിമാനത്തിലുള്ളത്. Fear is evident in the cabin as plane rocks. വിമാനം കടന്ന് കുലുങ്ങിയ സമയത്ത് ആളുകൾക്കെല്ലാം ഭയമുണ്ടായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു. ആ സമയത്തോ a child cries, ഒരു കുട്ടി കരഞ്ഞു. and even talkative passengers fall silent. അത്രയും നേരം വളവളാന്ന് സംസാരിച്ചിരുന്ന ആളുകളെല്ലാം പെട്ടെന്ന് നിശബ്ദരായി. കാര്യം വിമാനം കടന്ന് കുലുങ്ങുന്നതിൽ ഇവർക്ക് ഭയമുണ്ടായിരുന്നു. The author observes, അവർ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ the shared anxiety, എല്ലാവർക്കുമുള്ള പരസ്പരമായിട്ടുള്ള ഈ ഒരു എല്ലാവരും ഷെയർ ചെയ്യുന്ന ഈ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, ഒരു ഉത്കണ്ഠ, ബട്ട് റിയാക്ട്സ് ഡിഫറെൻ്റ്ലി ഫ്രം അതേഴ്സ്. പലരും പല രീതിയിലാണ് പെരുമാറുന്നത്. അൺലൈക്ക് മോസ്റ്റ് പാസഞ്ചേഴ്സ്, വിമാനത്തിലുള്ള മറ്റാളുകളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടുകൊണ്ട് ദ ഓതർ ഫീൽസ് എ ക്വയറ്റ് ഹാപ്പിനെസ് ഡ്യൂറിങ് ടർബുലൻസ്. ഈ ഒരു ടർബുലൻസ്, ഈ ഗടഗടാന്ന് ഇങ്ങനെ വിറയ്ക്കുന്ന സമയത്ത് ഓതർ കുറച്ച് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്താണ്? is a sign of wind currents, therefore a possible indication that long waited monsoon might ഫൈനലി ബി അറിയും. കാര്യം എന്താ? ഈ ഒരു കാലാവസ്ഥ കാണിച്ചു തരുന്നത് നമ്മൾ ദീർഘനാളായി കാത്തിരിക്കുന്ന മൺസൂൺ അവസാനം വരാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനയാണ്, സൈനാണ് അല്ലേ. എന്താണ് ഇപ്പോൾ ഈ പെയ്യുന്ന കുലുക്കം കാണിക്കുന്ന എന്താണ്? നമ്മുടെ മൺസൂൺ അടുത്തെത്തി, കേരളത്തിൽ മഴ പെയ്യാൻ പോവുകയാണ്. Her journey to Kerala is driven by her desire to reconnect with monsoon. അവർ കേരളത്തിലേക്ക് തിരിച്ചു അതിൻ്റെ പ്രധാന കാര്യം വെച്ചാൽ അവർക്ക് മൺസൂണായിട്ട് റീകണക്ട് ചെയ്യണം. അതായത് മൺസൂണുമായി അവർക്കുള്ള ആ ബന്ധം ഒന്ന്
പുതുക്കണം. നമുക്ക് മൺസൂൺ ഭയങ്കര ഇഷ്ടമാണ്, മൺസൂൺ കാലാവസ്ഥ. സോ അതെല്ലാം ഒന്നും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി, റീകണക്ട് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. വിച്ച് ഹാസ് ബീൻ പ്ലേയിങ് എ ഫ്രസ്ട്രേറ്റിംഗ് ഗെയിം ഹൈഡ് ആൻഡ് സീക്ക് ഫോർ വീക്സ്. ആഴ്ചകളായി ഇവരൊരു ഒളിച്ചുകളിയിലായിരുന്നു. മഴ ഇന്ന് പെയ്യോ നാളെ പെയ്യോ, ഇന്ന് പെയ്യോ നാളെ പെയ്യോ എന്നുള്ള ഒരു പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ച് കളിക്കുന്ന സിറ്റുവേഷനിലായിരുന്നത് ലിവിങ് ഇൻ ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ ജീവിക്കുമ്പോൾ ലിവിങ് ഇൻ ബാംഗ്ലൂർ ബട്ട് ഇമോഷണലി റൂട്ടഡ് ഇൻ ഹർ നേറ്റീവ് വില്ലേജ് ഓഫ് മുണ്ടക്കോട്ടുകുരിശി ഇൻ കേരള. അവർ ബാംഗ്ലൂരിലാണ് ജീവിക്കുന്നതെങ്കിലും അവർ മുണ്ടക്കോട്ടുകുരിശി എന്ന കേരളത്തിലെ സ്ഥലവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഷി ഹാസ് ബീൻ ആങ്ഷ്യസ്ലി ട്രാക്കിംഗ് ദ പ്രോഗ്രസ് ഓഫ് റെയിൻസ് ത്രൂ ഡെയിലി ഫോൺ കോൾസ് ഹോം. അല്ലേ, എന്താണ് ഇവർ നിരന്തരം അമ്മയെ വിളിക്കുമ്പോഴോ അല്ലെ വീട്ടുകാരെ വിളിക്കുമ്പോഴും മഴ പെയ്തോ എന്നിങ്ങനെ നിരന്തരം ചോദിക്കുന്ന ഒരാളായിരുന്നു. ഓൾസോ റിക്കോൾസ് ഹൗ ഫസ്റ്റ് ഡേ ഓഫ് കർക്കിടകം, a month traditionally associated with heavy rainfall, arrived with great expectation but ended in disappointment. അപ്പം എന്താണ് അവർ ഓർക്കുകയാണ്, കർക്കിടകത്തിലെ ആദ്യ ദിവസം, കർക്കിടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു മലയാള മാസമാണ്, അത് നല്ല കനത്ത മഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണ്. അത് വളരെ പ്രതീക്ഷയോടുകൂടി വരികയും എന്നാൽ നിരാശയോടുകൂടി അവസാനിക്കുകയും ചെയ്ത ഒരു ഘട്ടമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദ ടൊറൻഷ്യൽ റെയിൻ, ഭയങ്കരമായ മഴ ഉണ്ടാകുന്നതിന് പകരം instead of torrential rain that village depend upon for agriculture and daily life, there was only brief and hesitant shower. ഒരു കാര്യമായ മഴയൊന്നും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു നാട്ടിൽ പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോളോഡ് ബൈ സൺഷൈൻ, എന്നാൽ അവിടെ ഭയങ്കരമായ വെയിലായിരുന്നു ഉണ്ടായിരുന്നത്. ദിസ് അൺസർട്ടനിറ്റി അബൌട്ട് റെയിൻ raises concern about leaking roofs, muddy paths, power cuts and overall rhythm of village life that depends on the monsoon. ഈ എല്ലാ കാര്യങ്ങളും അൺസർട്ടനിറ്റി, ഉറപ്പില്ലായ്മ വരുത്തി വരുന്നത് കൺസേൺസ് ലീക്കിംഗ് റൂഫ്സ്. എന്തൊക്കെയാണ് ലീക്കിംഗ് റൂഫ്സ്? നമ്മുടെ ചോരുന്ന മേൽക്കൂരകൾ, മഡി പാത്സ്, ചെളി നിറഞ്ഞ പാതകൾ, പവർ കട്ട്. നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പവർ കട്ട് വരും. ആൻഡ് ഓവറോൾ റിതം ഓഫ് വില്ലേജ്, നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, അതിനെല്ലാം ബാധിക്കുന്നുണ്ട് ഈ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ കാത്തിരിപ്പ്. ഒറ്റ സെക്കൻഡ് മക്കളെ. ആരും പോകണ്ട കേട്ടോ, ഇപ്പം സെറ്റാക്കി തരേ. യെസ് മക്കളെ, സെറ്റല്ലേ? പോയിട്ട് ആരും പോകണ്ട കേട്ടോ, സാർ സെറ്റായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടേ. The narrative then shift to Bangalore. പിന്നെ കഥ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോണത്. Where author has
ബീൻ ലിവിങ്, അവിടെയാണ് വർഷങ്ങളായിട്ട് നമ്മളെ നായിക താമസിക്കുന്നത് അല്ലെങ്കിൽ നറേറ്റർ താമസിക്കുന്നത്. ദ സിറ്റി ഈസ് എക്സ്പീരിയൻസിങ് സ്ട്രോങ് റെലൻലെസ് വിൻഡ്. അവിടെ വളരെ ഭയങ്കര ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. അതും എങ്ങനെ ഒരു വിശ്രമമില്ലാത്ത രീതിയിൽ മഴ പെയ്യുകയായിരുന്നു. ദാറ്റ് പുഷ് മൺസൂൺ ക്ലൗഡ്സ് എവേ. അത് കാരണം മൺസൂൺ മേഘങ്ങളെല്ലാം തള്ളി നീക്കിയിരുന്നു. പ്രിവെൻറ്റിങ് റെയിൻഫോൾ. അത് കാരണം മഴയില്ല. മഴ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മഴ കിട്ടാത്തൊരവസ്ഥ വരുന്നതുണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. എന്താ മക്കളെ? ഓക്കെ, നോക്കിക്കോളൂ. This contrast between wind without rain in Bangalore and drought-like condition in Kerala deepens others' frustration. ഇങ്ങനെയാണ് this contrast between wind without rain, മഴയില്ലാത്ത കാറ്റ് ബാംഗ്ലൂരിലും and drought-like condition, വരൾച്ച പോലുള്ള ഒരു സിറ്റുവേഷൻ കേരളത്തിലും വന്നത് ഈ ഓദറിനെ വളരെയധികം ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ടോ ഈവൻ ആസ് ഫ്ലൈറ്റ് ഡിസെൻഡൻസ് ഇൻ ടു കൊച്ചി, വിമാനം കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ദ ഗ്രേ സ്കൈസ് പ്രോമിസ് റെയിൻ, മഴ എന്തായാലും പെയ്യും എന്നുള്ള ഒരു ഉറപ്പ് ആ ചാര നിറത്തിലുള്ള ആകാശം പറയുന്നുണ്ട്. ബട്ട് ദ പെയിൽ ഗ്രീനറി സജസ്റ്റ് കണ്ടിന്യൂ ഡ്രൈനസ്. പക്ഷേ എന്താ പറയുക, ആ പച്ചപ്പുണ്ടല്ലോ, മങ്ങിയ പച്ചപ്പ്, ആ മങ്ങിയ പച്ചപ്പ് പക്ഷേ ഡ്രൈനസിനെ, വരൾച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. When the author reaches her village, നമ്മുടെ എഴുത്തുകാരി അവരുടെ വില്ലേജിലെത്തിയ സമയത്ത് the absence of rain becomes even more troubling. മഴയില്ലാത്തത് അവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. She reflects on how monsoon has failed in recent years, recalls her visit in how the monsoon has failed in recent years. അവരോർക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ മൺസൂൺ ഇപ്പം കൃത്യസമയത്ത് ഇവിടെ വരാത്തത് വലിയ പാടാണ്. ആൻഡ് റീകോൾസ് ഹർ വിസിറ്റ് ഇൻ ജൂൺ മാസത്തിൽ അവരവിടെ വിസിറ്റ് ചെയ്തത് വെൻ ഷീ ഹാഡ് കം ടു സെലിബ്രേറ്റ് ദ ഓൺസെറ്റ് ഓഫ് ദി റെയിൻസ്, മഴ ആരംഭിക്കുന്നതിൻ്റെ ആരംഭത്തിൻ്റെ സമയത്ത് അത് ആഘോഷിക്കാൻ എത്തിയതും പിന്നെ ഓൺലി ടു ഡിസപ്പോയിൻറ്റ്, ഇതെല്ലാം തന്നെ നിരാശ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻഡ്? The villagers speak of an intense summer drought and warn that environmental damage such as excessive constructions. ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പറയുന്നത് ഇൻറ്റൻസ് സമ്മർ ഡ്രോട്ടാണ്, കാഠിന്യമേറിയ വരൾച്ച, ആൻഡ് വോം ദാറ്റ് എൻവയോൺമെൻറ്റൽ ഡാമേജ്, ഇത് കാരണമുണ്ടായ പാരിസ്ഥിതികമായ നഷ്ടങ്ങൾ, സച്ച് ആസ് എക്സസീവ് കൺസ്ട്രക്ഷൻ അതായത് കെട്ടിട നിർമ്മാണം, കോൺക്രീറ്റൈസേഷൻ ഓഫ് ലാൻഡ്, നമ്മുടെ നിലങ്ങൾ മുഴുവൻ കോൺക്രീറ്റ് ഇടുന്നത്, ആൻഡ് കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ്, മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്, ഹാസ് ലെഡ് ഫാളിംഗ് വാട്ടർ ടേബിൾസ് ആൻഡ് ഡ്രൈയിങ് വെൽസ് ആൻഡ് കാനൽസ്. എന്ത് ചെയ്യണം? ഇത് കാരണം വാട്ടർ ടേബിൾസ്, ആ വെള്ളത്തിൻ്റെ ആ സൂചന കാണിക്കുന്ന അളവിൻ്റെ മെഷീൻ ഉണ്ടല്ലോ, അത് താന്നിരിക്കുന്നതും, അതുപോലെ തന്നെ ഡ്രൈയിങ് വെൽസ്, കിണറുകൾ വറ്റി വരളുന്നതും, ആൻഡ് കനാലുകൾ വരളുന്നതും. ദ ഓതർ ഡ്രോസ് എ പാരലൽ വിത്ത് ബാംഗ്ലൂർ വേർ വാട്ടർ സ്കാസിറ്റി ഫോഴ്സ് റെസിഡൻസ് ടു ബൈ വാട്ടർ. ബാംഗ്ലൂരിൽ വെള്ളം കിട്ടുന്നില്ല, ആ സമയം ആളുകൾ മുഴുവൻ കാശ് കൊടുത്ത് വെള്ളം വാങ്ങുകയാണ്. സജസ്റ്റിംഗ് ദാറ്റ്, പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കേരളം ഇനി നമ്മൾ കേരള എന്ന് പറയണ്ട കേട്ടോ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നുള്ളത് കേരളമാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കേരളം മേ ഫേസ് സിമിലർ ഫേറ്റ്, ഇതേ ഒരു അവസ്ഥ, കാശ് കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥ വരും ഇഫ് നേച്ചർ കണ്ടിന്യൂസ് ടു ബി നെഗ്ലക്റ്റഡ്. നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ നല്ലപോലെ നോക്കിയില്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. As evening falls, വൈകുന്നേരമായ സമയത്ത് the author's 85-year-old uncle visit, 85 വയസ്സുള്ള ഒരു അമ്മാവൻ വരെ വിസിറ്റ് ചെയ്യുന്നു. ഹീസ് എനർജറ്റിക് ആൻഡ് വൈസ്, അദ്ദേഹം വളരെ ഊർജ്ജസ്വലനും വിവേകമുള്ള ആളുമാണ്. ഹാവിങ് വിറ്റ്നസ്ഡ് മെനി ചേഞ്ചസ് ഓവർ ഡെക്കേഡ്സ്, വർഷങ്ങളായിട്ടുള്ള മാറ്റങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ്. ആൻഡ് ത്രൂ ഹിസ് മെമ്മറീസ്, ഇയാളുടെ ഓർമ്മകളിലൂടെ ദ ഓതർ ലേൺസ് ഹൗ മൺസൂൺ വൺസ് ട്രാൻസ്ഫോം ദ വില്ലേജ്, അദ്ദേഹം ഓർക്കുന്നുണ്ട് മൺസൂൺ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഇവിടെ ഒറ്റ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. സോക്കിംഗ് എവറിത്തിങ് ഇൻ ഡാംനെസ്, എല്ലാത്തിനെയും വെള്ളത്തിൽ മുക്കുന്നു. ടേണിംഗ് സ്റ്റോൺസ് മോസ്റ്റ്ലി ഗ്രീൻ, പൂപ്പലുകളും പായലുകളും പിടിച്ച കല്ലുകളാക്കി മാറ്റുന്നതും. ആൻഡ് ഫില്ലിംഗ് എയർ വിത്ത് ദ സ്മെൽ ഓഫ് വെറ്റ് എർത്ത്, നമ്മുടെ വായു നിറയെ
പുതുമണ്ണിൻ്റെ വാസന നിറഞ്ഞതും ആൻഡ് ഗ്രെയിൻ, അതിൻ്റെ പൊടിപടലങ്ങളും എല്ലാം അലറുന്നത്. പിന്നെയോ ടു ഹിം മൺസൂൺ ഇസ് ഓൾമോസ്റ്റ് എ ഹ്യൂമൻ. മൺസൂൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു മനുഷ്യനാണ്. എ പ്രസൻസ് ദാറ്റ് കമാൻഡ്സ് റെസ്പെക്റ്റ് ആൻഡ് ഇമോഷൻ. നമ്മൾ ആ മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിനും വൈകാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം പോലെയാണ് മൺസൂണിനെ കുറിച്ച് പറയുന്നത്. ദ അങ്കിൾ എക്സ്പ്രസസ് ഡിസപ്പോയിൻമെൻറ്റ് കറണ്ട് മൺസൂൺ. നിലവിലുള്ള മൺസൂണിനോട് അദ്ദേഹത്തിന് ഭയങ്കരമായ നിരാശയാണ്. അദ്ദേഹത്തിൻ്റെ നിരാശ അദ്ദേഹം കാണിക്കുന്നുണ്ട്. കമ്പയറിങ് ടു എ റിച്ച് റിലേറ്റീവ്. എന്നിട്ട് നേരെ പറയുന്നതാണ്, ഈ റിച്ച് റിലേറ്റീവ് ഒരു വലിയ കാശുകാരിയായിട്ടുള്ള ബന്ധുവിനെ പോലെയാണ് തോന്നിക്കുന്നത്. ഹൂസ് ലോങ് വെയിറ്റഡ് വിസിറ്റ് ടേൺസ് ടു ആൻ ആൻറ്റി ക്ലൈമാക്സ്. അവർ നമ്മുടെ വീട്ടിലേക്ക് കുറേ നാളിന് ശേഷം വന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന പുകിലുകൾ, അതാണ് ആൻറ്റി ക്ലൈമാക്സ് എന്ന രീതിയിൽ ഇദ്ദേഹം ഓർക്കുന്നത്. ഹി അക്യൂസസ് ദ മൺസൂൺ ഓഫ് ക്രിയേറ്റിംഗ് ഡ്രമാറ്റിക് സൈൻസ്. അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഹി അക്യൂസസ് ദ മൺസൂൺ ഓഫ് ക്രിയേറ്റിംഗ് ഡ്രമാറ്റിക് സൈൻസ്. നമ്മുടെ നാട്ടിൽ നാടകീയമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഡാർക്ക് ക്ലൗഡ്സ്, ഇരുണ്ട മേഘങ്ങൾ, തണ്ടർ, മിന്നലും ഇടിയും, ഹെവി എയർ, ശക്തമായ വാതകം, വിത്തൗട്ട് ഡെലിവറിങ് എയർ. ഇത്രയും ഗ്യാസസ് ആയിട്ടുള്ള ക്ലൗഡെല്ലാം നിറഞ്ഞിട്ടും മഴ പെയ്യാത്തൊരവസ്ഥ. ആസ് നൈറ്റ് ഡീപ്പൻസ്, ഇരുട്ടാകുന്ന സമയത്ത് ദ ഓദർ വെയിറ്റ്സ് ആങ്ഷ്യസ്ലി ഫോർ എ ഡോൺ പോർ. ഒരു നല്ല മഴയ്ക്കായിട്ട് അവർ വേണ്ടി കാത്തിരിക്കുന്നു. വാച്ചിങ് ദ ഡാർക്ക്നെസ് ആൻഡ് ഹോപ്പിംഗ് ഫോർ ചേഞ്ച്. ഒരു മാറ്റത്തിന് വേണ്ടി അദ്ദേഹം പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ഫൈനലി ഇൻ ദ ഏർലി ഹവേഴ്സ് ഓഫ് മോർണിംഗ്, രാവിലെ ആകുമ്പോൾ ദ സൗണ്ട് ഓഫ് റെയിൻ ബിഗിൻസ് ടു ഡ്രം ഓൺ ദി ടൈറ്റിൽ റൂഫ്. മഴ അവരുടെ മേൽക്കൂരയിൽ പെയ്യുകയാണ്. ദ ലോങ് അവൈറ്റഡ് മൺസൂൺ, കാത്തിരുന്ന മൺസൂൺ എത്തിയിരിക്കുന്നു അവസാനം. ദ ഓദർ എക്സ്പീരിയൻസസ് ഡീപ്പ് കംഫർട്ട്, അദ്ദേഹം വളരെയധികം കംഫർട്ട് അനുഭവിക്കുന്നു. ആൻഡ് ജോയ് ആസ് ഷീ ലിസൺ ടു ദി റിതമിക് മ്യൂസിക് ഓഫ് ദി റെയിൻ. മഴയുടെ ആ റിതം ഉണ്ടല്ലോ, ചറപറ ചറപറ, ആ റെയിൻ, ആ റിതം അവർ എൻജോയ് ചെയ്യുന്നു. ഡിസ്ക്രൈബിങ് ഇൻ ടേംസ് ബോറോഡ് ഫ്രം ക്ലാസിക്കൽ മ്യൂസിക്. ക്ലാസിക്കൽ മ്യൂസിക്കിലെ ഈണം പോലെയാണ് അവർ പറയുന്നത്. വിത്ത് വേരിങ് ടെമ്പോസ് ആൻഡ് ഇൻറ്റൻസിസ്. ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടല്ലോ, നമ്മുടെ ശാസ്ത്രീയ സംഗീതം, സാ പാ, അതൊക്കെ അതിൻ്റെ ഒരു ഇങ്ങനെ കൂടുക എന്നുള്ള സാധനം അത് അവർക്ക് മനസ്സിലാവുന്നു. ദ റെയിൻ ഫീൽസ് ലൈക്ക് എംബ്രേസ് സൂതിങ് ആൻഡ് റീഅഷ്യൂറിങ്. മഴ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അവരെ ആലിംഗനം ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ കുളിർമയേകുന്നതും പിന്നെ ഒരു ഉറപ്പ് കൊടുക്കലും കൂടിയാണ്. ദ ചാപ്റ്റർ എൻഡ്സ് വിത്ത് ഓദർ സിറ്റിംഗ് ഓൺ വെരാന്തയിൽ ഇരുന്നു കൊണ്ട് സിപ്പിംഗ് ടീ, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വാച്ചിങ് ദ റെയിൻ വിത്ത് വണ്ടർ ആൻഡ് റിവറൻസ്. എന്താണ്, വളരെ ആശ്ചര്യത്തോടു കൂടിയും റെവറൻസോടു കൂടി അവർ ഈ മഴ ഇങ്ങനെ കാണുന്നു. ആസ് ദോ ഇറ്റ് വർ എ റെയർ ആൻഡ് പ്രീഷ്യസ് വിസിറ്റർ. മഴ എന്നത് വളരെ റെയർ ആയിട്ടും പ്രീഷ്യസ് ആയിട്ടുള്ള വിസിറ്ററുമാണ്. ഈച്ച് റെയിൻ ഡ്രോപ്പ് സീംസ് ടു ക്യാരി സ്റ്റോറീസ്. ഓരോ മഴത്തുള്ളികൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാൻ ആൻഡ് ഗിഫ്റ്റ്, സമ്മാനങ്ങൾ നൽകാനുണ്ട്. ദ അറൈവൽ ഓഫ് ദ മൺസൂൺ ഫിൽസ് ഹെർ വിത്ത് എ സെൻസ് ഓഫ് പീസ്. അവരുടെ ഉള്ളിലേക്ക് സമാധാനം നിറയ്ക്കുന്നു. ആൻഡ് വെൽബീയിങ്, അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട മനസ്സമാധാനം ജീവിതം നൽകുന്നു. റീസ്റ്റോറിങ് ഹെർ ഫെയ്ത്ത് ഇൻ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ അവർ ആകെ കൂടെ ആ വിശ്വാസത്തിൽ ലയിക്കുകയാണ്. ഓവറോൾ വെയിറ്റിംഗ് ഫോർ റെയിൻ ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേഴ്സ് ഇമോഷണൽ ബോണ്ട് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് നേച്ചർ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ബോണ്ടിനെയാണ് ഈ കഥ പഠിപ്പിക്കുന്നത്. ആങ്സൈറ്റി കോസ്ഡ് ബൈ എൻവയോൺമെൻറ്റൽ ഇംബാലൻസ്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന ഉത്കണ്ഠ പറയുന്നു. ആൻഡ് ഇമ്മൻസ് ജോയ് ആൻഡ് റിലീഫ് ദാറ്റ് റെയിൻ ബ്രിങ്സ്. എന്നാൽ അതുപോലെ തന്നെ മഴ കൊണ്ടുവരുന്ന ആ സന്തോഷം, അതാണ് കഥയിലെ മൊത്തം ക്രക്സ്. ദ ചാപ്റ്റർ റിമൈൻഡ്സ് റീഡേഴ്സ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്റ്റിംഗ് നേച്ചർ. നമ്മൾ എത്രത്തോളം പ്രകൃതിയെ സംരക്ഷിക്കണം, ബഹുമാനിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് പ്രിസർവിങ് ഇക്കോളജിക്കൽ ബാലൻസ്, നമ്മൾ പാലിക്കേണ്ട ഇക്കോളജിക്കൽ ബാലൻസും വരണം. ആസ് വെൽ ആസ് സിമ്പിൾ യെറ്റ് പ്രൊഫൗണ്ട് ഹാപ്പിനെസ്. അതുപോലെ തന്നെ സിമ്പിൾ എന്നാൽ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള സന്തോഷം ദാറ്റ് കംസ് വിത്ത് റിട്ടേൺ ഓഫ് ദി മൺസൂൺ. മൺസൂൺ വന്നതിന് ശേഷമുള്ള ആ സ്നേഹം. സോ മൺസൂൺ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെയിറ്റിംഗ് ഫോർ റെയിൻ. ഓക്കെ, അതുകൂടാതെ എൻവയോൺമെൻ്റൽ ഇംബാലൻസ്, അസന്തുലിതാവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് സീ ഫീവർ ആണ്. പെട്ടെന്ന് പഠിക്കണം. ജോൺ മാസ്ഫീൽഡ് എഴുതിയിട്ടുള്ള കടൽപ്പനി എന്നൊന്നും വായിക്കരുത്, കടലിനോടടങ്ങാതുള്ള ആ ഒരു ഭ്രാന്തൻ സ്നേഹത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പോമാണ് പഠിക്കാനുള്ളത്. സീ ഫീവർ എന്നാൽ ഇത് പഠിക്കാൻ വരൂ. I must go down to the seas again, to the lonely sea and the sky. And all I ask is a tall ship and a star to steer her by. And the wheels kick and the wind strong, and the white sails shaking, and a grey mist on the sea's face, and a grey dawn breaking. I must go down to the seas again, for the call of the running tide is a wild call and a clear call that may not be denied. And all I ask is a windy day with white clouds flying.
and the flanks spray and the blown spume, and the seagulls crying. I must go down to the seas again, to the vagrant gypsy life, to the girls' way and the whales' way over the winds like a whetted knife. And all I ask a merry yarn from a laughing fellow rover, and a quiet and a sweet dream when the long trick's over. സിമ്പിളായിട്ട് പോയിന്റ് പഠിപ്പിച്ചു തരാം. ഓക്കെ, നോക്കൂ, ഇത് ഒരാൾക്ക് കടലിനോടുള്ള അമിതമായ താല്പര്യം, കടലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, കടൽ യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന, അതിനോടുള്ള ഒരു എന്താ പറയുക, ഭ്രാന്തനായിട്ടുള്ള ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള താല്പര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ബേസിക്കലി ദിസ് പോയം ഈസ് എ പേഴ്സൺ ഹു ലവ്സ് വോയേജ്, യാത്രകൾ ഒരുപാട്, സീ വോയേജ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുടെ കാര്യമാണ്. വി ക്യാൻ ഫീൽ ഇമോഷൻസ്, അയാളുടെ വികാരങ്ങൾ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും അല്ലേ. വി ക്യാൻ ഫീൽ ഹൗ മച്ച് ഹി ലവ്സ് ദിസ് വോയേജ്, അയാൾ എത്രത്തോളം ഈ യാത്രയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയറ്റിക് ഡിവൈസുകളും ചേർത്ത് ആറ്റിക്കുറുക്കി നമുക്ക് പഠിക്കാം. നോക്കൂ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണം, കടലിലേക്ക് പോയേ പറ്റൂ. ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ, എങ്ങനെയുള്ള കടല? ആ ശാന്തമായി ഒറ്റയ്ക്ക് ഒഴുകുന്ന കടൽ, ആൻഡ് ദ സ്കൈ, ഒറ്റയ്ക്കുള്ള ആകാശം. അങ്ങനെയുള്ള കടലും ആകാശവും മാത്രമുള്ള ഏകാന്തമായ ആ സ്ഥലത്തേക്ക് എനിക്ക് പോകണം. ആൻഡ് ഓൾ ഐ ആസ്ക് എ ടോൾ ഷിപ്പ്, ഞാൻ അതിനായി ആവശ്യപ്പെടുന്നത് ഒരു വലിയ നീണ്ട കപ്പലാണ്. ആൻഡ് എ സ്റ്റാർ ടു സ്റ്റീർ ഹെർ ബൈ, ഈ കപ്പൽ നിയന്ത്രിക്കാൻ വേണ്ടി ആകാശത്തൊരു നക്ഷത്രം വേണം അല്ലെ. നമ്മൾ പോളാർ സ്റ്റാർ എന്ന് പറയും. ആകാശത്ത് എപ്പോഴും ഒരു പോളാർ സ്റ്റാർ ഉണ്ടാവും. അതിൻ്റെ സ്ഥലം മാറില്ല, അതെപ്പോഴും അവിടെ ഇങ്ങനെ ഒരു പോയിന്റിലുണ്ടാവും. സോ അതിനെ നോക്കിയാണ് പണ്ട് കാലത്ത് ആളുകൾ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള എല്ലാ ഡിവൈസുകളും, ഡിറക്ഷൻ ഡിവൈസുകളും കോമ്പസുകളും എല്ലാം നഷ്ടപ്പെട്ടാലും അവരെന്ത് ചെയ്യും? ആ ഒരു പോളാർ സ്റ്റാറിനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ കപ്പലിൽ പോവുക. സോ എനിക്ക് ആവശ്യം അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ്. എന്തിനാ? എൻ്റെ കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കാൻ. ആൻഡ് ദ വീൽസ് കിക്ക്, ഇതിൻ്റെ ഇതുണ്ടല്ലോ, നമ്മുടെ കറക്കുന്ന ആ പങ്ക, അതിൻ്റെ കിക്ക് വേണം, അതായത് ആ കറങ്ങണം. ആൻഡ് വിൻസ് സോങ്, പിന്നെ വേണ്ടത് എനിക്കൊരു പാട്ടാണ്. ആരുടെ പാട്ടാ? കാറ്റിൻ്റെ പാട്ട്. അതായത് കാറ്റ് പാടുക എന്ന് പറയുന്നത് പെർസോണിഫിക്കേഷനാണ്. കാറ്റ് മനുഷ്യനല്ല, മനുഷ്യനല്ലാത്ത കാറ്റിന് മനുഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു സോങ് പാടുന്നു എന്നുള്ളത് കൊടുക്കുന്നത് വഴി പെർസോണിഫിക്കേഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ദ വൈറ്റ് സെയിൽ ഷേക്കിംഗ്, പിന്നെയോ അവരുടെ ഇതുണ്ടല്ലോ, പായക്കപ്പലിൻ്റെ പായ, അതിങ്ങനെ വൈറ്റ് സെയിൽ ഇങ്ങനെ അത് പാറിക്കിടക്കുകയും വേണം. അപ്പോൾ ഇയാൾ ഇതെല്ലാം കൊണ്ടാണ് ഇദ്ദേഹത്തിന് കടലിലേക്കുള്ള യാത്ര ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്. ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്, കടലിൻ്റെ മുഖത്തായിട്ട് ഗ്രേ മിസ്റ്റ്, അവിടെ ചാര നിറത്തിലുള്ള ഇത് വേണം, മൂടൽ മഞ്ഞ് വേണം. ആൻഡ് ഗ്രേ ഡോൺ ബ്രേക്കിംഗ്, അതുകൂടാതെ അങ്ങ് അകലെ എനിക്ക് ചാര നിറത്തിൽ നിന്നും പ്രഭാതം പൊട്ടിവിടരുന്നത് കാണണം. അപ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്? എനിക്ക് വീണ്ടും കപ്പലിൽ പോകണം, എനിക്ക് വളരെ വലിയൊരു കപ്പൽ വേണം, എൻ്റെ ഗതി നിയന്ത്രിക്കാൻ എനിക്ക് നക്ഷത്രം വേണം, വീൽസ് കിക്ക്, അതിൻ്റെ പങ്ക കറങ്ങുന്ന അതിൻ്റെ ആ മുന്നേറ്റം വേണം, പിന്നെയോ കാറ്റിൻ്റെ പാട്ട് വേണം, ആ പായ കിടന്നാടണം, പിന്നെയോ ആ അകലെ നിന്നുകൊണ്ട് എനിക്ക് ചാര നിറത്തിലുള്ള മിസ്റ്റ് കാണണം, പിന്നെയോ എനിക്കതുപോലെ നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നതും കാണണം. ഓക്കെ, നോക്കൂ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൈൻ, റീഫ്രെയിൻ ആണ് കേട്ടോ. അതായത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. എന്തിനാ അങ്ങനെ പറയുന്നത് വെച്ചാൽ പറയുന്നതിൻ്റെ കുറച്ച് ഇമ്പാക്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ് വീണ്ടും ആവർത്തിക്കുന്ന ആ പോയറ്റിക് ഡിവൈസിനെ റീഫ്രെയിൻ എന്ന് വിളിക്കുന്നു. സോ ഇവിടെ സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്യല്ലേ, എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണം. ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ചൈൽഡ്, ഭയങ്കരമായ ശക്തിയിൽ ഇങ്ങനെ കുത്തിമറയുന്ന ആ റണ്ണിങ് ടൈഡ്, ആ വേലിയേറ്റം എനിക്ക് അനുഭവിക്കണം. സോ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ, അതെങ്ങനെയുള്ളതാ? ഒരു വൈൽഡ് കോളാണ്, വന്യമായ വിളിയാണ്. ക്ലിയർ കോൾ, ശക്തമായിട്ടും എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന കോളാണ്. ആൻഡ് മേ നോട്ട് ബി ഡിനൈഡ്, ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്, അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ആൻഡ് ഓൾ ഐ ആസ്ക് എ വിൻഡി ഡേ, എനിക്കാകെ വേണ്ടത് നല്ല കാറ്റ് നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. വിത്ത് വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്, നല്ല തൂവെള്ള നിറത്തിലുള്ള മേഘങ്ങൾ ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോകണം.
ആൻഡ് ദ ഫ്ലങ് സ്പ്രേ, അതായത് നമ്മുടെ തിര ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലെ തെറിക്കൂലേ, അതാണ് ഫ്ലങ് സ്പ്രേ. അങ്ങനെ ചീറ്റി വന്ന് അടിച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെറിക്കൂലേ, അതിനെയാണ് ഫ്ലങ് സ്പ്രേ എന്ന് പറയുന്നത്. അതും വേണം. ആൻഡ് ബ്ലോൺ സ്പ്യൂം, അതിൻ്റെ അവിടെ ഇങ്ങനെ എന്ത് വേണം, ഇങ്ങനെ അതിൻ്റെ കുമിളകളും ഈറനും ഒക്കെ ഇങ്ങനെ ഉണ്ടാവണം. ആൻഡ് സീഗൾസ് ക്രൈയിങ്, പിന്നെ കടൽക്കാക്കകളുടെ കരച്ചിലുകളും വേണം. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെനിക്ക് വീണ്ടും പോകണം, എനിക്ക് എന്നെ ആ റണ്ണിങ് ടൈഡ്, ആ വേലിയേറ്റം വിളിക്കുന്നുണ്ട്, അത് എനിക്ക് കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. എനിക്കത് ആ സമയത്ത് വേണ്ടത് നല്ല ശക്തമായ കാറ്റ് വേണം, ആകാശത്തൂടെ നല്ല വെള്ളമേഘങ്ങൾ പറക്കണം, പിന്നെയോ ഇതിങ്ങനെ ചീറ്റി അടിച്ചിട്ടുള്ള ആ ചെറിയ വെള്ളത്തിൻ്റെ തെറിക്കലുകൾ വേണം, പിന്നെ കടൽക്കാക്കകൾ കരയുകയും വേണം. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, റീഫ്രെയിൻ അഗെയിൻ, എനിക്ക് ഇനിയും കടലിൽ പോകണം. ടു ദി വാഗ്രന്റ് ജിപ്സി ലൈഫ്, എങ്ങനെയാണ് അവിടെയുള്ളത്? ഒരു വാഗ്രന്റ് ജിപ്സി ലൈഫാണ്, അലഞ്ഞ് നടക്കുന്ന ഒരു നാടോടി ജീവിതം. വാഗ്രന്റ് ജിപ്സി ലൈഫ് എന്ന് വെച്ചാൽ കടലിലെ ആ ജീവിതത്തെ നേരെ ഉപമിക്കുന്നത് ഒരു നാടോടി, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടി ജീവിതമായിട്ടാണ്. അതായത് നേരെ പറയാണ്, എനിക്ക് വേണ്ടത് വാഗ്രന്റ് ജിപ്സി ലൈഫ് പോലെയാണ് എന്ന് പറയുകയല്ല. അങ്ങനെ പറഞ്ഞാൽ അത് സിമിലിയ. ഇവിടെ എന്താ പറയുന്നത്? ആ ജീവിതം എന്ന് പറയുന്നത്, കടലിലേക്കുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു അലഞ്ഞു നടക്കുന്ന നാടോടി ജീവിതമാണ്. അതാണ് മെറ്റഫർ. ഒരു സാധനം മറ്റത് തന്നെയാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ടു ദ ഗേൾസ് വേ, സീകളിൻ്റെ പാതയിൽ. ആൻഡ് ദ വെയിൽസ് വേ, നമ്മുടെ തിമിംഗലത്തിൻ്റെ പാതയിൽ എന്ത് വേണം? വേർ ദ വിൻ ലൈക്ക് എ വെറ്റഡ് നൈഫ്, അവിടെ കാറ്റെങ്ങനെയാ? നല്ല മൂർച്ചയുള്ള ഒരു കത്തി പോലെയാണ്. അവിടെയൊക്കെ നമുക്ക് ചിത്രങ്ങൾ കാണാൻ പറ്റുന്നില്ലേ, ഒരു സീകളിൽ പറക്കുന്നത്, പിന്നെയോ അവിടെ അടിയിലൊരു ഒരു വെയിൽ, തിമിംഗലമുള്ളത്, ആൻഡ് പിന്നെയോ നല്ല മൂർച്ചയുള്ള കഴുത്തറ്റ് പോകുന്ന അത്രയും വേഗതയുള്ള കാറ്റ്. ഓക്കെ, ഇനി കേട്ടോളൂ. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൺ, എനിക്ക് ആകെ വേണ്ടത് സന്തോഷം ജനിപ്പിക്കുന്ന കുറച്ച് കഥകളാണ്. ആര് വരുന്ന? ഫ്രം എ ലാഫിംഗ് ഫെല്ലോ റോവർ, ഒരു സഹയാത്രികൻ്റെ അടുത്ത് നിന്ന്. എനിക്ക് എൻ്റെ സഹയാത്രികൻ്റെ അടുത്ത്, എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ചങ്ക് ബ്രോ വേണം. ആ ചങ്ക് ബ്രോൻ്റെ അടുത്ത് നിന്ന് എനിക്ക് എന്ത് വേണം? കഥകൾ കേൾക്കണം. ആൻഡ് ക്വയറ്റ് സ്ലീപ്പ്, നിശബ്ദമായൊരു ഉറക്കം വേണം. ആൻഡ് സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്സ് ഓവർ, അവിടെ മെറ്റഫറാണ്. ലോങ് ട്രിക്സ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതമുണ്ടല്ലോ, ഈ ജീവിതം അവസാനിക്കുന്നവരെ എനിക്ക് എന്ത് ചെയ്യണം? എനിക്കിങ്ങനെ കഥകളും അതുപോലെ തന്നെ നല്ല സ്വപ്നങ്ങളും കണ്ട് ഉറങ്ങണം. ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹമുള്ളത് അത് മുഴുവൻ ഇവിടെ കാണാൻ പറ്റും അല്ലേ? കടൽ യാത്ര അത്രയ്ക്കും ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്ന, എക്സെൻട്രിക് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്താണ് ശരിക്കും ഇഷ്ടമെന്നുള്ളത് മുഴുവൻ ചേർത്ത് എഴുതിയിട്ടുള്ളൊരു പോമാണിത്. എവിടെ കണ്ടോ? നിങ്ങൾക്ക് ടാക്ടൈൽ ഇമേജ്, ഇവരെല്ലാം തൊടുന്നതാണ് അല്ലേ? പിന്നെയോ അലിട്രേഷൻ കാണാൻ പറ്റും, ഡബ്ല്യു അല്ലേ? വെയിൽസ് വേ വേർ ദ വിൻസ് ലൈക്ക് എ വെറ്റഡ് നൈഫ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു വ എന്നുള്ള സൗണ്ട് റിപ്പീറ്റഡ്ലി വരുന്നു. പിന്നെയോ ദ സ്റ്റാൻസ കമ്പൈൻസ് ബോത്ത് ത്രിൽ ആൻഡ് അഡ്വഞ്ചർ, ലോങ്ങിങ് ഫോർ ദി ഫൈനൽ പീസ്, അവസാന കിട്ടുന്ന ആ ഒരു സമാധാനം വരെ ഇദ്ദേഹം ഈ കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വരാൻ പോണ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും മക്കളൊന്ന് അറിയിക്കണേ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ഇയാളെ അറിയിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റെഡി? ഓക്കെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് സീന എംലോപ്പയുടെ ദി ടോയ്ലറ്റ് എന്ന് പറയുന്നൊരു കഥയാണ്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് സീന എംലോപ്പയുടെ ദി ടോയ്ലറ്റ്. ഒരു കുഞ്ഞ് ശുചിമുറി എന്നുള്ള കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സെറ്റല്ലേ? ഇതാ നോക്കൂ. The toilet is a powerful... ഒറ്റ സെക്കൻഡേ.
ടോയ്ലറ്റ് എന്നുള്ള കഥ എന്താണ്? ഇറ്റ്സ് എ പവർഫുൾ ഓട്ടോബയോഗ്രഫിക്കൽ നറേറ്റീവ്. ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. സീന എംലോപ്പയുടെ കഥയാണ്. ഷെയർസ് ഹർ എക്സ്പീരിയൻസ് ആസ് എ യങ് വുമൺ. ഒരു യങ് വുമൺ, യുവതിയായിട്ടുള്ള സ്ത്രീക്ക് സെർച്ചിങ് ഫോർ ഐഡൻറ്റിറ്റി, പർപ്പസ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. തൻ്റെ സ്വത്വവും, അതായത് ഞാൻ ആരാണെന്ന് പറയുന്നത് അത് എത്രത്തോളം കഷ്ടപ്പാട് കൂടി പറയണമെന്നുള്ളതും, പർപ്പസ് തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും, ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ സ്വയം തനിക്കുണ്ടായ അനുഭവങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന കഥയാണ്. ഇൻ എ ഡിഫിക്കൽട്ട് ആൻഡ് ലോൺലി ഫേസ് ഓഫ് ഹർ ലൈഫ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഏകാന്തത അനുഭവിക്കുന്ന, അതുപോലെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന നിമിഷങ്ങളിലാണ് ഇവരിതെല്ലാം പറയുന്നത്. ദ ചാപ്റ്റർ ഹൈലൈറ്റ്സ് തീംസ് ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിൻ്റെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ കാണാം. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വംശീയ വെറികളുടെ ആ വേർതിരിവ് കാണാം. ലോൺലിനെസ്, ഏകാന്തത കാണാം. റിസൈലൻസ്, ഏത് പ്രശ്ന സന്ദർഭഘട്ടങ്ങളിലും നിലനിൽക്കാനുള്ള ചങ്കൂറ്റം കാണാം. ആൻഡ് ദ ഹീലിംഗ് പവർ ഓഫ് ദി ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയ്ക്ക് നമ്മളുടെ വേദനകളുടെ അല്ലെങ്കിൽ മുറിവുകളെ ഉണക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ കാണിച്ചു തരണം. അപ്പോൾ ഒരുപാട് ജീവിത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററുകൾ കഴിയുന്നതോടുകൂടി ലൈവ് കഴിയുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഷിൻസിക്ക് മെസ്സേജ് അയക്കി ചോദിക്കാം കേട്ടോ. അതാ ഷിൻസിക്കാണല്ലോ എല്ലാവർക്കും ഇതാ. ഓക്കെ, ക്ലിയർ? നോക്കിയാലോ. The story begins with the author reflecting on her uncertainty about her future. തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു അൺസർട്ടണിറ്റി, എന്തായി പോകുമെന്ന് അറിയാത്തൊരവസ്ഥ. ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, കട്ടായി പോയോ? ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കി പിടിച്ചോ. എന്താണെന്ന് അറിയില്ല. ഓൾദോ ഹെർ മദർ വാണ്ടഡ് ഹെർ ടു ചൂസ് എ റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ്. ഇവളുടെ അമ്മയ്ക്ക് ഇവളൊരു ടീച്ചറോ നഴ്സോ ആവണം. കാര്യം അത് വളരെ ബഹുമാനം അർഹിക്കുന്ന ഒരു ജോലിയാണ്. സീന ഫെൽറ്റ് എ സ്ട്രോങ് ഏഴ്ജ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. എന്നാൽ എന്തെങ്കിലും കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ടത് ചെയ്യണം എന്നുള്ളതാണ് സീനയുടെ ഭയങ്കരമായ ആഗ്രഹം. ഈവൻ ദോ ഷി വാസ് നോട്ട് ഷുവർ വാട്ട് ദാറ്റ് മൈറ്റ് ബി. പക്ഷേ എന്താണ് എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹെർ മാട്രിക് എക്സാമിനേഷൻസ്, അവരുടെ മാട്രിക് പരീക്ഷകൾ, അതായത് നമ്മുടെ +2 ഒക്കെ പോലുള്ള പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഷി ട്രാവൽ ടു ജൊഹാന്നാസ്ബർഗ്. അവർ സൗത്ത് ആഫ്രിക്കയിലെ ജൊഹാന്നാസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി ഫോർ ദി ഹോളിഡേയ്സ്. അവിടെ അവരുടെ വിനോദ ദിനങ്ങൾ അല്ലെങ്കിൽ അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി. ആൻഡ് ഡിസൈഡഡ് ടു സ്റ്റേ ഇൻ ദ ഹോപ്പ് ഓഫ് ഫൈൻഡിങ് വർക്ക്. അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. ഹെർ ഡിസിഷൻ വാസ് മാറ്റ് വിത്ത് ക്രിറ്റിസിസം. എന്നാൽ അവരുടെ ഈ തീരുമാനം പല സമയത്തും ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. ഓക്കെ, ഫ്രം ഹെർ മദർ, അമ്മയുടെ അടുത്ത് നിന്നും, ഹു ഫെൽറ്റ് ഹെർ എഡ്യൂക്കേഷൻ ഹാഡ് ബീൻ വേസ്റ്റഡ്. ഇത് കാരണം തൻ്റെ മകൾക്ക് കൊടുത്ത വിദ്യാഭ്യാസമൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നുള്ള ഒരു കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. In Johannesburg, Sina stayed with her elder sister. മൂത്ത സഹോദരി ഐറിൻ്റെ ഒപ്പമാണ് അവരവിടെ താമസിച്ചത്. ഹു വർക്ക്ഡ് ആസ് ഡൊമസ്റ്റിക് ഹെൽപ്പർ. അവർ വീട്ടുജോലിക്കെല്ലാം സഹായിക്കുന്ന ഒരാളുടെ ജോലിയാണ് നമ്മുടെ ഐറി, സീനയുടെ ചേച്ചി, ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ എ വൈറ്റ് ഹൗസ് ഹോൾഡ് ഇൻ ഓറഞ്ച് ഗ്രോവ് എന്ന് പറയുന്ന സ്ഥലത്തൊരു വെള്ളക്കാരിയുടെ വീട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സീന ലിവ്ഡ് സീക്രറ്റ്ലി ഇൻ ഹെർ സിസ്റ്റർ സ്മോൾ ബാക്ക് റൂം. അവളുടെ ആ ചേച്ചിയുടെ വീട്ടിലെ ബാക്ക് റൂമിൽ അവിടെ ആരും അറിയാതെ ഇവൾ താമസിക്കുകയായിരുന്നു. ബിക്കോസ് വൈറ്റ് എംപ്ലോയേഴ്സ് വർ നോട്ട് അവെയർ ഹെർ പ്രസൻസ്. അതുകൊണ്ട് തന്നെ ആ വെള്ളക്കാർക്ക് ഇവളിവിടെ താമസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമേ അറിയില്ലായിരുന്നു. ഡ്യൂറിങ് വീക്കെൻഡ് അല്ല കേട്ടോ, വീക്ക് ഡേയ്സ്, നമ്മൾ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഷി വാസ് ലോക്ക്ഡ് ഇൻസൈഡ് ദ റൂം ടു അവോയ്ഡ് ബീങ് സീൻ. വീട്ടിനകത്ത് തന്നെ ഇരുന്നു. ഒരു ജയിൽ പോലുള്ള ജീവിതം, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ മുറിയിൽ തന്നെ ഇരുന്നു. ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ്. വിച്ച് മെയ്ഡ് ഹെർ ഫീൽ ഐസൊലേറ്റഡ്. ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു തോന്നൽ. ബോർഡ് ആൻഡ് ലോൺലി. ഏകാന്തമായ ജീവിതമായിരുന്നു. വിത്ത് നോ ഫ്രീഡം ടു മൂവ് അറൗണ്ട്. എങ്ങോട്ടും പോകാൻ പറ്റാതെ മുറിയിൽ തന്നെ കുടുങ്ങിപ്പോയി. ഓർ ഈവൻ പ്ലേ ദ റേഡിയോ പോലും കേൾക്കാൻ പറ്റില്ല. ഷി പാസ് ഹെർ ടൈം റീഡിങ് ഓൾ മാഗസിൻസ്. പഴയ മാസികകൾ വായിച്ചായിരുന്നു അവർ സമയം ചിലവഴിച്ചിരുന്നത്. ആൻഡ് ന്യൂസ് പേപ്പർ ബോട്ട് ബൈ ഹെർ സിസ്റ്റർ. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും കൊണ്ടുവന്നിരുന്നു. ചേച്ചി കൊണ്ടുവരുന്ന ന്യൂസ് പേപ്പറും വായിച്ചിരുന്നു. ഇവൻച്വലി സീന ഫൗണ്ട്
ടെമ്പററി എംപ്ലോയ്മെൻറ്റ് ഇൻ ക്ലോത്തിങ് ഫാക്ടറി. പയ്യെ ഒരു ക്ലോത്തിങ് ഫാക്ടറിയിൽ, നമ്മുടെ വസ്ത്ര നിർമ്മാണ കമ്പനിയിൽ, ഫാക്ടറിയിൽ അവർക്കൊരു ജോലി ലഭിക്കുന്നു. ഓൾദോ ദ ജോബ് വാസ് മോഡസ്റ്റ്, അത് നല്ലൊരു ജോലിയാണെങ്കിൽ കൂടി ഇറ്റ് ഗീവ് ഹെർ എ സെൻസ് ഓഫ് പേർപ്പസ്. താൻ ഈ ജോലി ചെയ്യേണ്ട എന്തോ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം ഈ കഥ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, പിന്നെയോ however even then, അതിനുശേഷവും her movements were strictly controlled. തൻ്റെ മൂവ്മെൻറ്റുകളെല്ലാം കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. she had to leave the house very early in the morning. വളരെ നേരത്തെ വീട്ടിൽ നിന്നും പോകണമായിരുന്നു. and return only after employers had finished. എല്ലാ ജോലികളും കഴിഞ്ഞ് ഡിന്നർ കഴിയുന്ന സമയത്ത് മാത്രമേ അവർക്ക് വീട്ടിലെത്താൻ പറ്റിയിരുന്നുള്ളൂ. കാര്യം ആരും തന്നെ കാണാൻ പാടില്ല. to fill the long hours before the work. ജോലിക്ക് മുമ്പ് അത്രയും മണിക്കൂർ ഷീ ഡിസ്കവർഡ് പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ നിയർ ബൈ പാർക്ക്. തൊട്ടടുത്തുള്ള ഒരു പൊതു ശൗചാലയമാണ് അവർ കണ്ടെത്തിയിരുന്നത്. ദ ടോയ്ലറ്റ് ബിക്കം ഹെർ പ്രൈവറ്റ് റെഫ്യൂജ്. ആ ശൗചാലയമായിരുന്നു പിന്നീട് അവരുടെ ഒരു പ്രൈവറ്റ് റെഫ്യൂജ്, അവരുടെ ഒരു അഗതി മന്ദിരം പോലെ, അല്ലെങ്കിൽ അവർക്ക് കുടിയേറി നിൽക്കുന്ന ഒരു സ്ഥലം പോലെ അനുഭവപ്പെട്ടു. എ ക്വയറ്റ് പ്ലേസ്, നിശബ്ദമായ സ്ഥലമായിരുന്നു. വെർ ഷീ കുഡ് റീഡ്, അവിടെ വെച്ച് അവർക്ക് വായിക്കാം, ചിന്തിക്കാം. ആൻഡ് ഫൈൻഡ് സോളിറ്റ്യൂഡ് എവേ ഫ്രം ഫിയർ ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഭയത്തിൽ നിന്നും ആ ഒരു ചങ്ങലകൾക്കിടയിൽ നിന്നും ഉള്ള ഒരു ഏകാന്തവാസമായിരുന്നു അവിടെ. ദ ടോയ്ലറ്റ്, ആ ടോയ്ലറ്റ് ദോ കോൾഡ് ആൻഡ് നെഗ്ലെക്റ്റഡ്, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു. ഓഫേർഡ് ഹെർ പ്രൈവസി, അവർക്കത് ആവശ്യത്തിനുള്ള സ്വകാര്യത നൽകിയിരുന്നു. ആൻഡ് സെൻസ് ഓഫ് സേഫ്റ്റി, സുരക്ഷിതത്വവും നൽകിയിരുന്നു. സിറ്റിംഗ് ദർ ഈച്ച് മോർണിംഗ്, ഓരോ ദിവസവും അവിടെ ഇരിക്കുന്ന സമയത്ത് ഷി സ്പെൻഡ് ടൈം ഡേ ഡ്രീമിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഹെർ ലൈഫ്. അവിടെ ഇരുന്ന് അവർ ആലോചിച്ചിരുന്നു. ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഹെർ ലൈഫ്, തൻ്റെ ജീവിതത്തിനെ കുറിച്ച്. മെമ്മറീസ് ഓഫ് സ്കൂൾ ഡേയ്സ് റിട്ടേൺ ടു ഹെർ, കുഞ്ഞുനാളിലെ സ്കൂൾ നിമിഷങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നു. എസ്പെഷ്യലി ഹെർ ലവ് ഫോർ റൈറ്റിംഗ് ആൻഡ് എൻകറേജ്മെൻറ്റ്, പ്രത്യേകിച്ച് അവരുടെ എഴുത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു. ഷീ ഹാഡ് റിസീവ്ഡ് ഫ്രം ഹെർ ഇംഗ്ലീഷ് ടീച്ചർ, അവരുടെ ഇംഗ്ലീഷ് ടീച്ചറിൽ നിന്നുള്ള ഓർമ്മകളാണ് പ്രത്യേകിച്ച് വന്നത്. ദീസ് മെമ്മറീസ് റീകാൻഡിൽ ഹെർ ഡിസൈർ ടു റൈറ്റ്, ഈ ഓർമ്മകൾ അവരെ വീണ്ടും എഴുതാൻ പ്രചോദിപ്പിച്ചു. ആൻഡ് ഷി ബോട്ട് ഹെർ സെൽഫ് എ നോട്ട് ബുക്ക്, അവളൊരു പുസ്തകവും കൂടെ കൊണ്ടുവന്നിരുന്നു. ഹോപ്പിംഗ് ടു എക്സ്പ്രസ് ഹെർ തോട്ട്സ്, തൻ്റെ ചിന്തകളെ എഴുതി പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരുന്നത്. ആൻഡ് ഫീലിങ്സ് ഓൺ പേപ്പർ, പേപ്പറിൽ ഇതെല്ലാം കാണിക്കണം. വൺ ഈവനിങ്, ഒരു ദിവസം വൈകുന്നേരം, ആൻ ഇൻസിഡൻറ്റ് വിത്ത് ദ എംപ്ലോയേഴ്സ് ഡോഗ്സ് ബ്രോട്ട് ഹെർ സീക്രട്ട് സ്റ്റേറ്റ് ഡേഞ്ചറസ്ലി ക്ലോസ് ബീങ് ടു ബി എക്സ്പ്ലോസ്ഡ്. എന്താണ്, ഒരു നിമിഷം, ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്താണ്, എംപ്ലോയറിൻ്റെ ഡോഗ് ഉണ്ടല്ലോ, പട്ടികൾ, അത് ബ്രോട്ട് ഹെർ സീക്രട്ട് സ്റ്റേറ്റ് ഡേഞ്ചറസ്ലി ക്ലോസ്, ഇവർ ഒളിച്ചിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് വന്നു. ടു ബീങ് എക്സ്പോസ്ഡ്, അവരവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരാൻ സാധ്യതയായി. ട്രാപ്ഡ് ബൈ ഫിയർ ആൻഡ് അൺഏബിൾ ടു മൂവ്. എന്താണ്, ട്രാപ്ഡ് ബൈ ഫിയർ, ഭയം കൊണ്ട് കുടുങ്ങിപ്പോയി. ആൻഡ് അൺഏബിൾ ടു മൂവ്, അനങ്ങാൻ പറ്റില്ല. ആസ് ഡോഗ്സ് ബാർക്ക്ഡ് അറ്റ് ഹെർ, ഇവരെ നോക്കി പട്ടികൾ കുരച്ചു. ഷീ വാസ് ഇവഞ്ച്വലി നോട്ടീസ്ഡ് ബൈ മാഡം ഓഫ് ദ ഹൗസ്, ആ വീട്ടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീ ഇവരെ ശ്രദ്ധിച്ചു. ഓൾദോ ദ സിറ്റുവേഷൻ എൻഡഡ് വിത്തൗട്ട് സീരിയസ് കോൺസിക്വൻസസ്, കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇറ്റ് ഡീപ്ലി ഷുക്ക് ബോത്ത് സീന ആൻഡ് ഹെർ സിസ്റ്റർ. ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇത് സീനയും അവളുടെ സിസ്റ്ററിനെയും വല്ലാതെ പിടിച്ചു കുലുക്കി. ഹെർ സിസ്റ്റേഴ്സ് ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ, അവരുടെ ആ ഒരു സിസ്റ്ററിൻ്റെ ആങ്കർ, ദേഷ്യവും അതുപോലെ തന്നെ ഫ്രസ്ട്രേഷനും കൊണ്ട് കമ്പൈൻഡ് വിത്ത് സ്ട്രെസ് ഓൺ ലിവിങ് ഹൈഡിങ് ലെഫ്റ്റ് ജീന ഫീലിംഗ് അൺവാണ്ടഡ്. ചേച്ചി ഇങ്ങനെ പെരുമാറിയത് കാരണം സീനയ്ക്ക് തന്നെ വേണ്ട, അതായത് സീനയായിട്ടുള്ള തനിക്ക് ചേച്ചിക്ക് തന്നെ വേണ്ടാന്ന് തോന്നി. അതുപോലെ തന്നെ ഏകാന്തത അനുഭവപ്പെട്ടു. ആൻഡ് ഇമോഷണലി ബ്രോക്കൺ, വൈകാരികമായി തളർന്നു പോയി. ഓക്കെ, ക്ലിയർ. എന്നിട്ടോ, ഡെസ്പൈറ്റ് ദീസ് ഹാർഡ്ഷിപ്സ്, ഈ കഷ്ടപ്പാടുകൾക്കിടയിലും സീന ഫൗണ്ട് കംഫർട്ട് ഇൻ ഹെർ മോർണിംഗ് വിസിറ്റ് ടു ദ ടോയ്ലറ്റ്, അവർ ആ ശൗചാലയത്തിൽ പോയിരുന്ന സമയം കണ്ടെത്തുമായിരുന്നു. വൺ ഡേ ഷീ നോട്ടീസ് ദാറ്റ് ദ ടോയ്ലറ്റ് ഹാഡ് ബീൻ റിപ്പയർഡ് ആൻഡ് ക്ലീൻ, ആ ടോയ്ലറ്റ് നന്നാക്കുകയും അവിടെ വൃത്തിയാക്കുകയും ചെയ്തതായിട്ട് അവർ കണ്ടു. ആൻഡ് ദ സ്മോൾ ചേഞ്ച് ഫിൽഡ് ഹെർ അപ്പ് വിത്ത് ഹാപ്പിനെസ്, ഇത് അവർ വളരെയധികം സന്തോഷമുണ്ടാക്കി. സിറ്റിംഗ് ദെയർ ഷീ ബിഗാൻ ടു റൈറ്റ്, അവിടെ ഇരുന്ന് അവർ ഒരുപാട് എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് പോയംസ്, ആദ്യം കവിതകൾ, ദെൻ സ്റ്റോറീസ്, പിന്നെ കഥകൾ, പിന്നെയോ പോറിങ് ഹെർ തോട്ട്സ്, പിന്നെ അവരുടെ ചിന്തകൾ മുഴുവൻ എഴുതി. ഓൺ ടു പേപ്പർ ആസ് ഈ കൺഫൈഡിങ് ഇൻ എ ട്രസ്റ്റ് ഫ്രണ്ട്, ഒരു ട്രസ്റ്റഡ് ഫ്രണ്ടിനെ പോലെ, വിശ്വസ്തതയുള്ള കൂട്ടുകാരിയെ പോലെ തൻ്റെ കാര്യങ്ങൾ മുഴുവൻ പേപ്പറിൽ എഴുതി. റൈറ്റിംഗ് ബിക്കെയിം ഹെർ ഇമോഷണൽ റിലീസ്, റൈറ്റിംഗ് അവരുടെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമായി മാറി. ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെങ്ത്, അത് അവരുടെ ഒരു കരുത്തുമായി മാറി. ക്ലിയർ. ഇവഞ്ച്വലി, ക്രമേണ, ദ ടോയ്ലറ്റ് വാസ് ലോക്ക്ഡ് വൺ മോർണിംഗ്,
ഒരു ദിവസം ചെന്ന് നോക്കുമ്പം ഈ ശൗചാലയം അടച്ചിരിക്കുന്നു. ഫോഴ്സിങ് Gcina to accept that the space she had come to think as of her noun was never truly hers. ഇത്രയും കാലം തൻ്റെ ദാനമാണെന്ന് കരുതിയിരുന്ന, തൻ്റെ സ്ഥലമാണെന്ന് കരുതിയിരുന്ന സ്ഥലം ഇനി മുതൽ തൻ്റേതല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നിരുന്നാലും this did not stop her from writing. ഇത് അവരിൽ നിന്നും എഴുത്തിനെ അവസാനിപ്പിച്ചില്ല. She simply moved to a nearby bench. അവർ തൊട്ടടുത്തുള്ളൊരു ബെഞ്ചിലേക്ക് പോയി ആൻഡ് കണ്ടിന്യൂഡ് ഹെർ വർക്ക്. അവിടെ ഇരുന്ന് തൻ്റെ ജോലി തുടർന്നു. ഷോയിങ് ഹെർ ഗ്രോയിങ് കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. തൻ്റെ ഉള്ളിൽ വളരുന്ന ആത്മവിശ്വാസവും ദൃഢനിശ്ചയും കൂടുന്നതായിട്ട് അവർ അനുഭവപ്പെട്ടു. ദ ചാപ്റ്റർ എൻഡ്സ് ഓൺ എ നോട്ട് ഓഫ് ക്വയറ്റ് ടൈം. നിശബ്ദമായ ഒരു വിജയത്തോടു കൂടിയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഓൾദോ ഷീന ഫേസ്ഡ് ലോൺലിനെസ്. ചീനയ്ക്ക് ഏകാന്തത അനുഭവപ്പെട്ടിട്ടുകൂടി ഫിയർ ആൻഡ് റിജക്ഷൻ, പല സ്ഥലങ്ങളിൽ നിന്നും അവഗണനയും ഭയവും ഉണ്ടായെങ്കിലും ഷീ ഡിസ്കവേർഡ് ഹെർ വോയിസ് ആസ് എ റൈറ്റർ. താനൊരു എഴുത്തുകാരിയാണെന്നുള്ള കാര്യത്തിൽ അവർ എത്തിച്ചേർന്നു. ഇൻ എ മോസ്റ്റ് അൺലൈക്ലി പ്ലേസ്. തീർത്തും അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വിചാരിക്കാത്തൊരു സ്ഥലത്ത് വെച്ചാണ് താനൊരു എഴുത്തുകാരിയായി മാറിയതെന്ന് അവരെ അത്ഭുതപ്പെടുത്തി, അല്ലേ? അല്ലാതെ വാഷ്റൂമിലും ടോയ്ലറ്റിലൊക്കെ ഇരുന്ന് ഈ കഥ എഴുതി ഫേമസ് ആയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആകെ ഉള്ളത് ഈ സീന എംലോപ്പ് മാത്രമാണ്, അല്ലേ? അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? തീർത്തും അൺലൈക്കായിട്ടുള്ളൊരു പ്ലേസിലിരുന്ന് തൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത രീതിയിൽ കഥകൾ എഴുതി വിജയിച്ചു. ദ ചൈൽഡ് ബ്യൂട്ടിഫുള്ളി കൺവേസ് ഹൗ ക്രിയേറ്റിവിറ്റി ക്യാൻ ഓഫർ ഹോപ്പ്. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? സർഗാത്മകതയ്ക്ക് എങ്ങനെ പ്രതീക്ഷ നൽകാം, അന്തസ്സ് നൽകാം, ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഞാൻ ഇവിടെയൊക്കെ ഉള്ളതാണെന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. ഇവനെന്താ? ഹാർഡസ്റ്റ് സർക്കംസ്റ്റാൻസസ്. എന്താണ്? ഏറ്റവും മോശമായ അവസരങ്ങളിൽ പോലും. നോക്കൂ, ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ? റെഡി അല്ലേ? ചാപ്റ്റർ മനസ്സിലായില്ലേ? അടിപൊളി ഒരു കഥയല്ലേ നമ്മൾ പഠിച്ചത്? നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തിരുന്ന് ഒരുപാട് കഥകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഇനി അതിനേക്കാൾ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കിട്ടിലൻ കഥ പഠിപ്പിച്ചു തരാം. ബെഥാനി ഹാമിൽട്ടൻ്റെ ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫറർ. സൂപ്പർ കഥയാണ്. ഇതിനേക്കാൾ വലിയ മോട്ടിവേഷൻ ഇപ്പോൾ അടുത്ത കാലത്ത് കിട്ടണമെങ്കിൽ നാളത്തെ ക്രിക്കറ്റ് മാച്ചിൽ സഞ്ജുവിൻ്റെ പെർഫോമൻസ് കണ്ടാലേ കിട്ടുള്ളൂ. നാളത്തെ ഫൈനലിൽ സഞ്ജുവിൻ്റെ പെർഫോമൻസ് തരാൻ പോകുന്ന ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വലുതായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് ബെഥാനി ഹാമിൽട്ടൻ്റെ അൺസ്റ്റോപ്പബിൾ സോൾ സർഫറർ. സെറ്റല്ലേ? പഠിച്ചാലോ? എന്താ ഒരു പറ. ഓക്കെ, സെറ്റല്ലേ? The Unstoppable Soul Surfer narrates the inspiring real life experience of Bethany Hamilton. ബെഥാനി ഹാമിൽട്ടൺ, സംഭവം ഇത്രയേ ഉള്ളൂ. ബെഥാനി ഹാമിൽട്ടൺ എന്ന് പറയുന്ന സർഫറർ ഉണ്ട്. അതായത് നമ്മളെ തിരമാലയ്ക്ക് മേലെ ഇങ്ങനെ ഒരു ചെറിയ പലക പോലുള്ള ഒരു സാധനത്തിൻ്റെ മേലെ കയറി ഇങ്ങനെ തിര വരുന്ന സമയത്ത് അതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത്, ഇങ്ങനെ മോട്ടിവേറ്റ് അല്ല, എന്താ പറയുക, അതിനെങ്ങനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ഇങ്ങനെ നിർത്തുമല്ലോ, അതിനെയാണ് സർഫിങ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന ആളെ സർഫറർ എന്ന് വിളിക്കും. ഓക്കെ, സർഫറർ, സർഫെക്സൽ അല്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള, അതിന് കുറച്ച് നല്ല കോർ സ്ട്രെങ്ത് ഒക്കെ വേണം കേട്ടോ. കുടവയറും വെച്ച് പോയാലൊന്നും നടക്കില്ല. പക്ഷേ അടിപൊളിയായിട്ട് നമ്മൾ കോർ സ്ട്രെങ്ത്തും വെച്ച് ബാലൻസ് ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ അടിപൊളി ഒരു ഫീലിങ്സ് ഉള്ള സാധനമാണ് തിരയ്ക്ക് മേലെയുള്ള ഈ ഒരു തിരനോട്ടക്കളി, അല്ലെങ്കിൽ തിരയ്ക്ക് മേലെയുള്ള ഈ ഒരു സർഫിങ്. ഇത് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബെഥാനി ഹാമിൽട്ടൺ. പക്ഷേ ഇവർക്ക് ഒരു ഷാർക്ക് അറ്റാക്ക് ഉണ്ടാവുകയാണ്. ഷാർക്കില്ലേ, മനുഷ്യൻ്റെ കൈ കടിച്ച് പറച്ച ഒരു സ്രാവ് വരികയാണ്. എന്നിട്ടും അവർ 13ാമത്തെ വയസ്സിൽ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അവർ മോട്ടിവേറ്റ് ചെയ്തപ്പെട്ടു സ്വയം മുന്നോട്ട് വരികയാണ്. വീണ്ടും സർഫിങ് നടത്തുകയാണ് ഒറ്റ കൈ കൊണ്ട്. ഇവർ ആ സമയത്ത് പോലും ഒരു 13 വയസ്സുകാരി ഭയങ്കര ധൈര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ കഥ ഇൻസ്പയറിംഗ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. എ യങ് സർഫറർ ഫ്രം ഹവായ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. വൺ മോർണിംഗ്, ഒരു ദിവസം, വൈൽ സർഫിങ് ഇൻ കാം വാട്ടേഴ്സ് ഓഫ് കവായിൽ ഇങ്ങനെ സർഫ് ചെയ്യുന്ന സമയത്ത് വിത്ത് ഹെർ ഫ്രണ്ട്, സുഹൃത്തിനോടൊപ്പം, ബെഥാനി വാസ് സഡൻലി അറ്റാക്ഡ് ബൈ എ ഹ്യൂജ് ടൈഗർ ഷാർക്ക്. ഒരു വലിയ ടൈഗർ ഷാർക്ക് ഇവരെ ആക്രമിച്ചു. ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ്, ആ സെക്കൻഡുകളുടെ സമയത്ത് ദ ഷാർക്ക് ബിറ്റ് ഓഫ് ഹെർ ലെഫ്റ്റ് ആം. അവരുടെ ഇടത് കൈ ഷാർക്ക് കടിച്ചെടുത്തു. പേര് തന്നെ നോക്കിയാൽ ടൈഗർ ഷാർക്ക് എന്നാ, പുലിമുരുകൻ. ഓക്കെ, ഓൾദോ ദ അറ്റാക്ക് വാസ് ടെറിഫൈയിങ്.
ആക്രമണം വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണെങ്കിലും ബെഥാനി ഫെൽറ്റ് ലിറ്റിൽ പെയിൻ അറ്റ് ദ മൊമെന്റ്. ആ സമയത്ത് അവർക്ക് കുറച്ച് വേദന മാത്രമേ അനുഭവപ്പെട്ടിരുന്നു. ഹെർ ഫ്രണ്ട്സ് എലാന എന്ന് പറയുന്ന സുഹൃത്ത് എലാന ബൈറൺ ആൻഡ് ഹോൾട്ട് ക്വിക്ലി ഹെൽപ്പ് ഹെർ ആൻഡ് സ്റ്റേറ്റ് കാം ഡ്യൂറിങ് ദ എമർജൻസി. ആ അപകടകരമായ അവസ്ഥയിൽ ഇവരെല്ലാവരും ഇവളുടെ കൂടെ നിൽക്കുകയും അവളെ പരിചരിക്കുകയും ചെയ്തു. ഹോൾട്ട് ടൈഡ് ടോക്നെറ്റ് അറൗണ്ട് ഹെർ ഇൻജേർഡ് ആം ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. എന്താണ്, അവർക്ക് ചുറ്റും ഒരു തോർത്ത് കൊണ്ട് കെട്ടിയിട്ടു. പിന്നെയോ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഒഴിവാക്കാൻ പറ്റി. ആൻഡ് കെപ്റ്റ് ടോക്കിംഗ് ടു ഹെർ സോ ദാറ്റ് ഷീ വുഡ് നോട്ട് ലൂസ് കോൺഷ്യസ്നസ്. അവളോട് നിരന്തരം സംസാരിച്ചു, കാര്യം അവരുടെ ബോധം പോകരുത് എന്നുള്ള ഒരു കാരണത്താൽ. ബെഥാനി വാസ് റഷ്ഡ് ടു ദ ഹോസ്പിറ്റൽ വേർ ദി ഡോക്ടേഴ്സ് ഫോക്കസ് സേവിങ് ഹെർ ലൈഫ്. ഇവളെയും കൊണ്ട് നേരെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് പോയി. അവിടെയുള്ള ഡോക്ടർമാർ ഇവളുടെ ജീവൻ രക്ഷിക്കാനാണ് ആദ്യം നോക്കിയത്. കയ്യറ്റുപോയ സിറ്റുവേഷനാണ്, പക്ഷേ ജീവൻ രക്ഷിക്കാനാണ് ആദ്യം നോക്കുന്നത്. ആഫ്റ്റർ ദ സർജറി, ആ ഒരു ഓപ്പറേഷന് ശേഷം ബെഥാനി ഫേസ്ഡ് ഇമോഷണൽ ചാലഞ്ചസ്. വൈകാരികമായ ഒരുപാട് പ്രശ്നങ്ങൾ. മോനെ, മൈൻഡിന് എന്തെങ്കിലും വന്ന് പോയ വൻ സീന മക്കളെ. മൈൻഡ്, നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, നമ്മൾ വൈകാരികമായി തളർന്നു പോയാൽ, നമുക്ക് ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് ട്രീറ്റ് ചെയ്യുന്നേ വേണം അല്ലേ. അല്ലാതെ നമ്മൾ നിങ്ങൾക്ക് എന്ത് ടെൻഷൻ, നിങ്ങൾക്ക് എന്തിനാണ് ടെൻഷൻ, നിങ്ങൾക്ക് എന്താ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയത്, അങ്ങനെയൊക്കെ പലതും പറയും ആൾക്കാർ. പക്ഷേ മൈൻഡൊക്കെ നമ്മൾ നോക്കണം. മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ അവർ നേരിട്ടുള്ള വെല്ലുവിളി ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും? ഫോർ എ ഷോർട്ട് ടൈം, ആ കുറച്ച് സമയം, ഷീ ഡൗട്ടഡ് വെദർ ഷീ വുഡ് എവർ സർഫ് അഗെയിൻ. അവരപ്പം ആലോചിച്ചത് തനിക്ക് ഇനി സർഫ് ചെയ്യാൻ പറ്റുമോ. ആൻഡ് ഈവൻ കൺസിഡർ ബിക്കമിങ് എ സർഫ് ഫോട്ടോഗ്രാഫർ. എന്നിട്ടൊരു സർഫ് ഫോട്ടോഗ്രാഫറെങ്കിലും ആയി മാറണമെന്ന് അവർ ആഗ്രഹിച്ചു. ഇൻസ്റ്റെഡ് however the support and encouragement from her parents, അവളുടെ പാരൻസിൻ്റെ അടുത്തു നിന്നുള്ള സപ്പോർട്ടും പിന്തുണയും, പിന്നെയോ ബ്രദറിൻ്റെ അടുത്ത് നിന്നുള്ള ആൻഡ് ഫ്രണ്ട് ഹെൽപ്പ് ഹെർ റീഗെയിൻ കോൺഫിഡൻസ് ആൻഡ് സ്ട്രെങ്ത്. ഇതെല്ലാം അവൾക്ക് ധൈര്യം നൽകുകയും കോൺഫിഡൻസ് നൽകുകയും ചെയ്തു. Although reporters and public became very interested in her story. എല്ലാവർക്കും ഇവളുടെ കഥ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ബെഥാനി ഡിസൈഡഡ് ടു ഷെയർ ഹെർ എക്സ്പീരിയൻസ് ടു ഇൻസ്പയർ അതേഴ്സ്. തൻ്റെ ഈ അനുഭവം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും അവർക്കൊരു ഇൻസ്പിറേഷൻ ആക്കാനും തീരുമാനിച്ചു. വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്, ആ ദൃഢനിശ്ചയം കൊണ്ടും ധൈര്യത്താലും ഷീ ബിഗെയിൻ ലേണിംഗ് ടു സർഫ് അഗെയിൻ. വീണ്ടും സർഫിങ്ങിന് പോകാൻ തീരുമാനിച്ചു. വിത്ത് ഓൺലി വൺ ആം, ഒറ്റ കൈ കൊണ്ട്. ഒറ്റ കൈയേ ബാക്കിയുള്ളൂ, ആ കൈ കൊണ്ട് പോകാം. അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ആദ്യം അത് കുറച്ച് വെല്ലുവിളി നിറഞ്ഞായിരുന്നു. ബട്ട് ഷീ ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല. ഫൈനലി വിത്ത് ഹെർ ഫാദർ എൻകറേജിങ് ഹെർ, അവളുടെ അച്ഛൻ്റെ പിന്തുണയിൽ ബെഥാനി സക്സസ്ഫുള്ളി സ്റ്റുഡ് അപ്പ് ഓൺ എ വേവ് അഗെയിൻ. വീണ്ടും വന്ന തിരമാലയ്ക്ക് മേലെ ധൈര്യപൂർവ്വം അവൾ കയറി നിന്നു. ദിസ് മൊമെന്റ് ഫിൽഡ് ഹെർ വിത്ത് ഇമ്മൻസ് ജോയ് ആൻഡ് റിമൂവ് ഓൾ ഹെർ ഡൗട്ട്സ്. തന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യം ഈ ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതായി. ചീറ്റി അടിച്ചെത്തിയ ഒരു തിരമാലയുടെ മേഖലയ്ക്ക് സർഫിൻ്റെ ഈ ഒരു പലകയുമായി കയറി നിന്നുകൊണ്ട് അവർ നിന്ന സമയത്ത് അവർക്ക് വൈകാരികമായ ഭയങ്കര സന്തോഷം ലഭിച്ചു. ഹെർ സ്റ്റോറി ഷോസ് വിത്ത് കറേജ്, ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. ഇവരുടെ കഥ പഠിപ്പിച്ചു തരുന്നത് കറേജ്, ധൈര്യം, ഫെയ്ത്ത്, വിശ്വാസം, ആൻഡ് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. വൺ ക്യാൻ ഓവർകം ഈവൻ ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ചസ്. ഈ ഒരു 3 കാര്യം ഉണ്ടെങ്കിൽ ഏതൊരുത്തനും ഏത് വലിയ പ്രതിസന്ധിയും നേരിടാം. ആൻഡ് കണ്ടിന്യൂ പെർസ്യൂയിങ് ഹെർ ഡ്രീംസ്. അതുകൂടാതെ തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുകയും ചെയ്യാം. കിടിലൻ കഥയല്ലേ, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കഥയല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് ഭയങ്കരമായിട്ട് നിങ്ങളെ ചോദ്യം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി മുന്നോട്ട് പോവുക. നിങ്ങളെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ധൈര്യം കാണിക്കുക, ദൃഢനിശ്ചയം കാണിക്കുക. എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഡൗട്ടുകളുണ്ടെങ്കിൽ മക്കൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, സെറ്റല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? കുറച്ച് മോട്ടിവേഷൻ കയറിയില്ലേ? ശരിക്കും മോട്ടിവേഷൻ കുറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫയർ ഇമോജി ഒക്കെ ഇട്ട് ഒന്ന് കത്തിച്ചേക്ക് നോക്കട്ടെ. ക്യാരക്ടർ സ്കെച്ച് ഇന്ന് നമ്മൾ മുഴുവൻ ചാപ്റ്ററാണ് പഠിക്കുന്നത്. നാളെ ഡിസ്കോഴ്സ് പറയുമ്പം എല്ലാ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ചും ഗ്രാമറും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാലോചിച്ച് മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇനി നമ്മുടെ സെൽമാർ ലാഗർലോഫിൻ്റെ ദി ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നൊബേൽ സമ്മാന ജേതാവ് അവർക്കുണ്ടായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന, അവർ എത്രത്തോളം പലരോടും കടപ്പെട്ടിരിക്കുന്നു അല്ലേ. നമ്മുടെ ഈ നേട്ടങ്ങൾ, നമ്മൾ നാളെ 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ടാവില്ലേ.
നമ്മളെ സഹായിച്ച നമ്മുടെ ടീച്ചേഴ്സിനോട്, നമ്മളെ സഹായിച്ച നമ്മുടെ കൂട്ടുകാരോട്, നമുക്ക് മോട്ടിവേഷൻ തന്ന നമ്മുടെ ടീച്ചർമാരോട്, അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനോടൊക്കെ ഒരുപാട് കടങ്ങളും കടപ്പാടുകളും ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള കടവും കടപ്പാടും ചേർത്ത് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നോക്കാം. Debts of Gratitude is a reflective and emotional piece. ഇത് കുറച്ച് വൈകാരികത നിറഞ്ഞ ഒരു കഥയാണ്. In which Selma Lagerlof expresses her feelings. ഇതിൽ സെൽമ ലാഗർലോഫ് അവരുടെ വികാരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഓൺ ദ ഈവ് ഓഫ് റിസീവ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയെന്ന്. ദ ചാപ്റ്റർ ഇസ് നോട്ട് മിയർലി അബൌട്ട് പേഴ്സണൽ സക്സസ്. തനിക്കുണ്ടായിട്ടുള്ള വ്യക്തി വിജയത്തിൻ്റെ കഥ മാത്രമല്ല ഇത്, ബട്ട് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയെക്കുറിച്ചുള്ളത്, മെമ്മറി, ഓർമ്മയെക്കുറിച്ചുള്ളത്, ആൻഡ് ഇൻ മെനി ഇൻവിസിബിൾ ഇൻഫ്ലുവൻസസ് ദാറ്റ് ഷേപ്സ് എ റൈറ്റേഴ്സ് ലൈഫ്. അത് കൂടാതെ പല രീതിയിലുള്ള അദൃശ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസുകളെല്ലാം ചേർത്ത് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ഇത്, നമ്മുടെ റൈറ്ററിൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള. The chapter opens with author sitting quietly in a train. Author നിശബ്ദമായ ഒരു ട്രെയിനിൽ ഇരിക്കുകയാണ്. On her way to Stockholm. സ്റ്റോക്ക്ഹോമിലേക്കാണ് പോകുന്നത്. It is evening. The surroundings are dark and still. അവിടെ വൈകിട്ട് സമയമായിട്ടേ ഉള്ളൂ. സറൗണ്ടിങ്സ്, ചുറ്റുപാടുകൾ മുഴുവൻ ഇരുണ്ടതാണ്, അതുപോലെ തന്നെ നിശബ്ദവുമാണ്. As her fellow passengers sleep, കൂടെയുള്ള യാത്രക്കാരെല്ലാം ഉറങ്ങുമ്പോൾ the rhythmic sound of the train wheels creates calm atmosphere. ആ ട്രെയിനിൻ്റെ കടകട ടകടക കടകട ടകടക എന്നുള്ള ആ ഒരു ശബ്ദം, റിത്തമിക് സൗണ്ട്, ഒരു കാം അറ്റ്മോസ്ഫിയർ, ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു. ഗിവിങ് ഹെർ സ്പേസ് ഫോർ ഡീപ്പ് തോട്ട്. ഒരു വലിയ ചിന്തയിലേക്ക് അവർ ആഴ്ന്നിറങ്ങുകയാണ്. ദിസ് ജേർണി റിമൈൻഡ്സ് ഹെർ ഓഫ് ഹെർ ഏർലിയർ വിസിറ്റ് ടു സ്റ്റോക്ക്ഹോം. ഈ ഒരു യാത്ര അവരെ ഓർമ്മപ്പെടുത്തുന്നത് സ്റ്റോക്ക്ഹോമിലേക്കുള്ള അവരുടെ യാത്രയാണ്. വിച്ച് വർ യൂഷ്വലി ഫിൽഡ് വിത്ത് ആങ്സൈറ്റി. പലപ്പോഴും അത് ആങ്സൈറ്റി നിറഞ്ഞ യാത്രയായിരുന്നു. ആസ് ഷി ട്രാവൽ ദർ ടു ഫേസ് എക്സാമിനേഷൻസ്. അന്ന് അവിടേക്ക് അവർ വെല്ലുവിളികളെ നേരിടാൻ, പരീക്ഷണങ്ങളെ നേരിടാനായിരുന്നു പോയിരുന്നത്. ഓർ ഡിഫിക്കൽട്ട് ചാലഞ്ചസ്, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ആവശ്യങ്ങൾക്കായിരുന്നു പോയിരുന്നത്. ദിസ് ടൈം, എന്നാൽ ഈ സമയം, ഹൗ എവർ ഷീ ഈസ് ട്രാവലിംഗ് ടു റിസീവ് നൊബേൽ പ്രൈസ്. ഈ സമയം അവർ പോകുന്നത് വിജയിച്ച ഒരു നോബൽ സമ്മാനം വാങ്ങാൻ വേണ്ടി. ഇത്രയും കാലം അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് മുഴുവൻ പേടിച്ച് വിറച്ചാണെങ്കിൽ ഇത്തവണ പോകുന്നത് ആത്മവിശ്വാസത്തോടു കൂടിയാണ്. An honor that fills her with joy but also sense of responsibility and unease. ഇതിൽ സന്തോഷമുണ്ട്, എന്നാൽ അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധവുമുണ്ട്. അണ്ണീസ്, ready? Okay. Although she feels proud and happy, വളരെ അഭിമാനവും സന്തോഷവും തോന്നിയിട്ടും സെൽമാസ് തോട്ട്സ് സൂൺ ടേൺ ടുവേർഡ്സ് പീപ്പിൾ ഹു ഹാവ് ഷെയർഡ് ഹെർ ലൈഫ്. അവളുടെ ചിന്തകൾ മുഴുവൻ പോയത് എങ്ങോട്ടാണ്? പീപ്പിൾ ഹു ഹാവ് ഷെയർഡ് ഹെർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ സഹായിച്ച ആളുകൾ. ഹു വുഡ് റിജോയ്സ് ഇൻ ഹിയർ അച്ചീവ്മെൻറ്റ്. തൻ്റെ ഈ ഒരു നേട്ടത്തിൽ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടാകും എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്. ഷീ തിങ്സ് ലവിങ്ലി ഓഫ് ഹെർ ഫാമിലി. തൻ്റെ കുടുംബത്തിനെ കുറിച്ച് അവർ വളരെ സന്തോഷത്തോടു കൂടി അവർ ചിന്തിക്കുകയാണ്. എസ്പെഷ്യലി ഹെർ മദർ, അമ്മയെക്കുറിച്ച്. ഹൂ ഈസ് അലൈവ് ടു വിറ്റ്നസ്. ഈ ഒരു നേട്ടം കാണാൻ, ദൃക്സാക്ഷിയാവാൻ അമ്മയുണ്ട്, ജീവനോടെയുണ്ട്. ദിസ് പ്രൗഡ് മൊമെൻറ്റ്. അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ, ഷീ ഈസ് ഓവർകം ബൈ സാഡ്നെസ് വെൻ ഷീ റിമെമ്പേഴ്സ് ഹെർ ഫാദർ. അതേസമയം അച്ഛനെ ഓർത്ത് അവർ കുറച്ച് സങ്കടപ്പെടുകയാണ്. ഹു ഈസ് നോ ലോങ്ങർ അലൈവ്. എന്താണ്? അച്ഛനിപ്പോൾ ജീവനോടെ ഇല്ല. ദ സോറോ കംസ് ഫ്രം ദ ഫാക്ട് ദാറ്റ്, ഈ ചിന്ത വരുന്നത് എവിടെ നിന്നാണ്? ഷീ കനോട്ട് ഷെയർ ദിസ് ഗ്രേറ്റ് ന്യൂസ് വിത്ത് ഹിം. ഈ വലിയ സന്തോഷ നേട്ടം അച്ഛനോട് പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഓർത്താണ് അവർക്ക് സങ്കടം. knowing well that no one would have been happier or prouder than her father. അവൾക്കറിയാം മറ്റുള്ള എല്ലാവരേക്കാളും കൂടുതൽ തൻ്റെ അച്ഛനായിരിക്കും ഏറ്റവും സന്തുഷ്ടനാവുക. മറ്റുള്ള എല്ലാവരേക്കാൾ കൂടുതൽ സന്തോഷം തൻ്റെ അച്ഛനായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഇവർക്കറിയാൻ പറ്റും. എന്നിട്ടോ, ആസ് എ ട്രെയിൻ മൂവ്സ് സ്മൂത്ത്ലി ത്രൂ ദ ഡാർക്ക്നെസ്. ആ ഇരുണ്ട പാതയിലൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇറ്റ്സ് മോഷൻ ഫീൽസ് ഡ്രീം ലൈക്ക്. ഒരു സ്വപ്നം പോലെ ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. ആസ് ദോ ഇറ്റ് ഈസ് ഗ്ലൈഡിങ് ത്രൂ സ്പേസ്. ഒരു ബഹിരാകാശത്തിലൂടെ അല്ലെങ്കിൽ ശൂന്യാകാശത്തിലൂടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്ന പോകുന്ന പോലെ അനുഭവപ്പെടുകയാണ്. ദിസ് പീസ്ഫുൾ സെൻസേഷൻ, ഈ ഒരു നിമിഷമുണ്ടല്ലോ, അവർ അനുഭവിക്കുന്ന ആ ഫീലിങ്സ് ലീഡ് സെൽമാൻ ടു വിവിഡ് ഡേ ഡ്രീം. അവരെ ഒരു ഉറക്കത്തിലേക്ക്, ഒരു ദിവാസ്വപ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഷീ ഇമാജിൻസ് മീറ്റിംഗ് ഹെർ ഫാദർ അഗെയിൻ ഇൻ പാരഡൈസ്.
ഇനിയാണ് ട്വിസ്റ്റ്. ഇത്രയും നേരം ഈ ഓർമ്മകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ ആ ഓർമ്മയിൽ വെച്ച് തൻ്റെ അച്ഛനെ മീറ്റ് ചെയ്തതായിട്ട്, അതും എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടാൻ പോവാണ്. ഇൻ ഹെർ ഇമാജിനേഷൻ, അവളുടെ ആ ഇമാജിനേഷനിൽ ഹി ഈസ് സിറ്റിംഗ് കംഫർട്ടബിളി ഓൺ എ വെറാൻഡ. അച്ഛനൊരു വരാന്തയിൽ ഇങ്ങനെ വളരെ സുഖമായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. സറൗണ്ടഡ് ബൈ സൺഷൈൻ ഫ്ലവേഴ്സ്, ചുറ്റും നല്ല മനോഹരമായ പുഷ്പങ്ങളുണ്ട്. ആൻഡ് ബേർഡ്സ്, അവിടെ ചുറ്റും പക്ഷികളുണ്ട്. റീഡിങ് ആസ് ഹി ഓൾവേസ് യൂസ് ടു ഡു, വായന അത് തൻ്റെ അച്ഛൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോഴും വായിച്ചിരിക്കുകയാണ്. ദർ ഇമാജിനഡ് കോൺവെർസേഷൻ ഇസ് ജെന്റൽ. ഇനി ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ്. അത് വളരെ ജെൻറ്റിലായിട്ടുള്ള സംസാരമാണ്. അഫെക്ഷനേറ്റ്, സ്നേഹം നിറഞ്ഞതാണ്. റിഫ്ലക്റ്റിംഗ് ഡീപ്പ് ബോണ്ട് ബിറ്റ്വീൻ ദം, ഇവർക്കിടയിലുള്ള ആ നല്ല ബന്ധമുണ്ടല്ലോ, ആ വൈകാരികമായ ആത്മബന്ധം, അത് ഇങ്ങനെ തെളിയിക്കുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ സംഭാഷണമാണ് ഈ നടക്കുന്നത്. ഇൻ ദിസ് ഡ്രീം, ഈ സ്വപ്നത്തിൽ, സെൽമ ടെൽസ് ഹെർ ഫാദർ ദാറ്റ് ഷീ ഹാസ് കം ടു ആസ്ക് ഫോർ അഡ്വൈസ്. അവൾ പറയാണ്, ഞാൻ ഈ സ്വപ്നത്തിൽ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഉപദേശം സ്വീകരിക്കാനാണ്. ബിക്കോസ് ഷീ ഈസ് ഹെവിലി ഡെറ്റ്. എന്ത് ചെയ്യാണ്? താൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു വലിയ കടത്തിലാണ്. ഇപ്പം നോക്കൂ, ഇവർ ഒരു ഇമാജിനറി കോൺവെർസേഷനിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ദിസ് ഡെറ്റ് ഹൗവർ ഇസ് നോട്ട് ഫിനാൻഷ്യൽ. നമുക്കറിയുന്ന കടം എന്ന് പറഞ്ഞാൽ പൈസക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? കൈ കാശില്ലാത്തപ്പോഴാണ് നമ്മളൊക്കെ കടം വാങ്ങുക. പക്ഷേ എഴുത്തുകാരിയുടെ കടം ഇറ്റ്സ് നോട്ട് ഫിനാൻഷ്യൽ, സാമ്പത്തികമായി ബന്ധപ്പെട്ട കടമല്ല. ഷീ എക്സ്പ്ലെയിൻസ് ദാറ്റ്, അവർ പറയുന്നു, ഷീ ഓസ് എ ഗ്രേറ്റ് ഡീൽ ടു ഹെർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. തൻ്റെ കുഞ്ഞുനാളിലെ അനുഭവങ്ങളോട് വളരെയധികം താൻ കടപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ടോ കുഞ്ഞുനാളിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. ഹെർ ഫാദേഴ്സ് ലവ് ഫോർ മ്യൂസിക്, അച്ഛനോടുള്ള സ്നേഹമുണ്ടല്ലോ, അല്ലെങ്കിൽ ഫാദേഴ്സ് ലവ് ഫോർ മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ, അച്ഛൻ്റെ പാട്ടിനോടും അതുപോലെ തന്നെ സാഹിത്യത്തോടുമുള്ള ആ സ്നേഹമുണ്ടല്ലോ. ഹിസ് ഹാബിറ്റ് ഓഫ് സിംഗിങ് സോങ്സ്, അദ്ദേഹം പലപ്പോഴും പാട്ട് പാടുമായിരുന്നു അത്രേ. ആൻഡ് റീഡിങ് പോയട്രി, കവിതകൾ ചൊല്ലുമായിരുന്നു. ടു ഹിസ് ചിൽഡ്രൻ, എന്നിട്ട് ഇതെല്ലാം ചൊല്ലി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആൻഡ് ഏർലി എക്സ്പോഷർ ടു സ്റ്റോറീസ് ആൻഡ് ഫെയറി ടെയിൽസ്, ഇതെല്ലാം അച്ഛൻ കുഞ്ഞുനാളിൽ പഠിപ്പിച്ചു കൊടുത്ത കഥയാണ്. അച്ഛൻ, അവൾ പറയുന്നത് വെച്ചാൽ, എനിക്ക് എൻ്റെ കുഞ്ഞുനാളിനോട്, എൻ്റെ ചെറുപ്പകാലത്തോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. കാര്യം എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അച്ഛൻ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഫെയറി ടെയിൽസ്, നമ്മളെ ഭാവനാ കഥകൾ പറയുമായിരുന്നു. ലെജൻഡ്സ്, വലിയ ഇതിഹാസ കഥകൾ പറയുമായിരുന്നു. ദാറ്റ് ഷേപ്ഡ് ഹെർ ഇമാജിനേഷൻ. കുഞ്ഞുനാളിൽ ഇങ്ങനെ പറഞ്ഞു തന്ന പല കഥകളും കവിതകളും പാട്ടുകളുമാണ് എൻ്റെ ചിന്താശേഷിയെ വളർത്തിയത്. ദീസ് ഇൻഫ്ലുവൻസസ് പ്ലാന്റഡ് സീസ്ഡ് ഓൺ ഹെർ ലിറ്റററി ടാലൻറ്റ്. ഈ ഇൻഫ്ലുവൻസുകളുണ്ടല്ലോ, ഇത് മുഴുവൻ പ്ലാന്റഡ് സീഡ്സ് ഓൺ ഹെർ ലിറ്റററി ടാലൻറ്റ്, ഇത് മുഴുവൻ തൻ്റെ എഴുത്തിൻ്റെ കഴിവിൽ എന്ത് ചെയ്യാണ്? ഒരു വലിയ ഒരു സീഡ് എന്നുവെച്ചാൽ വിത്തിട്ട് മുളപ്പിച്ചു, അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഷി ഗോസ് ഓൺ സ്പീക്ക് ഓഫ് അതർ സോഴ്സസ് ഓഫ് ഇൻസ്പിറേഷൻ. ഇവർ വീണ്ടും മുന്നോട്ട് പറയുന്ന പല കാര്യങ്ങളും തനിക്കുണ്ടായ മറ്റ് ഇൻസ്പിറേഷനുകളാണ്. വാൻഡറിങ് പെർഫോമേഴ്സ്, സ്റ്റോറി ടെല്ലേഴ്സ്, അല്ലേ, ഇങ്ങനെ നടന്ന് നാടോടികളുടെ പരിപാടികൾ, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലേഴ്സ്, കഥകൾ പറയുന്നവർ. ആൻഡ് സിമ്പിൾ വില്ലേജ് ഫോക്ക് ഹു ഫിൽഡ് ഹെർ ചൈൽഡ്ഹുഡ് വിത്ത് സോങ്സ്. ഒരുപാട് ഇങ്ങനെയുള്ള ആളുകൾ പാട്ടുപാടി നടന്നതെല്ലാം തൻ്റെ ചെറുപ്പകാലം വളരെയധികം ഇൻസ്പയർ ചെയ്തിരുന്നു. കുഞ്ഞുനാളിൽ പാട്ടുപാടി നടന്ന പാട്ടുകൾ, കഥകൾ, മിസ്റ്റീഫ് ആൻഡ് വണ്ടർ, ഇതെല്ലാം വളരെയധികം ആശ്ചര്യപ്പെടുത്തിയിരുന്നു. ഷി ഓൾസോ അക്നോളജ് ഹെർ ഡെറ്റ് ടു നേച്ചർ ഇറ്റ് സെൽഫ്. പ്രകൃതിയോടും തനിക്കുണ്ടായ കടപ്പാട് പറയുന്നുണ്ട്. ദ ഫോറസ്റ്റ്, വനങ്ങൾ, റോക്സ്, പാറകൾ, ആനിമൽസ്, മൃഗങ്ങൾ, ബേർഡ്സ്, പക്ഷികൾ, ആൻഡ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ, which taught her to see beauty, mystery and poetry in the natural world. ഇതെല്ലാം എന്താണ്? സൗന്ദര്യത്തെക്കുറിച്ചും നിഗൂഢതയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പിന്നെ ഈ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചും എല്ലാം പഠിപ്പിച്ചു തന്നിട്ട്. സോ മക്കളെ, ഇത്രയേ ഉള്ളൂ. ഒരു എഴുത്തുകാരൻ ജനിക്കുമ്പോൾ തന്നെ എഴുത്തുകാരനാവുന്നില്ല. ജനിച്ച് വീഴുന്ന എല്ലാവരും സ്പോട്ടിൽ പെണ്ണെടുത്ത് കഥ എഴുതുന്നില്ല. വളർന്നു തുടങ്ങുന്ന സമയത്ത് അവർക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടുന്ന അറിവുകളും അവരുടെ നിരീക്ഷണങ്ങളും അവരുടെ സർഗാത്മകമായ ചിന്താശേഷിയും എല്ലാം കോർത്തിണക്കി എഴുതുമ്പോൾ മാത്രമാണ് ഒരു സാഹിത്യകാരനോ സാഹിത്യകാരിയോ ഉണ്ടാകുന്നത്, അല്ലേ? നമ്മൾ ചുമ്മാ ഇന്ന് പേപ്പർ പെന്നും എടുത്തിട്ട് അങ്ങനെ എഴുതാൻ തുടങ്ങിയാൽ എവിടെ എത്തൂല. നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ചാലേ ഉണ്ടാവുള്ളൂ.
ചിന്തിക്കാൻ എന്ത് വേണം? പല അറിവ് വേണം, അതുപോലെ തന്നെ നിരീക്ഷണം വേണം അല്ലേ? നമ്മൾ പറയുകയാണ് റോസാപ്പൂവ് പോലെയാണ് ചെമ്പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും. എന്താണ്? നമ്മൾ നിരീക്ഷിച്ചിട്ടില്ല, നമുക്ക് അറിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? റോസാപുഷ്പം എങ്ങനെയാണ്? വളരെ മനോഹരമായ ഒരു ഫ്ലവർ ആയിരിക്കും അല്ലേ? ചെമ്പരത്തി ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ടുള്ള ഒരു പൂവായിരിക്കും, കുട പോലെ. അപ്പോൾ രണ്ട് രീതിയിലല്ലേ? അപ്പോൾ എന്താണ്? ഇങ്ങനെ അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയുമാണ് എഴുത്തുകാർ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം തനിക്ക് കുഞ്ഞുനാൾ മുതൽ ഉണ്ടായിട്ടുള്ള ഈ അനുഭവങ്ങളിലും കഥകളും കവിതകളും നാട്ടറിവുകളും ഇങ്ങനെയുള്ള പല കാര്യങ്ങളോടെല്ലാം താൻ കടപ്പെട്ടിരിക്കുന്നു. താൻ ഇന്ന് സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം വാങ്ങാൻ പോകുമ്പോൾ തനിക്ക് തൻ്റെ കഴിവ് കൊണ്ടല്ല, പകരം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് താനൊരു എഴുത്തുകാരിയായി മാറിയത് എന്ന് അവർ പറയുകയാണ്. her sense of indebtedness, ഈ കടപ്പാട് grows as she reflect on her readers, ഇതെല്ലാം വളർന്ന് അവളുടെ എഴുത്തുകാരിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആൻഡ് ക്രിറ്റിക്സ്, തന്നെ വിമർശിക്കുന്ന ആളുകളുടെ അടുത്തും. she recognized that her success, അവൾ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ വിജയം would have been possible without readers, വായനക്കാരില്ലാതെ തനിക്ക് നേട്ടം കൊയ്യാൻ പറ്റില്ല. who believed in her work, ഇതിൽ പലതും ഇവരുടെ എഴുത്തിൽ വിശ്വസിച്ചിരുന്നു. ആസ് വെൽ ആസ് ക്രിറ്റിക്സ്, അതുപോലെ തന്നെ വിമർശകരിലും. who analyzed and judged it, അത് കൃത്യമായിട്ട് വായിച്ച് വിശകലനം ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഈവൻ ക്രിറ്റിസിസം, വിശകലനം പോലും അല്ലെങ്കിൽ വിമർശനം പോലും she feels, അവർക്ക് അനുഭവിച്ച കാര്യം എന്താണ്? പ്ലേഡ് എ റോൾ ഇൻ ഷേപ്പിംഗ് ഹെർ ഗ്രോത്ത്, തൻ്റെ വളർച്ചയിൽ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിച്ചു, വളർച്ചയിൽ തൻ്റെ കരിയർ ഷേപ്പ് ചെയ്യാൻ സഹായിച്ചു ആസ് എ റൈറ്റർ, ഒരു എഴുത്തുകാരി എന്ന നിലയിൽ. ഷീ ഓൾസോ റിമെമ്പേഴ്സ്, അവർ കൂടാതെ ഓർക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഹു സപ്പോർട്ടഡ് ഹെർ വെൻ ഷീ വാസ് അൺനോൺ, ഒന്നും അറിവില്ലാത്ത പ്രായത്തിൽ തന്നെ സഹായിച്ച തൻ്റെ കൂട്ടുകാർ. ആൻഡ് ഹെൽപ്ഡ് ഓപ്പൺ ഡോർസ് വെൻ അതേഴ്സ് ഡൗട്ടർ ഹെർ എബിലിറ്റീസ്, തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ സംശയം പ്രകടിപ്പിച്ചപ്പോഴും തുറന്നിട്ട മനസ്സോടുകൂടി പ്രവർത്തിച്ച കൂട്ടുകാരെ ഓർക്കുന്നു. കണ്ട ഇവിടെ എല്ലാം പല രീതിയിലുള്ള ചിത്രങ്ങൾ കാണാം. പിന്നെയോ ഫൈനലി അവസാനം സെൽമ സ്പീക്സ് ഓഫ് ഹർ ഗ്രേറ്റസ്റ്റ് ഡെറ്റ്, ദ നൊബേൽ പ്രൈസ് ഇറ്റ് സെൽഫ്, തൻ്റെ ഏറ്റവും വലിയ കടപ്പാട് നൊബേൽ പ്രൈസിനോട് തന്നെയാണ്. ദ ഓണർ റെപ്രസെൻറ്റ്സ് നോട്ട് ജസ്റ്റ് മണി ഓർ ഫെയിം, ഈ ഒരു പുരസ്കാരം തനിക്ക് പണമോ അല്ലെങ്കിൽ പദവിയോ എന്താ പറയുക, തന്നെ പ്രമുഖയാക്കി മാറ്റുകയോ ചെയ്തതെന്നല്ല. ബട്ട് ട്രസ്റ്റ് പ്ലേസ് ഇൻ ഹെർ ബൈ സ്വീഡിഷ് അക്കാഡമി, തന്നിൽ വിശ്വാസം അർപ്പിച്ച സ്വീഡിഷ് അക്കാഡമിയോട്. ആൻഡ് ബൈ ദി വേൾഡ്, പിന്നെ ഈ ലോകത്തോടും താൻ കടപ്പാട് കാണിക്കുന്നു. ബീയിങ് സിഗ്നൽഡ് ഔട്ട് ഫോർ സച്ച് റെക്കഗ്നിഷൻ ഫിൽസ് ഹർ ഹ്യൂമിലിറ്റി ഇൻ എ ഡീപ് സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ, തനിക്കുണ്ടായ കടപ്പാട് മുഴുവൻ ഇതിൽ കാണിക്കുകയാണ്. ഷീ വണ്ടേഴ്സ് ഹൗ ഷീ ക്യാൻ എവർ റീപേ സച്ച് ട്രസ്റ്റ് ഓണർ, അവരോർക്കാണ് തനിക്ക് എങ്ങനെ ഇതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റും, എങ്ങനെ ഈ ട്രസ്റ്റും ഓണറും ബിൽഡ് ചെയ്യാൻ പറ്റും. ഇൻ ഹെർ ഇമാജിൻഡ് കോൺവെർസേഷൻ, അച്ഛനുമായുള്ള ആ ഒരു സാങ്കല്പിക സംഭാഷണത്തിൽ ഹെർ ഫാദർ ലിസൺസ് വിത്ത് ഇമോഷൻ ആൻഡ് പ്രൈഡ്, വളരെ അഭിമാനത്തോടും വൈകാരികവുമായി വികാരത്തോടു കൂടിയും അദ്ദേഹം മുഴുവൻ കേൾക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഓൾദോ ഹി റിയലൈസസ് ദ ഡെപ്ത് ഓഫ് ഹെർ ഫീലിങ്സ്, തൻ്റെ ഫീലിങ്സിൻ്റെ ആഴം മനസ്സിലാക്കിയപ്പോൾ ഹി അൾട്ടിമേറ്റ്ലി ഡിസ്മിസസ് ദ ഐഡിയ ഓഫ് സോൾവിങ് സച്ച് ആൻ ഇമ്പോസിബിൾ പ്രോബ്ലം, അദ്ദേഹം ഒഴിവാക്കുന്നതാണ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള പ്രോബ്ലം ഒഴിവാക്കുകയാണ്. ഹി ടെൽസ് ഹെർ ദാറ്റ് സം ഡെറ്റ്സ്, അദ്ദേഹം പറയുകയാണ് ചില കടങ്ങൾ ആർ ടു ഗ്രേറ്റ് ടു ബി റീപെയ്ഡ്, ചില കടങ്ങൾ വളരെ വലുതാണ്, അത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. ഇൻ ആൻ ഓർഡിനറി വേ ദാറ്റ് ജോയ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് കണ്ടിന്യൂ ഡിവോഷൻ വൺസ് കോളിംഗ് ആർ ഇനഫ്, നമുക്ക് സാധാരണ രീതിയിൽ തിരിച്ചടയ്ക്കാൻ പറ്റില്ല, എന്നാൽ സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ആൻഡ് കണ്ടിന്യൂഡ് ഡിവോഷൻ, നിരന്തരമായിട്ടുള്ള ആ ഒരു ബന്ധപ്പെടൽ ടു വൺസ് കോളിംഗ് ആർ ഇനഫ്, ഇത് തന്നെ ധാരാളമാണ്. ദ ചാപ്റ്റർ ആൻഡ് സെൽമ റിട്ടേൺസ് റിയാലിറ്റി ടു അഡ്രസ് ദ ഓഡിയൻസ് അറ്റ് ദി നോബൽ സെറമണി, അവർ ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് അവർ തിരിച്ചറിയുന്നു. ഹാവിങ് ഫൗണ്ട് നോ ക്ലിയർ ആൻസർ ടു ഹൗ സച്ച് ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ റിപ്പീറ്റ്, തനിക്ക് ഇപ്പോഴും ഇത്രയും വലിയ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു കടപ്പാട് എങ്ങനെ തിരിച്ചടയ്ക്കണമെന്നറിയില്ല. ഷീ ഇൻവൈറ്റ്സ് എവരി വൺ ടു ജോയിൻ ഹെയർ ഇൻ എ ടോസ്റ്റ് ഇൻ എ സ്വീഡിഷ് അക്കാഡമി, ഒരു ടോസ്റ്റിലേക്ക് അവരെ എല്ലാവരും ക്ഷണിക്കുകയാണ്. ദ ചാപ്റ്റർ ദസ് ബിക്കംസ് എ ഹാർട്ട് ഫെൽറ്റ് എക്സ്പ്രഷൻ, നോക്കൂ ഒരു മനുഷ്യൻ എത്രത്തോളം പലരോടും കടപ്പെട്ടിരിക്കുന്നുവെന്നും അത് വളരെ അഭിമാനത്തോടുകൂടി യാതൊരു നാണക്കേടുമില്ലാതെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കഥ പഠിപ്പിക്കുന്നത്. Thankfulness and recognition many influences human natural and cultural that contribute to a writer's success. ഒരാളുടെ ഒരു എഴുത്തുകാരിയുടെ വിജയത്തിലേക്കുള്ള നാച്ചുറൽ കൾച്ചറൽ ആയിട്ടുള്ള സക്സസ്സിന് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. ഓവറോൾ
ഓക്കെ, ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുന്നത് എന്താണ്? ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്, വലിയ നേട്ടങ്ങൾ ആർ ഇൻഡിവിജ്വൽ അലോൺ, ആർ നെവർ ഇൻഡിവിജ്വൽ അലോൺ, അത് ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദേ ആർ ബിൽട്ട് അപ്പോൺ ലവ്. എങ്ങനെയാണ്? സ്നേഹം, ഗൈഡൻസ്, അതുപോലെ തന്നെ നമ്മളെ നയിക്കുന്ന പാതകൾ, ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് കൗണ്ട്ലെസ് പീപ്പിൾ ആൻഡ് എക്സ്പീരിയൻസസ്. ഒരുപാട് പേരുടെ അനുഭവങ്ങളെല്ലാം ചേർത്ത് എഴുതിയിട്ടുള്ള മക്കളെ, നാളെ നിങ്ങൾ ഫുൾ A+ വാങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്കും ഈ കടപ്പാടുണ്ടാവണം. ആരോടൊക്കെ? നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോടാവാം, നിങ്ങളുടെ പാരൻസിനോടാവാം, ടീച്ചേഴ്സിനോടാവാം. അങ്ങനെ നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങളുടെ ഈ നേട്ടത്തിൽ അദൃശ്യമായി സംഭാവനകളും സഹായങ്ങളും ചെയ്ത ഒരുപാട് പേരോട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതിനൊക്കെ പുറമെ നിങ്ങളോടും ഇത്തിരി ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കണം അല്ലേ? കാര്യം നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടല്ലേ നമ്മൾ ജയിച്ചത്, അപ്പം നമ്മളോടും കുറച്ച് നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ഇത് മോട്ടിവേറ്റിംഗ് കഥയാണല്ലോ അല്ലേ? എല്ലാവരോടും നമ്മൾ എത്രത്തോളം ഒരു വിജയത്തിൽ നമ്മൾ അഹങ്കരിക്കരുത്, പകരം നമ്മളെല്ലാം എന്ത് ചെയ്യണം? എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിൽക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ടു മൈ സെൽഫ്. വെരി ഗുഡ്. അപ്പം പോയം ഈ ചാപ്റ്റർ ഇഷ്ടമായോ മക്കളെ? ചാപ്റ്റർ ഇഷ്ടമായോ? ചാപ്റ്റർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫയർ ഇമോജിയൊക്കെ ഇടുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ എന്തെങ്കിലും മെസ്സേജൊക്കെ അയച്ചിട്ട് ചോദിച്ചോളൂ കേട്ടോ. രണ്ടു ദിവസം കഴിഞ്ഞാൽ പരീക്ഷയല്ലേ? ഞാൻ ഹരിജാമിസ് എടുക്കും കേട്ടോ, ഹരിജാമിസ് എടുക്കും. ചാപ്റ്റേഴ്സ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഹരിജാമിസ് എടുക്കും. ക്ലിയർ? സെറ്റല്ലേ? എന്നാൽ നമ്മൾ നേരെ അടിപൊളി ഒരു കഥയിലേക്ക് പോവാണ്. ദ ഇങ്ക് ആൻഡ് ദ ലെഡ്. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ളൊരു കഥയാണ്. ഇവർ രണ്ടുപേരെയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഒന്ന് മൈക്കിൾ ജാക്സണും പിന്നെ ഇങ്ങേരെ പേര് അറിയില്ലെങ്കിലും ഇങ്ങേരുടെ സൃഷ്ടികളായിട്ടുള്ള ടോം ആൻഡ് ജെറിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പം മൈക്കിൾ ജാക്സണും ടോം ആൻഡ് ജെറിയും ചേർന്നിട്ടുള്ള കഥയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഓക്കെ, സെറ്റ്. മൈക്കിൾ ജാക്സണും പിന്നെ ജോസഫ് ബാർബറിയുമാണ്. സോ ജോസഫ് ബാർബർ ഇദ്ദേഹമാണ് നമ്മുടെ ടോം ആൻഡ് ജെറിയുടെ സൃഷ്ടാവ്. ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ലോകത്തെ മുഴുവൻ ആളുകളെയും എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ. ആ കഥയല്ല, കാർട്ടൂണാണ് ബേസിക്കലി. ഈ കാർട്ടൂണിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ജോസഫ് ബാർബറയാണ് ഇദ്ദേഹമാണ് ഇതിൻ്റെ സൃഷ്ടാവ്. സോ ഇദ്ദേഹവും പിന്നെ നമ്മുടെ മൈക്കിൾ ജാക്സൺ, ഒരു കാലത്ത് പോപ്പ് സംഗീതത്തിൻ്റെ രാജാവായിരുന്ന മൈക്കിൾ ജാക്സൻ്റെയും തമ്മിലുള്ള സംഭാഷണവും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും എത്രത്തോളം പരസ്പരം ബഹുമാനിച്ചിരുന്നു എന്നെല്ലാം ഓർമ്മപ്പെടുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു കഥയാണ്. പെട്ടെന്ന് തന്നെ വായിക്കാം, നോക്കൂ. I choose to be called creative consultant, though I might have been designated as producer, co-producer, executive producer or dishwasher. കണ്ടോ, ഏതൊക്കെ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്? പ്രൊഡ്യൂസറായിരുന്നു, കോ പ്രൊഡ്യൂസറായിരുന്നു, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തിരുന്നു. ഡിഷ് വാഷർ, പാത്രം കഴുകിയിട്ട് വരെയുണ്ട്. എന്നാലും എന്നെ ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇത് നമ്മുടെ ജോസഫ് ബാർബറ എഴുതിയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. എന്നിട്ടോ, ഐ ഹാഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ഇൻ മൈ വർക്കിംഗ് ലൈഫ് ഇൻ ദാറ്റ് കപ്പാസിറ്റി വിത്ത് ഫിലിനോടൊപ്പം ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും നല്ല മികച്ച സമയം, ആ ഒരു കപ്പാസിറ്റിയിൽ ജോലി ചെയ്തത്. ആൻഡ് ഹെൽപ്സ് പീപ്പിൾ ഓൺ ദ ടോം ആൻഡ് ജെറി മൂവി. അപ്പോൾ ഇവരൊക്കെ കൂടെ ചേർന്നാണ് ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന മൂവി ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ്, ടോം ആൻഡ് ജെറിയുടെ ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? നമുക്കെല്ലാവർക്കും അങ്ങനെയല്ലേ? നമ്മൾ ഇങ്ങനെ പറയുമ്പം വലിയ വലിയ നിലയിലെത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഇത് ഉദയനാട് താര സിനിമയിൽ ശ്രീനിവാസൻ വലിയ സിനിമാ നടനായി മാറും. അവസാനം ശ്രീനിവാസൻ വലിയ സിനിമാ നടനായിട്ട് സരോജ് കുമാറായിട്ട് മാറുന്ന സമയത്ത് പിന്നെ അയാൾ സരോജ് കുമാർ. ശരിക്കും ഇയാളുടെ പേര് രാജപ്പൻ എന്നാണ്. രാജപ്പൻ തെങ്ങുമൂട്, അങ്ങനെ എന്താണ് ഇയാളുടെ പേര്. അപ്പം ഇയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ സരോജ് കുമാറായ ശേഷം കാണുമ്പം രാജപ്പ എന്ന് വിളിക്കും. രാജപ്പ എന്ന് വിളിക്കുന്ന സമയത്ത് അത് ഒരു അസ്കിതയായിട്ടാണ്, അതെന്തോ ഒരു പഴഞ്ചൻ പേരായിട്ട് ഇയാൾക്ക് അനുഭവപ്പെടുക. അപ്പം എനിക്ക് എന്നെ വിളിക്കുന്നത് സരോജ് കുമാർ എന്ന് വിളിക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, രജനീകാന്തിൻ്റെ പഴയ കൂട്ടുകാരൻ വന്നിട്ട് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെ എന്നെ ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് എന്ന് വിളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. while the movie was in production, ആ മൂവി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഐ ഹാഡ് എ സീരീസ് ഓഫ് മീറ്റിംഗ് വിത്ത് യങ് മാൻ
ഞാൻ ഒരുപാട് പേരുമായിട്ട് മീറ്റിങ്ങിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് എ സീരീസ് ഓഫ് 5 മീറ്റിംഗ് വിത്ത് എ യങ് മാൻ. ഏത് ചെറുപ്പക്കാരനായിട്ടാ? ഹൂ ഇസ് വെരി മച്ച് ഇൻ ദ ന്യൂസ്. ഞാനിത് എഴുതുന്ന സമയത്തും, ആസ് ഐ റൈറ്റ് ദിസ്, ഞാനിപ്പോൾ എഴുതുന്ന സമയത്തും ഞാൻ 5 തവണ ഒരു ചെറുപ്പക്കാരനുമായി മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. സം ടൈം ഇൻ 1992, 1992 മൈക്കിൾ ജാക്സൺ, ആൻ ആവിഡ് കാർട്ടൂൺ ബഫ്, ഒരു വലിയ അതിയായി കാർട്ടൂൺ താല്പര്യപ്പെട്ട, കാർട്ടൂണിൽ വിനോദമുള്ള ആളായിരുന്നു മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തെ കോൺടാക്റ്റഡ് me to discuss the possibility of working on some project together. കിടിലൻ അല്ലേ? ടോം ആൻഡ് ജെറിയുടെ ക്രിയേറ്റീവ് കൺസൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടാവായിട്ടുള്ള ജോസഫ് ബാർബറയും നമ്മുടെ മൈക്കിൾ ജാക്സണും ഒരുമിച്ച് ചേർന്ന ഒരു പ്രോജക്റ്റിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ചൊരു സിനിമ വരിക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എത്രത്തോളം ഹൈപ്പിലാണ് നിൽക്കുന്നത് അല്ലേ? അതുപോലെ അന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടോം ആൻഡ് ജെറിയും ഏറ്റവും കൂടെ വലിയ പ്രിയപ്പെട്ട ആളുകളുടെ എല്ലാം മൈക്കിൾ ജാക്സൺ. അപ്പോൾ ആലോചിക്കും, ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്രത്തോളം ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എത്തിയിരുന്നു. Who could say no? ആർക്ക് നോ പറയാൻ പറ്റും? My first thought was to make a deal for him to sing a song in the Tom and Jerry feature. എൻ്റെ ആദ്യത്തെ പ്ലാൻ ടോം ആൻഡ് ജെറി ഫീച്ചറിൽ, ടോം ആൻഡ് ജെറിയിൽ ഇദ്ദേഹത്തിനെ കൊണ്ടൊരു പാട്ട് പാടിക്കുക എന്നുള്ളതാണ്. ഡ്യൂറിങ് അവർ ഫസ്റ്റ് മീറ്റിംഗ് ഇൻ ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഇൻ വിൽഷെയർ ബോളിവാർഡ് എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ബോളിവാർഡ് എന്ന് വെച്ചാൽ വലിയ വീതിയുള്ള പാതയാണ്. അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരീസ്. നിങ്ങളാണോ ആ മുഴുവൻ ടോം ആൻഡ് ജെറി സീരീസ് എഴുതിയത് എന്ന് വളരെ കമ്പത്തോടു കൂടി നമ്മുടെ ജാക്സൺ ചോദിച്ചു. നോ, ഐ സെഡ് ഐ ഡ്രൂ ദം. ഞാനല്ല, സത്യത്തിൽ ഞാനത് വരയ്ക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു. ഡു യു വോണ്ട് ടു സീ? തനിക്കത് കാണണോ? ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. He nodded. അദ്ദേഹം തലയാട്ടി. Sprang out of the room and returned with a pad and some markers. അദ്ദേഹം ഓടി പുറത്തേക്ക് പോയി. സ്പ്രിങ് പോലെ ചാടി ഇറങ്ങി ഓടി അദ്ദേഹം നേരെ പോയിട്ട് കുറച്ച് പെന്നുകളും മാർക്കർ പെന്നുകളും പാഡുമായിട്ട് വന്നു വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഐ ടുക്ക് ദം ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് സ്കെച്ചസ് ഓഫ് എ കാർട്ടൂൺ. ഞാനൊരു കാർട്ടൂൺ വരയ്ക്കുന്നതായിട്ട് പിന്നെ അവിടെ തുടങ്ങുകയാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് കോൾഡ് ബൗളിംഗ് അല്ലി കാറ്റ്. ഇതാ ഈ ചിത്രം കണ്ടോ, ഇതാണ് ബൗളിംഗ് അല്ലി കാറ്റ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ചിത്രം. അത് വരയ്ക്കാൻ തുടങ്ങി. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളിപ്പം സച്ചിൻ തെണ്ടുൽക്കറിനെ കണ്ടിട്ട് നിങ്ങൾ ശരിക്കും ക്രിക്കറ്റ് കളിക്കാരൻ സച്ചിനാ, ഞാനൊരു ബോൾ ഇട്ടുതരാം, ഒന്ന് അടിച്ച് കാണിച്ചു തരുമോ എന്ന് നോക്കിയപ്പോൾ സച്ചിൻ നമ്മുടെ മുന്നിൽ സ്ട്രെയിറ്റ് ഡ്രൈവ് കളിക്കുന്ന ആലോചിച്ച് നോക്കിയേ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആരാണെങ്കിലും ഞെട്ടിപ്പോവും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഡെപ്പിംഗ് ദ ആക്ഷൻ ആൻഡ് അറ്റ്മോസ്ഫിയർ. അപ്പം ഇയാൾ എന്ത് ചെയ്തു? ബൗളിംഗ് അല്ലി കാറ്റ് വരച്ച് അടിപൊളിയാക്കാൻ പോവാണ്. മൈക്കിൾ ലുക്ക്ഡ് ഓവർ മൈ ഷോൾഡർ. എൻ്റെ തോളിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മൈക്കിൾ ജാക്സൺ നോക്കി. വിസ്പറിംഗ് ഇൻ ദാറ്റ് ഹൈ, ആ സന്തോഷത്തിൽ, തിൻ ബ്രെത്തി വോയിസ്, അദ്ദേഹത്തിൻ്റെ ആ വളരെ ഹസ്കി ആയിട്ടുള്ള വോയിസിൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. മൈക്കിൾ ജാക്സന്റെ ശബ്ദം ലോകപ്രസിദ്ധമാണ്. ആ ഒരു ശബ്ദത്തിൽ വാവ് എന്നിങ്ങനെ കേൾക്കുകയാണ്. ഐ സ്റ്റോപ്ഡ് അറ്റ് ദ 5th സ്കെച്ച്. ഞാൻ 5ാമത്തെ സ്കെച്ചിൽ അവസാനിപ്പിച്ചു. വുഡ് യു ലൈക്ക് മീ ടു ഓട്ടോഗ്രാഫ് ദം? ഞാനിത് ഓട്ടോഗ്രാഫ് ചെയ്തു തരണോ എന്ന് ചോദിച്ചു. ഓ യെസ്, ഹി വിസ്പേർഡ്. അദ്ദേഹം വളരെ നേർത്ത ശബ്ദത്തിൽ യെസ് എന്ന് പറഞ്ഞു. നൗ ഹൗ അബൌട്ട് മീ ഗെറ്റിംഗ് ആൻ ഓട്ടോഗ്രാഫ്? ഇനി എനിക്കൊരു ഓട്ടോഗ്രാഫ് ഇതാ. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് മൈക്കിൾ ജാക്സൺ. ഇനി മൈക്കിൾ ജാക്സൺ താൻ എനിക്കൊരു ഓട്ടോഗ്രാഫ് ഇതാ. ഐ ആസ്ക്ഡ്, ഞാൻ ആവശ്യപ്പെട്ടു. ഐ പോയിന്റഡ് ടു എ പോസ്റ്റർ ഹി ഹാഡ്. അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ ചൂണ്ടിക്കാണിച്ചു. ഷോയിങ് ഹിംസെൽഫ് വിത്ത് എ ലിറ്റിൽ ഗേൾ. ആ ഒരു കുഞ്ഞു പെൺകുട്ടിയും അദ്ദേഹവും നിൽക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇറ്റ് വാസ് ഹി സെഡ് ഹിസ് നീസ് നിക്കോളെ. അദ്ദേഹത്തിൻ്റെ ഡോട്ടർ, എന്താ പറയുക, സഹോദരിയുടെ കുട്ടിയായിട്ടുള്ള നിക്കോളയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ആണിത്. അപ്പം ആ ഫോട്ടോ കാണിച്ചിട്ട് അതിൽ സൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Could you autograph the poster? ആ പോസ്റ്ററിൽ ഓട്ടോഗ്രാഫ് ചെയ്ത് തരുമെന്ന് വെച്ചു. ഓ യെസ്, ഹി വിസ്പേർഡ്. അദ്ദേഹം പറ്റുമെന്ന് പറഞ്ഞു. ആൻഡ് ഹി ബിഗാൻ ടു റൈറ്റ്. അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? അതിൻ്റെ മേലെ എഴുതാൻ തുടങ്ങി. ആൻഡ് പിന്നെയും എഴുതാൻ തുടങ്ങി. ആൻഡ് ഹി wrote some more. അദ്ദേഹം വീണ്ടും ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ഗെറ്റിസ്ബർഗ് അഡ്രസ്. താൻ എന്തായിരുന്ന ഗെറ്റിസ്ബർഗ് അഡ്രസ് ആണോ? അപ്പം ഗെറ്റിസ്ബർഗ് അഡ്രസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രസിദ്ധമായ സ്പീച്ചാണ് നമ്മുടെ അബ്രഹാം ലിങ്കൻ നടത്തിയിട്ടുള്ള. ആ സ്പീച്ച് അമേരിക്കൻ സിവിൽ വാറിനിടയിലാണ് നടത്തുന്നത്. അതിലാണ് അദ്ദേഹം ഡെമോക്രസിയെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്നുള്ള സാധനം അത് പറയുന്നത് ഈ ഒരു സ്പീച്ചിലാണ്. സോ താൻ എന്താ ഗെറ്റിസ്ബർഗ് അഡ്രസ് സ്പീച്ച് എഴുതുകയാണോ എന്ന് ചോദിച്ചു. യുൽ സി, താങ്കളത് കാണും.
പ്ലീസ് റീഡ് ഇറ്റ് അലൗഡ്. ഐ റിഡ്. എന്താണ് അദ്ദേഹം എഴുതി തന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിച്ചേ, ഒന്ന് ഉറക്കെ വായിച്ചേ. ഞാൻ വായിച്ചു. എന്താണ് അതിൽ പറയുന്നത്? ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ, today and tomorrow, with many thanks for all the many cartoon friends you gave me as a child, there were all I had. Michael Jackson. എന്താ പറയുന്നത്? To my hero of yesterday, എൻ്റെ ഇന്നലകളുടെ ഹീറോയ്ക്ക്, ഇന്നിൻ്റെ ഹീറോയ്ക്ക്, നാളെയുടെ ഹീറോയ്ക്ക് ഒരുപാട് നന്ദി. For all the many cartoon friends you gave me as a child. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള അത്രയും കാർട്ടൂണുകൾക്ക് നന്ദി. കാര്യം എന്താ വെച്ചാൽ ദേ വേർ ഓൾ ഐ ഹാഡ്, എനിക്ക് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഐ ഫൗണ്ട് ഹിം ടു എ ലേഡ് ബാക്ക് ആൻഡ് കോച്ചസ് ജെന്റിൽമാൻ വിച്ച് ഗ്രേറ്റ് ഡീൽ മോർ ദാൻ യു ക്യാൻ സേ ഇറ്റ് അബൌട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ മൈക്കിൾ ജാക്സൺ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആക്ച്വലി മൈക്കിൾ ജാക്സൻ്റെ പാരൻസിന് മൈക്കിൾ ജാക്സൺ പുറത്തൊന്നും പോയിട്ട് ഇങ്ങനെ കളിക്കുന്ന വലിയ ഇഷ്ടമായിരുന്നില്ല. ഓക്കെ, മൈക്കിൾ ജാക്സന് അദ്ദേഹം ഇങ്ങനെ പുറത്തൊന്നും പോയിട്ട് കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഇഷ്ടമില്ല. എപ്പോഴും പാട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പാട്ട് പാടി അതിലൂടെ പ്രശസ്തനാവാനായിരുന്നു മൈക്കിൾ ജാക്സന്റെ ഫാമിലിക്ക് ഇഷ്ടം. സോ കുഞ്ഞുനാളിൽ അദ്ദേഹം കൂടുതലും കാർട്ടൂണുകൾ കണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ഐ ഫൗണ്ട് ഹിം ടു ലേഡ് ബാക്ക് ആൻഡ് കോഷ്യസ് ജെന്റിൽമാൻ വിച്ച് ഗ്രേറ്റ് ഡീൽ മോർ ദാൻ യു ക്യാൻ സേ അബൌട്ട് മോസ്റ്റ് പീപ്പിൾ ഇൻ അവർ ഇൻഡസ്ട്രി. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആസ് ഇറ്റ് ടേൺഡ് ഔട്ട്, ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻ ഹാഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് എ ഡീൽ വിത്ത് മൈക്കിൾ ജാക്സൺ. പക്ഷേ മൈക്കിൾ ജാക്സനുമായിട്ട് ഡീൽ ചെയ്യാൻ, അതായത് അദ്ദേഹവുമായിട്ട് ഒരുമിച്ചൊരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ആൻഡ് നത്തിങ് ഫർദർ കെയിം ഓഫ് ദീസ് മീറ്റിംഗ്സ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഞാൻ വിചാരിച്ച പോലെ മൈക്കിൾ ജാക്സനും ടോം ആൻഡ് ജെറിക്കും ഒന്നിക്കാൻ പറ്റിയില്ല. നെവർദിലെസ് മൈ മീറ്റിംഗ്സ് വിത്ത് ഹിം വർ ഡിലൈറ്റ്ഫുൾ. പക്ഷേ അദ്ദേഹത്തോടൊപ്പമുള്ള ആ മീറ്റിങ്ങുകൾ എന്താണ്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഹൃദയവുമായ സന്തോഷകരമായ നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞ് കഥ അവസാനിക്കുകയാണ്. സോ നമ്മളുടെ ഒരു വലിയ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് തീർന്നിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട ഹരിജ മിസ് വന്ന് ബാക്കി പാർട്ട് നിങ്ങൾക്ക് എടുത്തു തരും. ഓക്കെ, മിസ് ഇപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ടോം ആൻഡ് ജെറി മൈക്കിൾ ജാക്സനൊക്കെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹരിജ മിസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഫയർ ഇമോജിയൊക്കെ ഇട്ടോ. അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് ഇയറിലേക്കുള്ള ലക്ഷ്യ ബാച്ച് SSLCക്ക് ഫുൾ A+ വാങ്ങാനുള്ള എല്ലാ പദ്ധതികളും ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ഇനി ഹരിജ മിസ് വന്ന് ബാക്കി എടുത്തു തരും. ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ സെറ്റാക്കാം കേട്ടോ. ഒറ്റ സെക്കൻഡ്, മിസ് ഒന്ന് മൈക്ക് വെച്ചോട്ടെ. യെസ്, ഓക്കെ ഓക്കെ, യെസ് യെസ്. എന്തോ അപ്പോൾ ദാ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലോട്ട് കടക്കുകയാണ്. ഒറ്റ സെക്കൻഡ്, മിസ് ഒന്നുകൂടെ സെറ്റിലാവട്ടെ. യപ്പ്, ഓക്കെ. ഹരിജ മിസ് ബ്രോ, യെസ് ബ്രോ, എന്താണ് വിശേഷം? ഹാപ്പി ആണോ? അപ്പോൾ ആ എക്സാമിന് എന്തായാലും ഫുൾ മാർക്ക് തന്നെ നമുക്ക് വാങ്ങിക്കണം കേട്ടോ. ഫുൾ മാർക്ക് വാങ്ങിക്കണം നമുക്ക്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ സെറ്റാക്കുന്നത്. സോ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക. ഓക്കെ, യെസ്. ഒന്ന് മിസ് ഐപാഡ് ഒന്ന് സെറ്റാക്കട്ടെ. റെഡി 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 റെഡി. ഇതാ നമുക്ക് വേഗം നമ്മുടെ പോർഷൻസിലോട്ട് കിടക്കാം. ഇനി മിസ് കുറേ സമയമൊന്നും ഇരുന്ന് വലിപ്പിക്കുന്നില്ല. ദാ ഇത്രയും ചാപ്റ്റേഴ്സും കൂടെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഐപാഡ് എന്താണ് ഇങ്ങനെ? എന്താണ് താൻ? ഇത് മക്കളെ പേടിക്കണ്ട. അതായത് ഐപാഡ് അങ്ങനെ പാടാ. ഓക്കെ, ഇപ്പം കറക്റ്റായി അല്ലേ? ഓക്കെ, ഇതാ ഇത്രയും ചാപ്റ്റേഴ്സാണ് കേട്ടോ മിസ്സിനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഹരിജ ഡ്യൂഡ്,
യെസ് ടുഡേ മിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് വയ്യ മക്കൾ, നിങ്ങൾ വന്നപ്പോഴത്തേനും സോപ്പ് ഇടാൻ തുടങ്ങിയോ? യെസ്, മിസ്സിനൊന്ന് ചെറുതാക്കി, മിസ് ഒന്ന് വലുതാക്കട്ടെ കേട്ടോ മിസ്സിനെ. ഓക്കെ, എന്നാൽ വളരട്ടെ മക്കളെ, വളരട്ടെ. നമുക്ക് വളർച്ചയാണല്ലോ അല്ലേ, ഗ്രോത്താണ് നമുക്ക് വേണ്ടത്, സക്സസ്സും ഗ്രോത്തും. അപ്പോൾ സക്സസ് എന്നുള്ള ഫോമൊക്കെ നമ്മൾ സെറ്റാക്കി കൂട്ടുന്നത്. റെഡി 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 മക്കളെ. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആദ്യം തന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ മാർക്ക് വേണോ? നിങ്ങൾക്ക് നല്ല മാർക്ക് വേണോ? അതൊന്ന് പറഞ്ഞേ. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നതാ? യെസ്, അപ്പോൾ ഒന്ന് പറഞ്ഞേ ഫുൾ മാർക്ക് വേണ്ടവരൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ചിരിച്ചേ നോക്കട്ടെ, വേഗം ആവട്ടെ, ഒന്ന് ചിരിച്ചേ, വേഗം വേഗം. നമുക്കിനി ടൈമില്ല, നമുക്കിനി വീണ്ടും എന്താണ് നാളെയൊക്കെ വീണ്ടും കാണേണ്ടതാണ്, കുറേ പോർഷൻസ് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, ഫുൾ മാർക്ക് വേണം, ഫുൾ മാർക്ക് വേണോ? നമുക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വേണ്ടേ അല്ലേ? വേണം അല്ലേ? യു ആർ ബ്യൂട്ടിഫുൾ എവറി ഡേ മിസ്. ഓ പോടാ. യെസ് വേണം. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ചാപ്റ്റേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക അല്ലേ? അപ്പോൾ ചാപ്റ്റേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നോക്കിക്കാം, മിസ് ഇപ്പോൾ കാണുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്, അവരെല്ലാവരും ഓരോ ചാപ്റ്റേഴ്സ്, എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നല്ല അടി കിട്ടുന്നുണ്ടെന്ന്. ഓക്കെ, യെസ്. അപ്പോൾ ഇനിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ലെറ്റ് ഇറ്റ് ഗോ, സക്സസ്, നത്തിങ് ട്വൈസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സാർ ഇപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് വേഗം തന്നെ എടുത്ത് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ പഠിക്കണം. ലെറ്റ് ഇറ്റ് ഗോ ബ്രോ, കം ഓൺ. നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ ഇഷ്യൂസ് ഒക്കെ വരും അല്ലേ? സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യണം, റൈറ്റ്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചീല വിഷയങ്ങളൊക്കെ വന്ന് വിട്ട് കളയണം ബ്രോ, അല്ലേ? ശരിയല്ലേ? വിട്ട് കളയണം. അതുകൊണ്ട് നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ചാപ്റ്ററാണ് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവരും സെറ്റ് ആണെങ്കിൽ മിസ്സിന് വേണ്ടി ഫയർ ഇമോജീസ് ഇടാം. അതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോസൺ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഫ്രോസൺ അല്ലേ? ഫ്രോസൺ അറിയില്ലെന്നല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? യെസ്, ഡിസ്നിയുടെ ഫ്രോസൺ എന്ന് പറയുന്ന ആ ഒരു ആനിമേറ്റഡ് മൂവിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സോങ് ആണ് ഇത്, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. ഇത് എഴുതിയിട്ടുള്ള ആളുടെയും പാടിയിട്ടുള്ള ആളുടെ പേരൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യെസ്, ഓക്കെ. അപ്പോൾ ആരാണ്? എൽസയാണ് മെയിൻ ക്യാരക്ടർ. എൽസ പാടുന്ന ഒരു പാട്ടാണ്. എൽസയ്ക്ക് കുറച്ച് സൂപ്പർ പവേഴ്സ് ഉണ്ട്. യെസ്, എന്താണ് സൂപ്പർ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഇങ്ങനെ സ്നോ ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും അല്ലേ? സ്നോ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ പറ്റും. യെസ്, ലെറ്റ് ഇറ്റ് ഗോ ബ്രോ. ഓക്കെ, ബില്ലി ജീൻ. ഓ, ബില്ലി ജീൻ ഈസ് നോട്ട് മൈ ലവർ. നമ്മുടെ മൈക്കിൾ ജാക്സൺ. ഓക്കെ, യെസ്. എടാ തൃശ്ശൂർക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിസ് തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പഠിക്കാം. നമ്മുടെ സോങ്ങിലോട്ട് കടക്കാൻ പോവാണ് മിസ്. വേഗം തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. റെഡി? നമ്മുടെ ഐപാഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ലല്ലോ, ഒക്കെ സെറ്റല്ലേ? റെഡിയാണ്, നിങ്ങൾ റെഡിയാണ്. പിന്നെ മിസ്സിന് എന്താ നോക്കാനുള്ളത്? നിങ്ങൾ റെഡിയാണെങ്കിൽ മിസ്സിന് പിന്നെ ഒന്നും നോക്കാനില്ല. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. ഇനി അല്ലറ ചില്ലറ വർത്താനം നഹി ഹെ കേട്ടോ. The snow glows white on the mountain tonight. Not a footprint to be seen. A kingdom of isolation. And it looks like I'm the queen. The wind is howling like the swirling storm inside. Couldn't keep it in. Heaven knows I tried. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മുടെ എൽസ എന്താ ചെയ്തിട്ടുള്ളത്? അവളുടെ വീട്ടിൽ നിന്ന്, ആ പാലസിൽ നിന്ന് അവൾ വേറെ കുറേ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയേക്കാണ്. കാരണം അവൾ അവിടെ കംഫർട്ടബിൾ അല്ല. അവളെ അതുവരെ അവളുടെ സൂപ്പർ പവേഴ്സ് ഒക്കെ അടക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. മറ്റുള്ളവരുടെ മുന്നിൽ ഗുഡ് ഗേൾ ആയിട്ട് നിൽക്കാനാണ് പഠിപ്പിച്ചത്. ആൻഡ് നൗ ഷീ ഈസ് ഫ്രീ. ലൈക്ക് അവൾ കുറേ ദൂരെയുള്ള സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്നോ മൗണ്ടെയിൻ്റെ അടുത്താണ് പോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്താണ്? ദ സ്നോ ഗ്ലോസ് white on the mountain tonight. ഇന്ന് രാത്രി എൽസ എന്താണ്? ഇത് രാത്രിയാണ് പറയുന്നത് കേട്ടോ. ഇന്ന് രാത്രി ആ മൗണ്ടെയിൻ, എനിക്ക് കാണാൻ പറ്റുന്ന ആ മലമുകളിൽ എന്താണ്? സ്നോ ഗ്ലോ ചെയ്യുന്നുണ്ട്, മഞ്ഞ് തിളങ്ങുന്നുണ്ട്, വൈറ്റ് കളറിൽ തിളങ്ങുന്നുണ്ട്. നോട്ട് എ ഫുട് പ്രിന്റ് ടു ബി സീൻ. ഒരു ഫുട് പ്രിന്റ് പോലും അവിടെ കാണാനായിട്ടില്ല. ഫുട് പ്രിന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാണ്, ഒരു ജീവി പോലും അവിടെ ഇല്ല. ഓക്കെ, ആരുടെ കാൽപ്പാടുകൾ ഒന്നും അവിടെ ഇല്ല. ദാറ്റ് മീൻസ് ഷീ ഈസ് alone there. Okay, yes, ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ പറയാണ് ഒരു ഫുട് പ്രിന്റ് പോലും ഇല്ല. ദാറ്റ് മീൻസ് അവിടെ ആരും തന്നെ ഇല്ല. എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ. അപ്പോൾ അവൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു കിങ്ഡം ഓഫ് ഐസൊലേഷൻ എന്താണ്? ഐസൊലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റയ്ക്കുള്ള അവസ്ഥ തന്നെ പറയുന്നത് അല്ലേ? ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് പറയുന്നത്. ഓക്കെ, ആ ഒറ്റപ്പെടലിൻ്റെ ഒരു കിങ്ഡത്തിലാണ് ഞാനുള്ളത്. എന്താണ്? ഒറ്റപ്പെടലിൻ്റെ ഒരു രാജ്യത്താണ് ഞാനുള്ളത്. അതായത് ഒറ്റയ്ക്കുള്ള ആ ഒരു ഏകാന്തതയുടെ രാജ്യത്താണ് ഞാനുള്ളത്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക്
ആം ദ ക്വീൻ. ഓക്കെ, എനിക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്ന കാര്യം എന്താണെന്നറിയോ? ഞാനാണ് ക്വീൻ. ഇവിടുത്തെ ക്വീൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ രാജ്ഞി എന്ന് പറയുന്നത് ഞാനാണ്. ഇവിടെ ആരില്ലല്ലോ. ഓക്കെ, ദ വിൻഡ് ഇസ് ഹോളിംഗ് ലൈക്ക് ദിസ് swirling storm inside. എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വിൻഡ് ഹോളിംഗ് ലൈക്ക്. ഇവിടെ കാറ്റുണ്ട്. ഓക്കെ, കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോളിംഗ്. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്. അതെങ്ങനെയാണുള്ളത്? അത് എൻ്റെ ഉള്ളിലൊരു സ്റ്റോം ഉണ്ട്. സ്വാലിംഗ് സ്റ്റോം എന്ന് വെച്ചാൽ എന്താ? ചുഴലിക്കാറ്റൊക്കെ ഇങ്ങനെ ചുഴലി എന്ന് പറഞ്ഞാൽ സ്പൈറലിംഗ്, അങ്ങനത്തെ ഒരു സംഭവമല്ലേ പറയുന്നത്. എൻ്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു കൊടുങ്കാറ്റിനെ പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്? ഒരു വിൻഡ് ഉണ്ട്, ഒരു കാറ്റ് വീശുന്നുണ്ട്. ഹോളിംഗ് എന്ന് വെച്ചാൽ അതിങ്ങനെ ചൂളം അടിച്ചുകൊണ്ട് ഒരു കാറ്റ് വീശുന്നുണ്ട്. couldn't keep it in. എനിക്ക് ആ ഒരു സ്റ്റോമിനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇനിയും കീപ്പ് ചെയ്യാനായിട്ട് അറിയുന്നില്ല, പറ്റുന്നില്ല, എനിക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. ഹെവൻ നോസ് ഐ ട്രൈഡ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഞാൻ കുറേ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആർക്കറിയാം? ഹെവൻ നോസ്. ദാറ്റ് മീൻസ് ഗോഡ് നോസ്. ഓക്കെ, ദൈവത്തിന് അറിയാമെന്നാണ് പറയുന്നത് കേട്ടോ. മിസ് ഇന്ന് നേരത്തെ തുടങ്ങി. അതേടെ നേരത്തെ തുടങ്ങി, അറിഞ്ഞില്ലേ നീ? കുഴപ്പമില്ല, വീണ്ടും ഇന്ന് കണ്ടാൽ മതി കേട്ടോ, ഒന്ന് ബാക്കിലോട്ട് കടിച്ച് കണ്ടാൽ മതി. യെസ്, മിസ് ഡിസ്കസ് പഠിപ്പിക്കും ഇന്ന്. പക്ഷെ നമ്മൾ ചാപ്റ്റേഴ്സും പോംസ് ആണ് കേട്ടോ. നമ്മുടെ പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾ ചാനൽ നോക്കി മനസ്സിലാവും. നമ്മുടെ ലൈവ് ഇപ്പോഴേ തന്നെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം കേട്ടോ. അടുത്ത ക്ലാസ് ഡിസ്കോസ് ആണ് വരിക, പിന്നെ ഗ്രാമർ വരും കേട്ടോ. പിന്നെ എല്ലാം കൂടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കും. ഓക്കെ, ഡിസ്കോസസ് ഇന്നല്ല കുട്ടാ, നാളെ വരണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, ഇപ്പോൾ എൽസ തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഉള്ളിലും എന്തൊക്കെയോ പ്രശ്നങ്ങളല്ലേ, ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് അറിയാം, ഞാൻ കുറേ സപ്രസ് ചെയ്ത് വെച്ചതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ, അതായത് എൻ്റെ പവേഴ്സൊക്കെ, യെസ്, പവേഴ്സൊക്കെ ഞാൻ ഉള്ളിൽ വെച്ചതാണ്. പക്ഷെ ഇപ്പം എന്താണ് പുറത്തേക്ക് വരുന്നത്? എനിക്ക് ഇനിയും അത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കേട്ടോ. യെസ്, ഓക്കെ, നോക്കിക്കേ. ഇതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് നോക്കാം. ഈ സ്നോ ഗ്ലോ ചെയ്യുന്ന പറയുമ്പോൾ മഞ്ഞ് തിളങ്ങുന്നു, ഒരു മലമുകളിൽ മഞ്ഞ് ഇങ്ങനെ തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ വിഷ്വൽ ഇമേജറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ഇവിടെ സിനക്ഡക്കിയാണ്. സിനക്ഡക്കി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒരു പാർട്ട്, അതായത് നമ്മുടെ ഫുട് പ്രിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കാല് അല്ലേ, മനുഷ്യന്മാരുടെ കാല്. ഓക്കെ, കാൽപ്പാട് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്, ഫുട് പ്രിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെയാണ്. ഓക്കെ, ഹ്യൂമൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിസ്. ഓക്കെ, നമ്മൾ പറയുന്ന ഹ്യൂമൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ട് വെച്ചിട്ട് ഒരു ഹോൾ ആയിട്ടുള്ള കാര്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കിങ്ങിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് പറയാം? കിങ്ങിൻ്റെ ത്രോൺ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ കിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി അല്ലേ. അപ്പോൾ ആ ഒരു പാർട്ട് വെച്ച് നമുക്കൊരു ഹോളായിട്ടുള്ള മുഴുവനായിട്ടുള്ള ഒരാളെ റെപ്രസെൻറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ അതിനെയാണ് സിനക്ഡക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഹ്യൂമൻ ബീങ്സിനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കിക്കേ. വിൻഡ് ഇസ് ഹോളിംഗ്. വിൻഡിൻ്റെ സൗണ്ട്, ചൂളമടിക്കുന്ന സൗണ്ട് ഓഡിറ്ററി ഇമേജറി ആണ്. ഹോളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ആ ശബ്ദത്തിന് പറയുന്ന ഓർണമെറ്ററി വേർഡ്സ്. ഓക്കെ, നമുക്കറിയാം സ്പ്ലാഷ്, വെള്ളം തെറിപ്പിക്കുന്നതിനാണ് സ്പ്ലാഷ് എന്ന് പറയുക. തേർഡ്, എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സാധനം വീഴുന്നതിന് തേർഡ് എന്ന് പറയും അല്ലേ. ബീസിൻ്റെ സൗണ്ട് എന്താ? ബസ്. അതൊക്കെ ഓർണമെറ്ററി വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. എന്താണ് പേര് നീ പറ, അപ്പം മിസ് വിളിക്കാം. ഓക്കെ, സ്വാലിംഗ് സ്റ്റോം ഇൻസൈഡ് എന്ന് പറഞ്ഞു അല്ലേ. എൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു കൊടുങ്കാറ്റ് ചുഴലി പോലെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതുപോലെയാണ് ഇവിടുത്തെ വിൻഡ് ഹോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം ലൈക്ക് പറഞ്ഞില്ലേ, വിൻഡിനെയും ഉള്ളിലുള്ള സ്റ്റോമിനെയും കമ്പയർ ചെയ്തില്ലേ, അതിനാണ് സിമിലി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പേഴ്സണിഫിക്കേഷൻ ഉണ്ട്. അതായത് എന്താ? ശരിക്കും നമ്മളാണ് അല്ലേ സൗണ്ട് നമ്മളാണ് ഉണ്ടാക്കുക, ഹ്യൂമൻസ് ഉണ്ടാക്കുക. നമ്മുടെ ആ കഴിവ് വിൻഡിന് കൊടുത്തേക്കാം. അതായത് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒരാൾക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് പേഴ്സണിഫിക്കേഷൻ. ഓക്കെ, യെസ്. ഇനിയോ മെറ്റഫർ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇവിടുത്തെ സ്റ്റോം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് മെറ്റഫർ ആയിട്ട് പറയാനായിട്ട് പറ്റും. അതായത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെ വേറൊരു കാര്യം വെച്ചിട്ട്, സ്റ്റോം എന്ന് പറയുന്നത് വേറെയാണ്, നമ്മുടെ ലൈഫിൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് രണ്ടും വേറെ സാധനമാണ് അല്ലേ. പക്ഷെ രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുവന്നു, അത് തന്നെയാണ് ഇത് എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവന്നു, അതിനെ മെറ്റഫർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ couldn't keep it in, heaven knows I tried. നോക്കി, ഇതിൽ couldn't q സൗണ്ട്, ഇവിടെയും q സൗണ്ട് വന്നു അല്ലേ. അലിട്രേഷൻ ആണിത്. ഓക്കെ, അലിട്രേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇന്റേണൽ റൈം വന്നിട്ടുണ്ട്. എങ്ങനെയാണ്? സ്വാലിംഗ്, ഹോളിംഗ്. ഓക്കെ, ലിങ് സൗണ്ട് വന്നു അല്ലേ. ഇടയിൽ ഇങ്ങനെ റൈമിംഗ് വേർഡ്സ് വരുന്നതിനെയാണ് ഇന്റേണൽ റൈം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ എൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരുമില്ല ഇവിടെ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കൊരു ക്വീനായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ വിൻഡ് എന്താണ്? ഹോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഇമോഷൻസ് എങ്ങനെയാണോ സ്റ്റോമിൻ്റെ രൂപത്തിൽ വരുന്നത് അതുപോലെ കേട്ടോ. മിസ്സേ എന്താടാ കുട്ടാ? Okay, yes, add the pre-chorus. Don't let them in, don't let them see. Be the good girl you always have to be. Conceal, don't feel, don't let them know. Well, now they know. Okay, yes. ഇനി എന്താണ് പറയുന്നത്?
ഐ മിസ് ദം. ആരാടാ? യെസ്, നോക്ക്. ഡോണ്ട് ലെറ്റ് ദം ഇൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി പുറത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുറത്തുള്ള കുറെ സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നീ ഉള്ളിലേക്ക് എടുക്കരുത്. ഡോണ്ട് ലെറ്റ് ദം സീ. ഇനി എന്താണ് ആ പറയുന്ന ഇമോഷൻസ്, നിന്റെ ഇമോഷൻസ് ഒക്കെ എന്താണ് നീ കാണിച്ചു കൊടുക്കുക. ഡോണ്ട് ലെറ്റ് ദം സീ. അവർക്ക് കാണിച്ചു കൊടുക്കരുത്, പുറത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത്. എടാ കുട്ടാ പേര് പറയടാ, എന്നാ മിസ് വിളിക്കാം. ഓക്കെ, ഇനി എല്ലാവരും പേര് വിളിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല കേട്ടോ. നമുക്ക് വേഗം തീർക്കണം, കാരണം മിസ്സിന് ഇനി അടുത്ത ലൈവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പഠിപ്പിച്ചിട്ട് തന്നെ വിളിക്കാം. മിസ് ക്ലാസ് കഴിയാനാവുമ്പോൾ വിളിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ഡീലിൽ നമുക്ക് നോക്കട്ടെ. മിസ് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. കണ്ടോ, എല്ലാവരും പേര് വിളിക്കും. നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താ പറയുക, ബി ദ ഗുഡ് ഗേൾ യു ഓൾവേസ് ഹാവ് ടു ബി. നിങ്ങൾക്ക് എന്നും എന്താണ്, നിനക്ക് ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം, എപ്പോഴും നല്ല കുട്ടിയായിട്ടിരിക്കണം. ഇനിയോ കൺസീൽ ഡോണ്ട് ഫീൽ. നീ കൺസീൽ ചെയ്യണം, ഹൈഡ് ചെയ്യണം. നിന്റെ ഇമോഷൻസ് ഒക്കെ എന്താണ് പുറത്ത് കാണിക്കാതെ ഹൈഡ് ചെയ്യണം. ഡോണ്ട് ഫീൽ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യരുത്. ഡോണ്ട് ലെറ്റ് ദം നോ. ഒരാളെ നീ കാണിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ അറിയിക്കരുത് നീ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിനക്ക് ഇങ്ങനത്തെ പവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കരുത്. ഓക്കെ, മൈക്കൽ ജാക്സൺ. ഓക്കെ, വെൽ നൗ ദേ നോ. പക്ഷെ ഇപ്പം എല്ലാവർക്കും അറിയാമെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും അവൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിളിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ്, ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം സീ. അവർക്കൊന്നും കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. എപ്പോഴും എന്താണ് ആ ഗുഡ് ഗേൾ ആയിട്ടിരിക്കാനൊക്കെ സൊസൈറ്റിയും എല്ലാവരും ആവശ്യപ്പെടുന്ന ഇതാണ്. അവളുടെ പാരൻസ് ഒക്കെ ആവശ്യപ്പെടുന്ന ഈ കാര്യമാണ്. പക്ഷേ ഇനി അവൾക്കത് പറ്റില്ല. നൗ ദേ നോ എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും അറിയാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗുഡ് സൗണ്ട് വന്നു, അലിട്രേഷൻ ആണ്. കോൺസണന്റ് സൗണ്ട്സ് ഇങ്ങനെ ലൈനിൽ ബിഗിനിങ്ങിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, കൺസീൽ, ഈല്ലേ, ഡോണ്ട് ഫീൽ, ഇതൊക്കെ എന്താണ് ഈ സൗണ്ട് വന്നില്ലേ, വവൽ സൗണ്ട്സ് അല്ലെ, അസോണൻസ് എന്ന് പറയാം കേട്ടോ. വവൽ സൗണ്ട്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? യെസ്, അസോണൻസ് എന്ന് പറയുന്നത് കേട്ടോ. എൻഡിങ് ടൈം മിസ്സിൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് മിസ്സിന് ഒരു 6:30 അവസാനിപ്പിക്കണം എന്നാണ് ഉള്ളത്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം, മാക്സിമം നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല കയ്യിൽ നിൽക്കുമെന്നുള്ളത്. നോക്കാം, 6:45 ഒക്കെ നോക്കാം. ഓക്കെ, യെസ്, ഡോണ്ട് ലെറ്റ് ദം നോ. ഓ സൗണ്ട് വന്നു അല്ലേ, അതും അസോണൻസ് ആണ്. വവൽ സൗണ്ട്സ് അല്ലേ. ഓക്കെ, പിന്നെ വെൽ നൗ ദേ നോ, നൗ നോ. ഓക്കെ, അതെന്താണ് ഇന്റേണൽ റൈം ആണ്. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? യെസ്, അതിന്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്. അടുത്ത കേട്ടോ, ലെറ്റ് ഇറ്റ് ഗോ, കാൺട്ട് ഹോൾഡ് ഇറ്റ് ബാക്ക് എനിമോർ. ലെറ്റ് ഇറ്റ് ഗോ, ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ. Let the storm rage on, the call never bothered me anyway. ഓക്കെ, എൽസ പറയാണ് ഇനി എന്താണ്, ലെറ്റ് ഇറ്റ് ഗോ. ഈ കാര്യങ്ങളൊക്കെ വിട്ടുകളാ. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ അതെന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിഫ്രെയിൻ. ഓക്കെ, റിഫ്രെയിൻ. ഓക്കെ, ദിസ് ഈസ് ദി എൻഡ്. എന്താണത്? ചക്ക ബൂംബു. നിങ്ങൾക്ക് ഇതൊക്കെ പറയാനാണ് നേരെ അല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറഞ്ഞില്ലെങ്കിലാണ്. ടേൺ അവേ, സ്ലാം ദ ഡോർ. എന്താ പറയുന്നത്? അങ്ങോട്ട് തിരിഞ്ഞു നടക്കുക. ഈ പറയുന്ന ആളുകളിൽ നിന്നൊക്കെ എന്താണ് തിരിഞ്ഞു നടക്കുക. എന്നിട്ട് എന്താണ് പറയുന്നത്? ആൻഡ് സ്ലാം ദ ഡോർ. ഡോറ് വലിച്ചടക്കുക. ഇവരുടെ അടുത്തൊക്കെ എന്താണ് ഡോറ് വലിച്ചടക്കുക. സ്ലാം ദ ഡോർ. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ. ഇനി അവർ പറയാൻ പോകുന്നത് എന്താണെന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് കെയർ. ഓക്കെ, ലെറ്റ് സ്റ്റോം റേജ് ഓൺ. പുറത്തുള്ള ഈ കൊടുങ്കാറ്റ്, നിങ്ങളൊക്കെ എന്നെ തോൽപ്പിക്കാൻ നോക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു പ്രഷർ, അതൊക്കെ എന്താണ്? ലെറ്റ് സ്റ്റോം റേജ് ഓൺ. ആ സ്റ്റോം എന്താണ്? റീജ് ഓൺ. അത് ദേഷ്യം പിടിച്ചോട്ടെ, അത് കുറച്ചും കൂടി വലുതായിക്കോട്ടെ. ആ കൊടുങ്കാറ്റ്, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ വലുതായിക്കോട്ടെ. ദ കോൾ never bothered me anyway. എങ്ങനെയാണെങ്കിലും ഈ കോൾഡ്, ഇവർ തരുന്ന ഈ ഒരു കോൾഡ് ഉണ്ടല്ലോ, കോൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവർ തരുന്ന പെയിനോ അല്ലെങ്കിൽ നംനെസ്സോ എന്തുമാവാം കേട്ടോ, ആ മരവിപ്പോ എന്തോ ആവാം, അതൊന്നും എന്നെ ഒരിക്കലും എന്താണ് ബോധർ ചെയ്തിട്ടില്ല എന്തായാലും. അതുകൊണ്ട് അവരിനി എന്തും പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് എൽസ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ റിഫ്രെയിൻ വന്നു, ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ എന്ന് വെച്ചാൽ എന്താ? റേജ് ഓൺ എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗ്രി ആയിക്കോട്ടെ, ദേഷ്യപ്പെട്ടോട്ടെ എന്നാണ് പറഞ്ഞത്. കൊടുങ്കാറ്റ് ദേഷ്യപ്പെട്ടില്ല അല്ലേ. അപ്പോൾ അതെന്താണ്? പേഴ്സണിഫിക്കേഷൻ ആണ് കേട്ടോ, എക്സാമ്പിൾ ആണ്. ഈ ടാക്റ്റൈൽ ഇമേജറി വന്നിട്ടുണ്ട്. ടാക്റ്റൈൽ ഇമേജറി എന്ന് വെച്ചാൽ കോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തണുപ്പ് അല്ലേ, തണുപ്പ്, ഇത്രയും തണുപ്പൊന്നും എന്നെ എന്തായാലും ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ടാക്റ്റൈൽ ഇമേജറി ആണ്, ടച്ചിനെ കാണിക്കുന്നതാണ് ടാക്റ്റൈൽ ഇമേജറി കേട്ടോ. ഓക്കെ, അടിപൊളി ക്ലാസ്. ഓ താങ്ക് യു. യെസ്, അപ്പം മീനിങ് കൂടെ കൊടുത്തിട്ടുണ്ട് നോക്കാം. ഇനി ഇറ്റ്സ് ഫണ്ണി ഹൗ സം ഡിസ്റ്റൻസ് മേക്സ് എവറിത്തിങ് സീം സ്മോൾ ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വൺസ് കൺട്രോൾ മീ കാൻറ്റ് ഗെറ്റ് ടു മീ അറ്റ് ഓൾ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇറ്റ്സ് ഫണ്ണി, ഇത് തമാശയുള്ള കാര്യം, ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണ്? ഹൗ സം ഡിസ്റ്റൻസ്, ചില അകലങ്ങൾ എങ്ങനെയാണ് നമ്മളെ മുമ്പ് കാണുന്ന പ്രശ്നങ്ങളൊക്കെ ചെറുതായി കാണിക്കുന്നത്. അതായത് ഞാനിപ്പോൾ അവിടെ നിന്ന് ദൂരത്തേക്ക് പോന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ദാറ്റ് മൈ ഇഷ്യൂ
ഇഷ്യൂസ് were small. എൻ്റെ ഇഷ്യൂസ് ഒക്കെ ചെറുതായിരുന്നു എന്നുള്ള കാര്യം now I know. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. makes everything seem small. ഇപ്പം എന്താണ് ആ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇറ്റ്സ് ഫണി ടു see them as small things. ഓക്കെ, ആ ഒരു പ്രശ്നങ്ങളൊക്കെ സ്മോൾ ആയിട്ട് കാണുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഇത്രയും ദൂരത്തേക്ക് ഡിസ്റ്റൻസിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വൺസ് കൺട്രോൾ മീ കാൻറ്റ് ഗെറ്റ് ടു മീ അറ്റ് ഓൾ. ഇനി എന്നെ ഒരിക്കൽ എന്നെ കൺട്രോൾ ചെയ്തിരുന്ന എൻ്റെ ഫിയേഴ്സ് ഉണ്ടല്ലോ, അതിനൊന്നും ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ പോലും ആവില്ല. കാൻറ്റ് ഗെറ്റ് ടു മീ അറ്റ് ഓൾ. ഞാൻ അതിൽ നിന്നും ഒത്തിരി ദൂരെയാണ്. ഇതിൻ്റെ സമ്മറി ആയിട്ട് വരില്ല കൂട്ടാ. നമ്മൾ സമ്മറിയൊക്കെ പഠിക്കും. അപ്രീസിയേഷൻ ആണ് നിങ്ങൾക്ക് പോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിസ് പറഞ്ഞുതരാം. ഇനി പ്രീ കോറസ് കൊടുക്കുന്നുണ്ട്, അതായത് എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുന്നത് കേട്ടോ. It is time to see what I can do to test the limits and break through. No right, no wrong, no rules for me. I'm free. Okay? Yes, it is time to see what I can do. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നോക്കേണ്ട സമയമാണ്. That I am free now. Okay? ഞാനിപ്പോൾ ഫ്രീ ആണ്. So I can do whatever I want. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. So let me see, അല്ലെങ്കിൽ let me test. എൻ്റെ ലിമിറ്റ് എന്താണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. It is time to see what I can do. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നോക്കട്ടെ എന്നുള്ളതാണ്. ഓക്കെ, യെസ്, ടു ടെസ്റ്റ് ദ ലിമിറ്റ്സ് ആൻഡ് ബ്രേക്ക് ത്രൂ. ഓക്കെ, എൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്തിരുന്ന കൺട്രോൾസിൽ നിന്നും അല്ലെങ്കിൽ ആ ബൗണ്ടറിയിൽ നിന്നും ബ്രേക്ക് ത്രൂ, അതൊക്കെ ഞാൻ വിട്ടിട്ട് എന്താണ് എൻ്റെ ലിമിറ്റ്സ്, എൻ്റെ ബൗണ്ടറി, എനിക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ലിമിറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിൽ നിന്നും ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഉയരാനായിട്ട് പോവാണ്. നോ റൈറ്റ്, ഇവിടെ ശരികളില്ല. നോ റോങ്, തെറ്റുകളില്ല. നോ റൂൾസ് ഫോർ മീ, എനിക്കുള്ള റൂൾസും ഇല്ല. നൗ I am free. ഞാനിവിടെ ഫ്രീ ആണ്. ഓക്കെ, യെസ്. അപ്പം മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും കോറസ് ആണ്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, ഐ ആം വൺ വിത്ത് ദ വിൻഡ് ആൻഡ് സ്കൈ. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, യു വിൽ നെവർ സീ മീ ക്രൈ. ഹിയർ ഐ സ്റ്റാൻഡ് ആൻഡ് ഹിയർ ഐ സ്റ്റേ, ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. ഓക്കെ, ഇനി എന്താ പറയുക? ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, അതൊക്കെ പൊക്കോട്ടെ. ഐ ആം വൺ വിത്ത് ദ വിൻഡ് ആൻഡ് സ്കൈ. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ആരൊക്കെയാണ്? വിൻഡ് ഉണ്ട്, സ്കൈ ഉണ്ട്. ഈ കാറ്റും ആകാശത്തിൻ്റെയും കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്നെ നെഗറ്റീവ് ആക്കുന്ന, എന്നെ പിന്നോട്ട് വലിക്കുന്ന ആരുടെയും കൂടെയല്ല ഞാനുള്ളത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ, let it go. മോട്ടിവേഷൻ ആണല്ലേ. Yo teacher, are you seeing my comment? Yes. Okay, yes, let it go, let it go, you will never see me cry. ഞാൻ കരയുന്നത് ഒരിക്കലും നിങ്ങൾ കാണാൻ പോകുന്നില്ല. ഞാൻ കരയുന്നത് നിങ്ങൾ കാണാൻ പോകുന്നില്ല. Here I stand, ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. And here I stay, ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. Let the storm rage on, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. Let the storm rage on. ആ കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ തരുന്ന പ്രഷർ ഉണ്ടല്ലോ, നിങ്ങൾ തരുന്ന ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? Let it rage on. അത് എത്രത്തോളം വലുതായിക്കോട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ. അപ്പോൾ ഇതിലും എന്താണ് സിംബോളിസം പറയുന്നത്? സിംബോളിസം എന്ന് വെച്ചാൽ എന്താ? വിൻഡും സ്കൈയും എന്ന് പറയുമ്പോൾ രണ്ടും നേച്ചറാണ് അല്ലേ. വിൻഡ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സ്ട്രോങ് ആയിട്ടുള്ളതാണ്. സ്കൈ എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് ആണ്. ഓക്കെ, വാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും അവളുടെ ഫ്രീഡത്തിനെ കാണിക്കുന്നതാണ്. ഓക്കെ, ഫ്രീഡത്തിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിംബലിസം ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ, വിൻഡും സ്കൈയും. പിന്നെ അലിട്രേഷൻ വന്നിട്ടുണ്ട് ഹ് അല്ലെ, പിന്നെ എന്താ? സിസ്. ഓക്കെ, ഓക്കെ, അത് അലിട്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ മീനിങ് കൊടുത്തിട്ടുണ്ട്. അതാ അടുത്ത ബ്രിഡ്ജ്, അടുത്ത ഒരു ടോൺ ചേഞ്ച് അല്ലേ മാമ? ടോൺ ഇതെന്താ? ടോൺ ചേഞ്ച്. ഓക്കെ, യെസ്, നോക്കാം നമുക്ക്. മുട്ടക്കലക്കി സോങ് പാടണം. ഓക്കെ, അത് കണ്ടില്ലെന്ന് വെക്കാല്ലേ മിസ്? ഞാനൊന്നും കാണുന്നില്ല കേട്ടോ. മൈ പവർ ഫ്ലറീസ് ത്രൂ ദ എയർ ഇൻ ടു ദ ഗ്രൗണ്ട്. മൈ സോൾ ഇസ് spiraling in frozen fractals all around, and one thought crystallizes like an icy blast. I'm never going back. The past is in the past. ഇനി കോറസ് ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ഇനി എന്താ പറയുന്നത്? മൈ പവർ, ദാ എൻ്റെ പവർ എന്താണ്? ഫ്ലറീസ് ത്രൂ ദ എയർ ഇൻ ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലേക്ക് അത് ഫ്ലറി ചെയ്തിട്ട് ഒഴുകുകയാണ്. എൻ്റെ എയറിൽ നിന്നും എന്താണ്? ഗ്രൗണ്ടിലേക്ക് എൻ്റെ പവർ ദാ ഒഴുകുന്നു, എൻ്റെ പവർ ഒഴുകുന്നു. മൈ സോൾ ഈസ്, എൻ്റെ ആത്മാവ് ഈസ് സ്പൈറലിങ്. സ്പൈറലിങ് എന്ന് ചുറ്റി പോവുക. ഓക്കെ, സ്പൈറലിങ് ഇൻ ഫ്രോസൺ ഫ്രാക്ടൽസ്. എങ്ങനെയാണ്? ഫ്രോസൺ ഫ്രാക്ടൽസ് ആയിട്ട് നമ്മൾ മഞ്ഞിൻ്റെ ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, മഞ്ഞ് ശകലം അല്ലേ, മഞ്ഞ് ശകലമായിട്ട് ചൂണ്ടേഞ്ച്. ഓ, അത് നോട്ട് ചെയ്തല്ലേ. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ 2 വേർഡ്സിനെ ഇങ്ങനെ ക്ലബ് ചെയ്യും. ഇന്നലെ എന്തായിരുന്നു ക്ലാസ് 8 കുറേ അങ്ങനത്തെ സാധനം, പൈപ്പ്, പേപ്പറും പൈസയും കൂടെ ഒരുമിച്ചിരുന്ന പൈപ്പ്, പിന്നെന്തുവാണ്, അങ്ങനെ എനിക്കങ്ങനെ വരും. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ഉഷാറാവുമ്പോൾ, ആക്റ്റീവ് ആകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് മക്കളെ. നിങ്ങൾക്ക് സ്ലിപ്പായതാടോ എന്താടോ? ഓക്കെ, ചൂൺ ടേഞ്ചില്ലേ മിസ് പറഞ്ഞത്?
ഓക്കെ യെസ്. ഇനി എന്താ പറയുന്നത്, എൻ്റെ ആത്മാവ് ഈ സ്പൈറലിങ്. ഓക്കെ, ആത്മാവേ പോ, എങ്ങനെയാണ് സ്പൈറലിങ് ഇൻ ഫ്രോസൺ ഫ്രാക്ടൽസ് പോലെ കേട്ടോ. എന്ന് വെച്ചാൽ എന്താണ്, എടാ 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 അങ്ങനെയൊന്നും പറയില്ലടാ. യെസ്, എന്താണ് ഫ്രോസൺ ഫ്രാക്ടൽസ് എന്ന് വെച്ചാൽ മഞ്ഞിൻ്റെ ശകലങ്ങൾ. അതുപോലെ എന്താണ് എല്ലായിടത്തും എൻ്റെ ആത്മാവാണ്, എൻ്റെ സോളാണ് ഇത് എല്ലായിടത്തും. അപ്പോൾ ആ മഞ്ഞിൻ്റെ സ്നോ സാധനം എന്താണ് പുറത്തേക്ക് വിടാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ സോളാണ് അതിലുള്ളത് എന്ന് പറയുന്നത്. ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസസ് ലൈക്ക് എനി ആൻഡ് ഐസി ബ്ലാസ്റ്റ്. ഒരു ഐസി ബ്ലാസ്റ്റ് പോലെ എന്താണ് ഒരു തോട്ട്, ഒരു ചിന്ത ക്രിസ്റ്റലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉറച്ചു പോകുന്നുണ്ട് എൻ്റെ ഒരു തോട്ട്. എന്താണ്, ഐ എം നെവർ ഗോയിങ് ബാക്ക്. ഞാൻ ഒരിക്കലും തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല. ദ പാസ്റ്റ് ഈസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞ കാലം കഴിഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. നമ്മളും അതന്നെ ചെയ്യേണ്ടത്. ഓക്കെ, മൂവ് ഓൺ, വിട്ട് കളയണം അല്ലേ, നമ്മൾ മൂവ് ഓൺ ചെയ്യണം മക്കളെ. പാസ്റ്റിലൊന്നും ഒരു കാര്യമില്ല. ഓക്കെ യെസ്. അപ്പോൾ കോറസ് പിന്നെയും പറഞ്ഞു ലെറ്റ് ഇറ്റ് ഗോ, വിട്ട് കളയണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ മെറ്റഫർ എന്താ വന്നിട്ടുള്ളത്, മെറ്റഫർ എൻ്റെ സോൾ സ്പൈറലിംഗ് ഇൻ ഫ്രോസൺ ഫ്രാക്ടൽസ്. ഓക്കെ, ഫ്രോസൺ ഫ്രാക്ടൽസ് ആയിട്ട് എൻ്റെ സോൾ പോകുന്നു. അപ്പോൾ എന്താ, സോൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് തിങ് ആൻഡ് ഫ്രോസൺ ഫ്രാക്ടൽസും എന്താണ്, അദ്രിസറിന് പകർച്ചവ്യാധി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ യെസ്. അപ്പോൾ അതാണ് പറഞ്ഞത് കേട്ടോ. സോള് വേറെയല്ലേ, ഫ്രാക്ടൽസ് വേറെയല്ലേ, മഞ്ഞ് വേറെയല്ലേ. ഇവിടെ രണ്ടെണ്ണത്തെ ഒന്നായിട്ട് പറഞ്ഞു അല്ലേ, അതിനാണ് മെറ്റഫർ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യുവാണെങ്കിൽ പറയുന്നതാണ് കേട്ടോ. അലിട്രേഷൻ വന്നിട്ടുണ്ട്, ഫു സൗണ്ട് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നോക്കി, ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസസ് ലൈക്ക് ആൻ ഐസി ബ്ലാസ്റ്റ് വന്നു പോലെ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സിമിലി ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ്ങും ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. റെഡി? അടുത്ത ലാസ്റ്റ് വൺ അല്ലേ. ആൻഡ് I'll rise like the break of dawn. Let it go. That perfect girl is gone. Here I stand in the light of day. Let the storm rage on. The call never bothered me anyway. Okay, ഇനി എന്താ പറഞ്ഞത്? യെസ്, ആൻഡ് ഐ റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഓഫ് ഡോൺ. ഞാനൊരു ബ്രേക്ക് ഓഫ് ഡോൺ പോലെ, പുലർച്ചെ. ഓക്കെ, ഒരു പുലരി പൊട്ടി വിരിയുന്നത് പോലെ ഞാൻ ഇനി ഉയരും. സിംബലിസം ആണ് പറഞ്ഞത്. ബ്രേക്ക് ഓഫ് ഡോൺ എന്ന് പറഞ്ഞാൽ അവൾ നല്ലൊരു ദിവസം, ഇനി അടുത്തൊരു ദിവസത്തിന് അവളെ പുതിയൊരു ലൈഫിനെയാണ്, ന്യൂ ലൈഫിനെയാണ് ബ്രേക്ക് ഓഫ് ഡോൺ എന്ന് പറഞ്ഞിട്ട് സിംബലൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാറ്റ് പെർഫെക്റ്റ് ഗേൾ ഇസ് ഗോൺ എന്ന് പറയുമ്പോൾ എന്താ, ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗേൾ, എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊരു ഗേൾ ഉണ്ടല്ലോ, അവൾ പോയി. ഇനി ആ ഗുഡ് ഗേൾ ഒന്നും ഇല്ല, ഇനി എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. ഓക്കെ, ഗ സൗണ്ട് വന്നു, അലിട്രേഷൻ ആണ്. ഹിയർ ഐ സ്റ്റാൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഡേ. ഓക്കെ, ലൈറ്റ് ഓഫ് ഡേ എന്ന് പറയുമ്പോഴും സിംബലിസം ആണ് കേട്ടോ പറയുന്നത്. സിംബലിസം ഇപ്പം അവൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പം ക്ലിയർ ആണ് എനിക്ക്. ഓക്കെ, ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനിയും എന്താണ്, ആ സ്റ്റോമൊക്കെ റേജ് ചെയ്തോട്ടെ, പക്ഷെ എന്താണ്, എന്നെ അല്ലെങ്കിൽ മഞ്ഞൊന്നും പേടിപ്പിച്ച് തണുപ്പൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കോൾഡ് എന്ന് പറയുമ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്, സിംബലൈസസ് ഹെർ ചാലഞ്ചസ്. ഇനി എൻ്റെ പ്രശ്നങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല. ഓക്കെ, ഹാസ് നെവർ ട്രൂലി ബോതേർഡ് ഹെർ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ യെസ്, ക്ലിയർ ആണോ? അപ്പോൾ അതിൻ്റെ സമ്മറി മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സോങ് ലെറ്റ് ഇറ്റ് ഗോ എക്സ്പ്രസസ് ജേർണി ഓഫ് സെൽഫ് ആക്സെപ്റ്റൻസിൻ്റെ ഒരു ജേർണിയും അവർ ലിബറേഷൻ അല്ലെ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പൊട്ടി വിരിയുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുന്ന, ഫ്രീ ആവുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സിംഗർ എന്താണ്, ഐസൊലേറ്റഡ് ആണ്, പ്രഷർ ടു ഹൈഡ് ഹെർ ട്രൂ സെൽഫ് അല്ലെ, ട്രൂ സെൽഫിനെ അവളെ ഒതുക്കി വെക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, ഷീ ഡിസൈഡ്സ് ടു ലെറ്റ് ഗോ ഓഫ് ദീസ് ഫിയേഴ്സ്. ഈ ഫിയേഴ്സ് ഒക്കെ പൊക്കോട്ടെ, ആൻഡ് എംബ്രേസ് ഹൂ ഷീ ട്രൂലി ഈസ്. ഓക്കെ, അവൾ ശരിക്കും ആരാണ് എന്നുള്ള കാര്യമാണ് അവളിവിടെ എംബ്രേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സമ്മറി കാര്യങ്ങൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മുടെ പോയിറ്റിൻ്റെ പേരും എന്തായാലും കൊടുക്കണം കേട്ടോ. എവിടെ നിന്നാണ്, ആരാണ് പാടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക, അത് സമ്മറി കൊടുക്കുക, പിന്നെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, സെൻട്രൽ തീം എന്താണെന്നൊക്കെ പറയാം. ഓക്കെ യെസ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയപ്പോൾ നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. യെസ്, ഇതിൽ വലിയൊരു അപ്രീസിയേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് മിസ്. ക്ലിയർ ആണോ? വേഗം പറഞ്ഞേ. ക്ലിയർ. യെസ്, നോട്ട് ഇതാ മക്കളെ, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നോക്കിക്കേ, ചാറ്റ് ബോക്സിൽ മേലെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നോട്ട്സ് എടുക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് അയക്കുന്നുണ്ടാവും. ഓക്കെ ക്ലിയർ. നമുക്കിനി കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം എടുക്കാം. ഡ്രീംസ് റിയലൈസ്ഡ് അല്ലേ, മഹാദേവ് ദേശായി എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. റെഡിയാണോ? അത് ക്ലിയർ ആയോ? പോം ക്ലിയർ ആയെങ്കിൽ ഒന്ന് റെഡ് ഹാച്ചിട്ടെ കുട്ടന്മാരെ നോക്കട്ടെ. റെഡ് ഹാച്ചിട്ട് വേഗാവട്ടെ. 10 മണിക്ക് തീരുമെന്നോ? എടാ അങ്ങനെ ചോദിക്കില്ലടാ, അതിന് മുമ്പ് തീർക്കാം. ഓക്കെ യെസ്, ക്ലിയർ. നമ്മളെയൊക്കെ മറന്നു ആരടാ അച്ഛനെ പറഞ്ഞേ? ചോദിക്കട്ടെ.
യെസ്, അടുത്ത കേട്ടോ സമ്മറി നോക്കാം. ഡ്യൂറിങ് ഹിസ് വിസിറ്റ്, അപ്പം നമ്മുടെ മഹാത്മാഗാന്ധിനെ പറ്റി പറയുന്ന ചാപ്റ്ററാണ്. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട്, ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് വേർ ഹി വാസ് ഓണേഡ് ആസ് ദ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ. ഓക്കെ, സ്പിരിച്വൽ അംബാസിഡർ എന്നുള്ള രീതിക്ക് നമ്മുടെ ഗാന്ധിജീനെ ബഹുമാനിച്ചിരുന്ന കുറേ സ്ഥലങ്ങളിൽ ഗാന്ധിജി എന്താ ചെയ്തിട്ടുണ്ട്, കുറേ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻ വൺ സച്ച് എവൻറ്റ് ഓർഗനൈസ്ഡ് ബൈ ഫ്രഞ്ച് സ്റ്റുഡൻസ് എന്താണ് ഇങ്ങനെയുള്ളൊരു എവൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി സ്പോക്ക് അബൌട്ട് നോൺ വയലൻസ്. ഓക്കെ, നോൺ വയലൻസ് കേട്ടോ മക്കളെ. നോൺ വയലൻസിനെ പറ്റി അദ്ദേഹം സംസാരിച്ചിരുന്നു, അതിൻ്റെ പവറിനെ പറ്റി അദ്ദേഹം സംസാരിച്ചിരുന്നു. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് നോൺ വയലൻസ് ഈസ് നോട്ട് എ വീക്ക്നെസ് ബട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്. ഓക്കെ, നോൺ വയലൻസ് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ളൊരു കാര്യമല്ല, പകരം എന്താണ്, സ്ട്രെങ്ത് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ട്രെങ്ത് ആണ് ഈ പറയുന്ന നോൺ വയലൻസ് എന്ന് പറഞ്ഞിരുന്നു. ട്രൂ ബ്രേവറി അക്കോർഡിംഗ് ടു ഹിം ഈസ് ടു എൻജോയ് സഫറിംഗ് വിത്തൗട്ട് റിട്ടാലിയേഷൻ. തിരിച്ചടിക്കാതെ എന്ത് ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ സഹിക്കുക എന്നുള്ളതായിരുന്നു ബ്രേവറി എന്ന് പറയുന്നത്. ട്രൂ ആയിട്ടുള്ള ബ്രേവറി എന്നാണ് മഹാത്മാഗാന്ധിയുടെ പക്ഷം. ഓക്കെ, അടുത്ത ഗാന്ധിജി ഓൾസോ സ്പോക്ക് അബൌട്ട് എഡ്യൂക്കേഷൻ. അല്ലെ, എഡ്യൂക്കേഷനെ പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യെസ് സെയിങ് ദാറ്റ് റിയൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് അബൌട്ട് മെമ്മറൈസിങ് ഫാക്ട്സ് ബട്ട് അബൌട്ട് ബിൽഡിംഗ് ക്യാരക്ടർ. അല്ലെ, നമ്മൾ കാണാപാഠം ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നതല്ല എഡ്യൂക്കേഷൻ, പകരം എന്താണ്, ഒരാളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് വിത്തൗട്ട് ക്യാരക്ടർ ഇല്ലാതെ നോൺ വയലൻസ് വുഡ് ബി മീനിങ്ലെസ്. ഓക്കെ, ഒരാൾക്ക് ക്യാരക്ടർ ഇല്ല, നല്ലൊരു ക്യാരക്ടർ ഒന്നുമില്ല, പക്ഷേ എന്താണ്, യെസ് അവർക്ക് നോൺ വയലൻസ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ്, അത് മീനിങ്ലെസ് ആണ് കേട്ടോ. ഓക്കെ, അതുൽ കൃഷ്ണ, താങ്ക് യുടാ. മിസ് ഓഫീസിൽ സ്പൈഡർ പാടി ആർക്കാ പേടിയുള്ളത് ആർക്കാ? വർഷ മിസ്സിന്. ഓക്കെ, യെസ്, അടുത്ത കേട്ടോ. മെനി പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട് സപ്പോർട്ടഡ് ഹിസ് മിഷൻ. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾ എന്താണ് ഇംഗ്ലണ്ടിലുള്ള കുറേ ആളുകൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ മിഷനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഈവൻ സെലിബ്രിറ്റീസ് ലൈക്ക് ചാർലി ചാപ്ലിൻ വാണ്ടഡ് ടു മീറ്റ് ഹിം. ചാർലി ചാപ്ലിനൊക്കെ അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വെൻ ചാർലി ചാപ്ലിൻ ആസ്ക്ഡ് അബൌട്ട് ഗാന്ധിജീസ് വ്യൂസ് ഓൺ മെഷീനറി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ പറഞ്ഞത്, ചാർലി ചാപ്ലിൻ എന്ന് ചോദിച്ചു, മെഷീനറിനെ പറ്റിയിട്ടുള്ള വ്യൂ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്, ഇന്ത്യ നീഡഡ് ടു ബി സെൽഫ് റിലയൻറ്റ് ഇൻ ഫുഡ് ആൻഡ് ക്ലോത്തിങ് ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇന്ത്യ എന്താവണം, ഫുഡിലും ക്ലോത്തിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ സെൽഫ് റിലയൻ്റ് ആവണം, സ്വയം പര്യാപ്തരാവണം, അവരവർ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തണം. എന്നാൽ മാത്രമാണ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അപ്പോൾ ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഇൻ എ സ്പീച്ച് ടു വിമൻ ഓർഗനൈസേഷൻസ്, വിമന്റെ ഓർഗനൈസേഷനെ പറ്റിയുള്ള സ്പീച്ച് അദ്ദേഹം പറയാണ്, ഗാന്ധിജി കറക്റ്റഡ് മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ഇന്ത്യൻ വിമനെ പറ്റി കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, തെറ്റിദ്ധാരണകൾ അതൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഹൈലൈറ്റിംഗ് ദർ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിളിൽ സ്ത്രീകൾ എത്രമാത്രം പങ്കുവഹിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഹി പ്രേസ്ഡ് ദ കറേജ് ഇൻ ഫേസിങ് പോലീസ് ബ്രൂട്ടാലിറ്റി വിത്തൗട്ട് ഫിയർ. പേടിയില്ലാതെ പോലീസിൻ്റെ ഭീകരത ഫേസ് ചെയ്യുന്നതിനുള്ള ധൈര്യത്തെ പറ്റി അദ്ദേഹം എന്താണ് സ്ത്രീകളെ പറ്റി പൊക്കി പറഞ്ഞു. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററിലുണ്ട്, ഇനി കഴിഞ്ഞിട്ടില്ല. ഗാന്ധിജി മേഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഇന്ത്യ വുഡ് നോട്ട് ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ എവിടെയും ബെഗ് ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബട്ട് വുഡ് കണ്ടിന്യൂ സ്ട്രഗിൾ ത്രൂ നോൺ വയലൻസ് അൺടിൽ ദ ബ്രിട്ടീഷ് ലെഫ്റ്റ്. ബ്രിട്ടീഷുകാർ പോകുന്നത് വരെ എന്താണ് നോൺ വയലൻസും കൊണ്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്, സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. He stated that independence was India's birthright. ഇന്ത്യയുടെ ജന്മാവകാശമാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു. And he along with other freedom fighters achieved it through non-violence resistance. Non-violence പ്രതിരോധത്തിലൂടെ അദ്ദേഹവും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളിലൂടെ ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നു എന്നാണ് ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഡ്രീംസ് റിയലൈസ്ഡ് ക്ലിയർ ആണെങ്കിൽ വേഗം തന്നെ മിസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഫയർ ഇമോജീസ് ഇട്ടേ. അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാണ് സക്സസ്. ആൻഡ് ദിസ് ഈസ് റിട്ടൺ ബൈ ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. ഇതൊരു പോമാണ്, സക്സസിനെ പറ്റിയിട്ടുള്ള ഒരു പോം. നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടോ, സക്സസ്ഫുൾ ആവാൻ ആഗ്രഹമുണ്ടോ, ഈ പോം പഠിക്കുക. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? വേഗാവട്ടെ മക്കളെ, വേഗം പറഞ്ഞ്. We have not wings, we cannot soar, but we have feet to scale and climb by slow degrees, by more and more the cloudy summits of our time. എന്താ പറഞ്ഞത്? നമുക്ക് വിങ്സ് ഇല്ല, ചിറകുകളൊന്നുമില്ല. We cannot soar, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, സോർ ചെയ്യാം, മുകളിലേക്ക് പറന്നു ഉയരാൻ പറ്റില്ല. ബട്ട് പക്ഷെ നമുക്ക് എന്തുണ്ട്? We have feet, നമുക്ക് കാലുകളുണ്ട്. ഓക്കെ, യെസ്, അത് വെച്ച് നമുക്ക് എന്തോ ചെയ്യാം, ടു സ്കെയിൽ ആൻഡ് ക്ലൈം,
ഓക്കെ. നമുക്ക് സ്കെയിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നടന്ന് പോകാൻ പറ്റും, അല്ലെ ക്ലൈം കയറാൻ പറ്റും, ഉയരങ്ങൾ കയറാൻ പറ്റും ബൈ സ്ലോ ഡിഗ്രീസ്, പതുക്കെ പതുക്കെ പതുക്കെ. ഓക്കെ, സ്ലോ ഡിഗ്രീസിൽ ബൈ മോർ ആൻഡ് മോർ, കൂടുതൽ കൂടുതൽ കൂടുതൽ. ഓക്കെ, അങ്ങനെ കയറി 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 നമുക്ക് പോകാൻ പറ്റും. ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം, നമ്മുടെ സമയത്ത്, നമ്മൾ ജീവിക്കുന്ന സമയത്തുള്ള ക്ലൗഡി സമ്മിറ്റ്സ് എന്ന് വെച്ചാൽ പീക്കിലോട്ട് എത്താൻ പറ്റും. ഉയരങ്ങളിലേക്ക് നമുക്ക് നടന്ന് നടന്ന് പതുക്കെ പതുക്കെ എന്താ ചെയ്യാൻ പറ്റും, ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. We cannot fly as we have no wings, but we have feet, so that we can walk and we can climb. Okay, yes, ഇതാണ് ഫസ്റ്റത്തെ സ്റ്റാൻസിൽ പറയുന്നത്. Is that clear? Clear ആണോ? ഇത് നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. The mighty pyramids of stone that wedge like leaf the desert airs when near are seen and better known are but gigantic flights of stairs. Okay, എന്താ പറയുന്നത് ഇനി അടുത്ത, the mighty pyramids, the great pyramids of stone, സ്റ്റോണിൻ്റെ ആ വലിയ പിരമിഡ് ഉണ്ടല്ലോ, that wedge like leave the desert air. ഓക്കെ, നമ്മുടെ മരുഭൂമിയിലുള്ള എയറിനെയൊക്കെ, വായുവിനൊക്കെ എന്താണ് കുത്തി കീറിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പിരമിഡ്സ്. ഓക്കെ, ക്ലീവ് എന്ന് വെച്ചാൽ അതിനെ കീറിക്കൊണ്ട് നിൽക്കുന്നത്, അതായത് ഈ എയറിനെയൊക്കെ എന്ത് ചെയ്തേക്കാണ്, വെഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ ആപ്പ് വയ്ക്കുക. ഈ ഒരു ഭാഗത്തിനാണ് പറയുന്നത് കേട്ടോ, ഈ ഭാഗം ഇങ്ങനെയല്ല നിൽക്കുന്നത്. ഓക്കെ, അത് പക്ഷെ അടുത്തടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, വെൻ നിയർ സീൻ, അടുത്ത് വന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ എന്താണ്, ആർ ബട്ട് ഗൈഗാന്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്. സ്റ്റെയർസ് എന്ന് വെച്ചാൽ പടികൾ അല്ലേ, പടികളുടെ വലിയ കൂട്ടമാണ് എന്നുള്ള കാര്യം. ജൈഗാന്റിക് എന്ന് വെച്ചാൽ വലിയ, ചേച്ചിയല്ല, ജൈഗാന്റിക് എന്ന് വെച്ചാൽ വലുത്. ഓക്കെ, വലിയ ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്, പടികളുടെ കൂട്ടമാണ് പിരമിഡ്സ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്, ഇങ്ങനൊരു രൂപം അല്ലേ, ഇങ്ങനൊരു രൂപമാണ്. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഇതൊക്കെ പടികളാണ്, കയറി കയറി പോകാനുള്ള ചാൻസസ്, ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസിനെയാണ് നമ്മളിങ്ങനെ കുത്തി എണീറ്റ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊക്കെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, പ്രോബ്ലംസ് അല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചവിട്ടി പോയി കയറാൻ പറ്റും കേട്ടോ. യെസ്, മനസ്സിലായോ? ഓക്കെ, പ്രോബ്ലംസ് അല്ല, ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ, ഗുണ്ടകളല്ല. മനസ്സിലായോ? അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് എന്താണ്, നമ്മൾ പ്രോബ്ലം ആയിട്ട് ആദ്യം കാണുന്നു, പക്ഷെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ദേ ആർ നോട്ട് പ്രോബ്ലംസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു കേട്ടോ. അടുത്ത് നോക്കാം. ദ ഡിസ്റ്റന്റ് മൗണ്ടൻസ് ദാറ്റ് appear, the solid bastions of the skies are crossed by pathways that appear as we to higher level rise. ഓക്കെ, ഇനി എന്താ പറയുന്നത്, യെസ്, ദ ഡിസ്റ്റന്റ് മൗണ്ടെയ്ൻസ്. ഓക്കെ, അകലെ കാണുന്ന മൗണ്ടെയ്ൻസ് ഉണ്ടല്ലോ, ദാറ്റ് അപ്രിയർ, അതിങ്ങനെ കുത്തനെ എഴുന്നേറ്റ് നിൽക്കുന്ന വലിയ മലനിരകളുണ്ടല്ലോ, ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈസ്, അവരുടെ എന്താണ് സോളിഡ് ആയിട്ടുള്ള ബാസ്റ്റൻസ് എന്ന് വെച്ചാൽ കോട്ടകൾ, ഫോർട്രസ് കേട്ടോ, ആ കോട്ടകൾ, ആകാശത്തിൻ്റെ കോട്ടകൾ പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ വലിയ മലമുകൾ. ഓക്കെ, ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽ റൈസ്. നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അകലേന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വരുന്ന ആകാശ കോട്ടകൾ പോലെ എന്താണ് ഉയർന്നു നിൽക്കുന്ന മലനിരകളാണ്. പക്ഷെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഹയർ ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ദേ ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ. ഓക്കെ, അവിടെയും എന്താണ് നടന്നു പോകാനുള്ള വഴികളുണ്ട്. വഴികൾ മീൻസ് എന്താണ്, അവിടെ ആളുകൾ പോയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ വഴികൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെയും എന്താണ്, നമ്മൾ കീഴടക്കിയിട്ടുണ്ട്, ആളുകൾ അവിടെ ആ വലിയ വലിയ പീക്കും കീഴടക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. ഓക്കെ, ദ ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. നമുക്ക് പറ്റുന്ന ഒരു ലൈനാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ എക്സാം ടൈമിൽ പറ്റുന്ന ഒരു സംഭവമാണ് പറയുന്നത്. നോക്കിക്കേ, the heights by great men reached and kept. വലിയ വലിയ മഹാരഥന്മാർ, ഗ്രേറ്റ് മെൻ, കീഴടക്കിയിട്ടുള്ള ഹൈറ്റ്സ് ഉണ്ടല്ലോ, അവരെത്തിപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്തിട്ടുള്ള ഹൈറ്റ്സ്, ഉയരങ്ങൾ, സക്സസ്, അതൊന്നും were not attained by sudden flight. അതൊക്കെ വളരെ പെട്ടെന്നൊരു ഫ്ലൈറ്റിൽ, വളരെ പെട്ടെന്നൊരു കുതിച്ചു ചാട്ടത്തിന് നേടിയതല്ല. ഓക്കെ, they were not attained like a sudden flight. Okay, but they, പക്ഷേ പകരം എന്താണ്, they while their companions slept, അവരുടെ കമ്പാനിയൻസ്, കൂടെയുള്ള മനുഷ്യന്മാർ കിടന്നുറങ്ങുന്ന സമയത്തും were toiling upward in the night, അവർ രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയായിരുന്നു. ടോയിലിംഗ് മീൻസ് ഹാർഡ് വർക്കിംഗ്. ഓക്കെ, അവർ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഹൈറ്റ്സ് ഒക്കെ കീഴടക്കാൻ പറ്റിയത്. അതായത് നിങ്ങളിവിടെ ഫോണിൽ കുത്തിയിരുന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്തും ഇൻസ്റ്റഗ്രാം നോക്കിയിരിക്കുന്ന സമയത്തും
കിടന്നുറങ്ങുന്ന സമയത്തും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സും ബെസ്റ്റ് ഫ്രണ്ട് അല്ലാത്ത ജസ്റ്റ് ഫ്രണ്ട്സും അല്ലാത്ത ക്ലാസ്മേറ്റ്സും ഒക്കെ എന്ത് ചെയ്യും? അവരൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് അവിടെ മിണ്ടാണ്ട് രാത്രി. മനസ്സിലായോ? അപ്പോൾ ആ സമയം കൊണ്ടാണ് അവർ ഇത്ര നല്ല മാർക്കൊക്കെ വാങ്ങിച്ചെടുത്തത്. അതുപോലെയാണെന്ന് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ക്ലിയർ ആണോ? സമയമായെന്ന് മനസ്സിലായി കൂട്ടാ, പക്ഷെ നമ്മുടെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, യെസ്, മിസ് വേഗം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെസ്സേജും തീമും ടോണൊക്കെ മിസ് ഇതിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേണം വായിച്ചെടുക്കാൻ വേണ്ടി മെസ്സേജും ടോണും തീമൊക്കെ കേട്ടോ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ നമ്മൾ എടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒറ്റ സെക്കൻഡ്. ഓക്കെ, യെസ് യെസ്, അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കട്ടെ. ഇത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ റെഡ് ഹാർട്ട്സ് ഡേ വേഗാവട്ടെ. റെഡ് ഹാർട്ട്സ് ഡേ, ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഡബ്ബാവാലാസിൻ്റെ ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, നോക്കാം. മുംബൈയിലെ ഡബ്ബാവാലാസിനെ പറ്റി പറഞ്ഞത് അല്ലേ? മുംബൈസ് ഡബ്ബാവാലാസ് ആർ യുണീക്ക് ഫുഡ് ഡെലിവറി വർക്കേഴ്സ് ആണ് അവർ, ഹു ക്യാരി ഹോം കുക്ക്ഡ് മീൽസ് ടു ഓഫീസ് വർക്കേഴ്സ്. ഓഫീസ് വർക്കേഴ്സിന് ഈ ഒരു ഹോം കുക്ക്ഡ് ആയിട്ടുള്ള മീൽസ് കൊണ്ടുകൊടുക്കലാണ് അവരുടെ പണി. ദ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്, അതിന് കാരണം എന്താണ്? ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്, അവിടെ നല്ല പൈസ വേണം ജീവിക്കണമെങ്കിൽ. പിന്നെ ആൻഡ് ദ ഡൈവേഴ്സ് ഫുഡ് പ്രിഫറൻസ് ഇൻ മുംബൈയിൽ പലതരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫുഡ് പ്രിഫറൻസും വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡബ്ബാവാലസ് അവിടെ വേണം എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഡബ്ബാവാലസിന് അവിടെ വളരാൻ സാധിക്കുന്നത്. ദ ഡബ്ബാവാല സിസ്റ്റം സ്റ്റാർട്ടഡ് ഇൻ 1890 when a Parsi woman asked Mahadu Iwaji Bacha to deliver a tiffin to her husband. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പാഴ്സി വുമൻ ഇങ്ങനെ നോട്ട്സ് എങ്ങനെ കിട്ടും? മിസ്സിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അയക്കുന്നുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നോട്ട്സ് എടുക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അവളുടെ ഹസ്ബൻഡിന് ഒന്ന് ഫുഡ് കൊണ്ടു കൊടുക്കുമെന്ന് ചോദിച്ചു ഒരാളുടെ അടുത്ത്, മഹാദു ഇവാജി ബച്ചേൻ്റെ അടുത്ത്. അയാൾ കൊണ്ടുകൊടുത്തു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ എന്താണ്? അതുമുതൽ the network has grown into a highly organized system with thousands of dabbawalas delivering meals to over 2 lakh customers daily. Okay, ദിവസം 2 ലക്ഷത്തിലധികം ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് ഫുഡ് എത്തിക്കുന്ന തരത്തിലായിട്ട് മാറുകയാണ് അവരുടെ സിസ്റ്റം. ദർ പ്രോസസ് ഇസ് എഫിഷ്യൻറ്റ് ആൻഡ് ഡിസിപ്ലിൻഡ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് അവരുടെ. അവരെന്ത് ചെയ്യും? ടിഫിൻ ബോക്സസ് ഒക്കെ രാവിലെ വന്ന് കളക്ട് ചെയ്യും ആൻഡ് ട്രാൻസ്പോർട്ട് ദം ത്രൂ ട്രെയിൻസ് ആൻഡ് സൈക്കിൾസും. ട്രെയിൻസും സൈക്കിൾസൊക്കെ വെച്ച് ഡെലിവർ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഡെലിവർ ബൈ ദം ലഞ്ച് ടൈം ആകുമ്പോഴേക്കും ഡെലിവർ ചെയ്യുന്നു. അങ്ങനെ എം ടി ബോക്സസ്, കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ബോക്സസ് എന്താണ് ചെയ്യുന്നത്? ഈവനിങ്ങിൽ അത് റിട്ടേൺ ചെയ്യുന്നു. ദ യൂസ് എ സ്പെഷ്യൽ കോഡിംഗ് സിസ്റ്റം വിത്ത് ആൽഫ ന്യൂമെറിക്കൽ മാർക്കിംഗ്സ് ടു എൻഷുർ ആക്യുറസി. അപ്പം മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ന്യൂമെറിക്കൽ ആ ഒരു ആൽഫ കോഡിംഗ് സിസ്റ്റം ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഡബ്ബാവാലാസ് ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പങ്ക്ച്വൽ ആവാനും ഡിസിപ്ലിൻഡ് ആവാനും, അതുപോലെ തന്നെ കോച്ചിയസ് ആയിട്ടും അവരെ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കടത്തിവിടുന്നുണ്ട്. ദേ ആർ ഫൈൻഡ് ഫോർ മിസ്റ്റേക്സ് ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ഇഫ് ദേ റിപ്പീറ്റഡ്ലി ബ്രേക്ക് റൂൾസ്. അപ്പോൾ തൊപ്പി വൈറ്റ് ക്യാപ്പ് ഒന്നും വെച്ചില്ലെങ്കിലും അതുപോലെ തന്നെ അവർ മിസ്ബിഹേവ് ചെയ്യുകയാണെങ്കിലൊക്കെ അവരെ ഫയർ ചെയ്ത് വിടും. ദർ ഫ്ലോലെസ് സിസ്റ്റം ഹാസ് ഏൺഡ് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ. ഒക്കെ അവരുടെ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള സിസ്റ്റം ഏൺ ചെയ്തിട്ടുണ്ട്, ഈവൻ ഫ്രം ബിസിനസ് സ്കൂൾസ് ആൻഡ് പ്രിൻസ് ചാൾസ്. ഓക്കെ, പ്രിൻസ് ചാൾസിൽ നിന്നൊക്കെ ഇവർക്ക് ഇങ്ങനെ റെക്കഗ്നിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ ഫാസ്റ്റ് ഫുഡ് വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള മീഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൺലൈൻ ആയിട്ടുള്ള സർവീസസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഡബ്ബാവാലാസ് എന്താണ്? ഇപ്പോഴും ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ അത് കാണിക്കുന്ന എന്താണ്? അവരുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, ടീം വർക്ക് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ റണ്ണിങ് എ സക്സസ്ഫുൾ സിസ്റ്റം. ഇതാണ് കാണിച്ചു തരുന്നത്. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ റെഡ് ഹാർട്ട് വേഗാവട്ടെ. അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാണ്. വാക്ക് അലോൺ എന്നുള്ള പോമാണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതെന്താ പറയുന്നത്? ഒറ്റയ്ക്ക് നടക്കൂ എന്നാണ് പറയുന്നത് അല്ലേ? If no one listens to your call, then you must walk on alone. Move on alone, and move on alone. If no one speaks to you, oh, my hapless one. If everyone turns the other way, if everyone is afraid, then open your heart and speak out your mind alone. ഇപ്പം എന്താ പറയുന്നത്? ആരും തന്നെ നിങ്ങളുടെ കോളിന് ലിസൺ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നടക്കണം. നമ്മൾ കൂടെ ആരും ഉണ്ടാവും എന്ന് വിചാരിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക, ഒറ്റയ്ക്ക് നടക്കുക. മൂവ് ഓൺ അലോൺ. ഓക്കെ, യെസ്, മൂവ് ഓൺ ചെയ്യുക അലോൺ തന്നെ. എന്നിട്ട് എന്താണ്? ആരും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള പാവപ്പെട്ട നിന്നോട് പറയാണ് എന്താണ് ചെയ്യേണ്ടത്? ഇഫ് എവ്രി വൺ ടേൺസ് അതർ, എല്ലാവരും നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോവാണ്. ഇഫ് എവ്രി വൺ ഈസ് എഫ്രൈഡ്,
afraid, എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കാൻ പേടിക്കുവാണ് എങ്കിൽ പോലും യെസ് then open your heart, നിങ്ങളുടെ ഹൃദയം തുറക്കുക and speak out your mind alone. അപ്പോൾ ആരും കൂടെ നിൽക്കില്ല, എല്ലാവരും എന്നെ വിട്ടു പോകും എന്നൊക്കെ പേടിച്ചാൽ പോലും സത്യം തിരിച്ചു തുറന്ന് പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ തുറന്ന് പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം. If everyone turns away, oh my hapless one, if as you walk alone on a dark road, no one joins you on your journey, then you must crush the thorns in your path with your bleeding feet and walk ahead alone. Okay, എല്ലാവരും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറിപ്പോവാണെങ്കിൽ പോലും if as you walk alone on a dark road, ഒരു ഡാർക്ക് റോഡിൽ കൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ പോലും no one joins you on your journey, നിങ്ങളുടെ ജേർണിയിൽ ആരും തന്നെ നിങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ പോലും then you must crush the thorns in your path, നിങ്ങളുടെ വഴിയിലുള്ള കുറേ മുള്ളുകളൊക്കെ ഉണ്ടല്ലോ, തോൺസ് ഒക്കെ, അതൊക്കെ നിങ്ങൾ തന്നെ ചവിട്ടി മെതിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് പോകേണ്ടി വരും. with your bleeding feet, നിങ്ങളുടെ കാലിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്നുണ്ടാകും, എന്നാലും നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നേ മതിയാകൂ. if no one holds up a light, നിങ്ങൾക്ക് വേണ്ടി നടക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും ലൈറ്റ് പിടിച്ചു തരുന്നില്ലെങ്കിലും oh my hapless one, അങ്ങനെയാണെങ്കിലും ഫ്രണ്ട് if on a dark stormy and rainy night, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഇരുട്ട് നിറഞ്ഞിട്ടുള്ള സ്റ്റോമി കൊടുങ്കാറ്റൊക്കെയുള്ള ഒരു റെയിനി നൈറ്റിൽ നിങ്ങളിങ്ങനെ നടന്നു പോവുകയാണെങ്കിലും everyone seeks refuge behind closed doors, എല്ലാവരും എന്താണ് അടഞ്ഞ വാതിലുകൾക്ക് അപ്പുറത്തായിട്ട് അവർ സീക്ക് റെഫ്യൂജ് എന്ന് വെച്ചാൽ ആശ്രയം കണ്ടെത്തുവാണെങ്കിലും, എല്ലാവരും അവരവരെ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും അവരവരുടെ പ്ലേസ് കണ്ടെത്തി പോവുകയാണെങ്കിൽ പോലും then with the flame from a roaring lightning, set your own heart on fire and shine alone that many may aspire എന്ന് പറയുന്നത്. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? a flame from a roaring lightning, ഓക്കെ, റോർ ചെയ്ത് വരുന്ന ഒരു ലൈറ്റ്നിങ് ഇടിമിന്നലിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓൺ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിന് തീ കൊടുക്കൂ, ഫയർ കൊടുക്കൂ. അങ്ങനെ സ്വയം നിങ്ങൾ എന്ത് ചെയ്യുക? ഷൈൻ ചെയ്യുക. മറ്റുള്ള ആളുകളൊക്കെ മെനി മേ ആസ്പയർ, മറ്റുള്ളവരൊക്കെ കൊതിക്കുന്ന രീതിയിൽ നിങ്ങൾ ഷൈൻ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, വോക്ക് അലോൺ രവീന്ദ്രനാഥ് ടാഗോർ ആണ് എഴുതിയിട്ടുള്ളത്, സ്നേഹേന്ദുക്കറാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്. ക്ലിയർ ആണോ? യെസ്, അതിൽ കൃഷ്ണ മിസ് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മറി മിസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. സെൽഫ് റിലയൻസും ചാലഞ്ചിങ് ടൈംസിലും നമ്മൾ എന്ത് ചെയ്യണം? കറേജിയസ് ആയിട്ടിരിക്കണം. ആരും നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണം എന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പഠിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം. ഓക്കെ, അതിൻ്റെ പോയറ്റിക് ഡിവൈസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെപ്പിറ്റീഷൻ, മൂവ് ഓൺ എലോൺ എന്നുള്ളത് എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. പിന്നെ ഓ മൈ ഹാപ്ലെസ് വൺ, അതും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സിംബലിസം വരുന്നുണ്ട്. ബ്ലീഡിങ് ഫീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫിക്കൽട്ടീസും സഫറിങ്സും ആണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. അപ്പോസ്ട്രഫി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പീക്കർ അവിടെ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഓക്കെ, പ്രസന്റ് അല്ലാത്ത ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഓ മൈ ഹാപ്ലെസ് വൺ, അവിടെ വേറെ ആരും ഇല്ല, എന്നിട്ടും എന്താണ്? സംസാരിക്കല്ലേ. അപ്പോൾ അതിനെ അപ്പോസ്ട്രഫി എന്ന് പറയും കേട്ടോ. പിന്നെ അലിട്രേഷൻ വന്നിട്ടുണ്ട്. നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി എന്ന് പറയുമ്പോൾ യു സൗണ്ട് വന്നിട്ടുണ്ട് അല്ലേ. യു ഓക്കെ, ജ് വന്നു. ഓക്കെ, യെസ്. പിന്നെ എന്താണ്? ഫ്ലെയിം, ഓക്കെ, റോറിംഗ് ലൈറ്റ്നിങ്. പിന്നെ മെനി മേ ആസ്പയർ, ഓക്കെ, മൂ സൗണ്ട്. ഇനി അസണൻസ് വന്നിട്ടുണ്ട്. അസണൻസ് എന്താണ്? ഓ സൗണ്ട് അല്ലേ. അലോൺ, ഓൺ, മസ്റ്റ്, ക്രഷ്, ആ സൗണ്ട്. വാക്ക് അലോൺ ഓൺ എ ഡാർക്ക് റോഡ്, ഓ സൗണ്ട് വന്നു. പിന്നെ വിഷ്വൽ ഇമേജറി ഉണ്ട്, കണ്ടതുപോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഡാർക്ക് റോഡ്, നമുക്ക് കണ്ടതുപോലെ ഇരുട്ട് നിറഞ്ഞിട്ടുള്ള റോഡ്. ബ്ലീഡിങ് ഫീറ്റ്, നമുക്ക് കണ്ടപോലെ ചോര വാർന്നൊലിക്കുന്ന കാല്. ലൈറ്റ്, ഡാർക്ക്, റെയിനി നൈറ്റ്, ഇതൊക്കെ എന്താണ്? ക്ലോസ്ഡ് ഡോർ, ഫ്ലെയിം, ഫയർ, ലൈറ്റ്നിങ്, ഇതൊക്കെ വിഷ്വൽ ഇമേജറിയാണ്. ഓഡിറ്ററി ഇമേജറി, കേട്ടതുപോലെ ഫീൽ ചെയ്യുന്നത്. സ്റ്റോമി, റെയിനി നൈറ്റ് അല്ലെ, കൊടുങ്കാറ്റുള്ള റെയിനി, മഴയുടെ സൗണ്ട്. റോറിംഗ് ലൈറ്റ്നിങ്, ഓക്കെ, ഇടിമിന്നലിൻ്റെ സൗണ്ട്. പിന്നെ ടാക്റ്റിൽ ഇമേജറി, ടച്ച് ചെയ്ത പോലെ കേട്ടോ. ക്രഷ് ദ തോൺ എന്ന് പറയുമ്പോൾ എന്താ? മുള്ളു കൊണ്ടുന്ന വേദന. ഓക്കെ, റെയിനി നൈറ്റ്, മഴ പെയ്യുന്ന നമ്മുടെ മേലിൽ നമുക്ക് അറിയാൻ പറ്റും. ബ്ലീഡിങ് ഫീറ്റ്, വേദന. ഓക്കെ, ഇതൊക്കെ എന്താണ്? ടാക്റ്റൈൽ ഇമേജറിയാണ്. കൈനസ്തെറ്റിക് എന്ന് വെച്ചാൽ മൂവ്മെൻറ്റിനൊക്കെ പറഞ്ഞത്. വാക്ക്, മൂവ്, ഷൈൻ, ഇതൊക്കെ മൂവ്മെൻറ്റ് കാണിക്കുന്നത് കൈനസ്തെറ്റിക് ഇമേജറിയാണ്. അനഫറ ഉണ്ട്, അതായത് റിപ്പീറ്റ് ചെയ്യുക വേർഡ്സ് ഒക്കെ. ഓക്കെ, ബിഗിനിങ്ങിൽ കേട്ടോ, തുടങ്ങുന്ന ലൈൻസിൽ ഇഫ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട്. അതൊക്കെ അനഫറയ്ക്ക് എക്സാമ്പിളാണ്. അത് വെച്ച് നമുക്കൊരു അപ്രീസിയേഷൻ എഴുതാനും അറിയണം. ക്ലിയർ ആണെങ്കിൽ കുറച്ച് ഫയർ ഇമോജീസ് തന്നെ വേഗാവട്ടെ മിസ്. എനിക്കറിയാം ഞാൻ കുറച്ച് സ്പീഡിൽ ഇനിയാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ ടോയ്സ് ടു ടീൻസും അതുപോലെ തന്നെ നമ്മുടെ ഒരു പോം ഉണ്ട് നത്തിങ് ട്വൈസ്, പിന്നെ ഹാഫ് എ ഡേ. ഓക്കെ, അതും കൂടെ കഴിഞ്ഞു. യെസ്, വേഗാവട്ടെ. ക്ലിയർ. ടോയ്സ് ടു ടീൻസ് നോക്കാം നമുക്ക്. ടോയ്സ് ടു ടീൻസ് നമുക്ക് വേഗം നമ്മുടെ അഡ്വർടൈസ്മെന്റിനെ പറ്റിയും ഇതിനൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഹൗ അഡ്വർടൈസിങ് ഇൻഫ്ലുവൻസസ് ചിൽഡ്രൻ ആൻഡ് ടീനേജേഴ്സ് എന്നുള്ള കാര്യമാണ് ചാപ്റ്റർ പറഞ്ഞത്. ഗ്രേസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, 8 year old ആണ്. അവൾക്ക് എന്ത് വേണം? ഒരു മോൺസ്റ്റർ ഹൈഡോൾ വേണം. ആഫ്റ്റർ സീയിങ് വീഡിയോസ് ആൻഡ് ഗെയിംസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, എങ്ങനെയാണ് അറിയുന്നത്? വീഡിയോസും ഗെയിംസും ഒക്കെ കണ്ടിട്ടാണ് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ. വെൻ ഷീ സോ ദ ഡോൾ ഇൻ എ സ്റ്റോർ ഷീ ബെഗ്ഡ് ഹെർ മദർ ടു ബൈ ഇറ്റ് ആൻഡ് ഹെർ മദർ ഗേവ് ഇൻ ടു ദ നാഗ് ഫാക്ടർ. നാഗ് ഫാക്ടർ എന്ന് വെച്ചാൽ കുട്ടികളുടെ വാശിയിൽ വിട്ടുപോകുന്ന ഒരു മാർക്കറ്റിംഗ് ടാക്ടിക് ആണ്. ഈ അഡ്വർടൈസേഴ്സ് എന്താ ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ട് വാശി പിടിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അല്ലേ. മാർക്കറ്റിംഗ് ടാക്ട് വെയർ ചിൽഡ്രൻ പ്രഷർ പാരൻസ് ഇൻ ടു ബൈയിങ് തിങ്സ്. ആ ഒരു വേർഡ് പഠിച്ചു വെച്ചോളൂ.
ഉള്ളൂ കേട്ടോ, നാഗ് ഫാക്ടറും. അങ്ങനെ കമ്പനീസ് എന്താ ചെയ്യുന്നത്, കുട്ടികളെയൊക്കെ യങ് കൺസ്യൂമേഴ്സിനെ 3 റീസൺസ് കൊണ്ടാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ് 3 റീസൺസ്? ചിൽഡ്രൻ ഹാവ് മണി ടു സ്പെൻഡ്, കുട്ടികൾക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അലവൻസസും ഗിഫ്റ്റിനുള്ള പൈസയൊക്കെ അവർക്ക് കിട്ടും, അങ്ങനെ അല്ലേ. പിന്നെ ചിൽഡ്രൻ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് പർച്ചേസസ്, കുട്ടികളെ പാരൻസിൻ്റെ പർച്ചേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദേ ഹെൽപ്പ് ഡിസൈഡ് വാട്ട് ടു ബൈ. ഓക്കെ, അവരെന്ത് ചെയ്യും, എന്താണ് വാങ്ങിക്കണമെന്ന കാര്യം തീരുമാനിക്കും. പിന്നെ ചിൽഡ്രൻ ബിക്കം ഫ്യൂച്ചർ കൺസ്യൂമേഴ്സ് ആവുന്നതും ഇവർ തന്നെയാണ്. അതുകൊണ്ട് ബ്രാൻഡ് ലോയൽറ്റി അവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റേഴ്സ് ബ്രൈറ്റ് കളേഴ്സും ക്യാച്ചി ജിംഗിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നു, സെലിബ്രിറ്റീസിനെ യൂസ് ചെയ്യുന്നു കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് എവിടെയൊക്കെയാണ്, ടി വിയിലുണ്ട്, മാഗസിൻസിലുണ്ട്, ഓൺലൈനായിട്ടുണ്ട്. ടീൻസ് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആഡ്സ് ഒക്കെ എന്താണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്, ബ്രാൻഡ് നെയിംസ് ശ്രദ്ധിക്കുന്നുണ്ട്, ആൻഡ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. മെനി ബൈ തിങ്സ് ജസ്റ്റ് ബിക്കോസ് അതേഴ്സ് ഹാവ് ദം, എല്ലാവരും കൂടുതലും വാങ്ങിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നത്, മേക്ക് പ്രൊഡക്ട്സ് സീം മോർ അപ്പീലിംഗ്, കൂടുതൽ നല്ലതാണെന്ന് സെലിബ്രിറ്റീസ് കാണിച്ചു കൊടുക്കുന്നു. ബട്ട് അഡ്വർടൈസിങ് ഓഫൻ ക്രിയേറ്റ്സ് അൺനെസസറി ഡിസൈർസ്, ആവശ്യമില്ലാത്ത കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. പീപ്പിൾ ഷുഡ് തിങ്ക് ക്രിട്ടിക്കലി ബിഫോർ മേക്കിംഗ് പർച്ചേസസ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ആഡ്സ്. ആഡ്സിൽ നിന്നൂടെ അവർ ഇൻഫ്ലുവൻസ് ആവുന്നതിന് പകരം അവർക്ക് ശരിക്കും ആ സാധനം വേണോ എന്നുള്ള കാര്യം അവർ നോക്കേണ്ടതുണ്ട് എന്നാണ് ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ കുറേ യെല്ലോ ഹാർട്സ് എന്ന വേഗം ഈ നത്തിങ് ട്വൈസ് എന്നുള്ള വിസ്ലാവ സിംബോൾസ്ക എഴുതിയിട്ടുള്ള ഒരു കുട്ടി പോമിലോട്ടാണ് പോകുന്നത്. ഈ പോം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഉള്ളു തീർക്കാൻ. ഓക്കെ, ക്ലിയർ. യെസ്, അടുത്ത സമ്മറിയാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമ്മറി നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഇതിൻ്റെ സമ്മറി വായിച്ചു നോക്കുക. നമുക്ക് പോകാൻ വേഗം തന്നെ നോക്കാം. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. അപ്പോൾ ശരിക്കും ലൈഫിൻ്റെ ഒറ്റ ടൈമിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫ്. അതാണ് ഈ പോമിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് മാക്സിമം എന്താണ്, നമ്മൾ ഒന്നിനെ പറ്റിയും വറി ചെയ്യാതെ ഈ ഒരു സമയമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാണ്ട് നമ്മൾ എൻജോയ് ചെയ്യാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ദിവസം തീർന്നു പോകും, എന്തായാലും നമ്മളെല്ലാവരും മരിച്ചു പോകും. സോ വി മസ്റ്റ് എൻജോയ് ലൈഫ്. ഓക്കെ, നമ്മൾ റാദർ അതിനെ പറ്റിയിട്ട് വറി ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതാണ് സംഭവം. ഓക്കെ, നത്തിങ് ever happen twice. ഒരു കാര്യം തന്നെ വീണ്ടും രണ്ടാമതൊന്നും സംഭവിക്കാൻ സാധ്യമല്ല. ഇൻ കോൺസിക്വൻസ്, അതിൻ്റെ ഫലമായിട്ട് the sorry fact is that we arrive here improvised and leave without the chance to practice. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നിട്ടുള്ളത് എങ്ങനെയാണ്, ഒറ്റ തവണ ഇത്തക്കല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇംപ്രവൈസ്ഡ് ആയിട്ടാണ്. അതൊരു സ്ക്രിപ്റ്റ് തന്നു, അതിലെങ്ങനെ അഭിനയിക്കണമെന്ന് മുൻകൂട്ടി കാണിക്കുന്ന ഒരു നാടകമല്ലത്. നമ്മളപ്പം നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, നമ്മൾ എന്താണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ജീവിക്കുന്നതിനെ പറ്റി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് വരാം എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ തവണയാണ് നമുക്ക് ലൈഫ് കിട്ടുന്നത്. ഓക്കെ, നത്തിങ് ഹാപ്പൻസ് ദ സെയിം വേ ട്വൈസ്. ലൈഫ് ഈസ് ലൈക്ക് എൻ അൺസ്ക്രിപ്റ്റഡ് പ്ലേ ആൻഡ് വി ഡോണ്ട് ഗെറ്റ് എ ചാൻസ് ടു പ്രാക്ടീസ് ഓർ റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, അതാണ് സംഭവം. ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡമ്മർ, ഇഫ് യു ആർ ദ പ്ലാൻസ് ബിഗ്ഗസ്റ്റ് ഡെൻസ്, യു കാൻ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ഓക്കെ, എന്താ പറയുന്നത്, ഈവൻ ഇഫ് സംവൺ ഈസ് നോട്ട് സ്മാർട്ട്, ഒരാൾ സ്മാർട്ട് അല്ലെങ്കിൽ കൂടെ ദേ കാൻ റീഡു ലൈഫ് ലെസൺസ് ഇൻ സമ്മർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നിങ്ങളൊരു ഡമ്മർ ആയിട്ടുള്ള ഒരാളാണ്, അതായത് ഒന്നും കിട്ടാത്ത ഒരു മണ്ടനാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നിങ്ങൾ ലോകത്തെ ഏറ്റവും മണ്ടനാണെങ്കിൽ പോലും നിങ്ങൾക്ക് സമ്മറിൽ വേനൽക്കാലത്ത് ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ലൈഫ് പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു സബ്ജക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് ഒക്കെ കിട്ടും. പക്ഷേ അതുപോലെ ലൈഫിൻ്റെ ക്ലാസ് ഒരിക്കലും കിട്ടില്ല. ലൈഫ് ലെസൺസ് ആർ ടോട്ട് ഓൺലി വൺസ്. ഓക്കെ, ലൈഫിൻ്റെ ലെസൺസ് എന്ന പാഠങ്ങൾ ഒറ്റ തവണ മാത്രമാണ് പഠിപ്പിച്ചു തരിക. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ് ഈസ് ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസസ്. എന്താ പറഞ്ഞത്, നോ ഡേ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദ വൺ ബിഫോർ. ഒരു ദിവസവും ഇന്നലത്തെ പോലത്തെ അതേ ദിവസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈച്ച് നൈറ്റ് ആൻഡ് ഈച്ച് മൊമെൻറ്റ് ഓഫ് ജോയ് ഓർ ലവ് ഈസ് യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ്. ഓരോ ദിവസവും ഓരോ രാത്രിയും ഓരോ മൊമെൻറ്റ്സും, സന്തോഷത്തിൻ്റെ ഓരോ മൊമെൻറ്റ്സും, ലവ് കിസസ് എന്ന് പറയുമ്പോൾ എന്താ, ലവ് സ്നേഹത്തിൻ്റെ ഓരോ മൊമെൻറ്റ്സും യുണീക്കാണ്. അതൊക്കെ ഒറ്റ തവണ മാത്രം സംഭവിക്കുന്നതാണ്, അത് ഡിഫറെൻ്റ് ആണ്. അല്ലാണ്ട് ഒരു ദിവസത്തിൻ്റെ പോലെ തന്നെ എന്താണ് പിന്നെയും ആ ദിവസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. വൺ ഡേ പെർഹാപ്സ് സം ഐഡിൽ ടങ് മെൻഷൻസ് യുവർ നെയിം ബൈ ആക്സിഡന്റ്. ഐ ഫീൽ ആസ് ഇഫ് റോസ് വെർ ഫ്ലങ് ഇൻ ടു ദ റൂം ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. എന്താ പറയുക, ഒരു ദിവസം പെർഹാപ്സ് ഏതെങ്കിലും ഒരു ഐഡിൽ ടങ് നിങ്ങളുടെ പേര് വിളിക്കുകയാണ് ബൈ ആക്സിഡന്റ്. ഐ ഫീൽ ആസ് ഇഫ് റോസ് വെർ ഫ്ലങ്. എനിക്ക് തോന്നുകയാണ് എന്താ, ഒരു റോസ ഫ്ലവർ, നല്ല കളറായിട്ടുള്ള നല്ല സെൻറ്റുള്ള മണമുള്ള റോസ് ഫ്ലവർ നമ്മുടെ റൂമിലേക്ക് ഇങ്ങനെ എറിഞ്ഞതുപോലെ നമുക്ക് തോന്നുകയാണ്. അവിടെ സിമിലിയാണ് കേട്ടോ ആസ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംടൈംസ് ഹിയറിങ് സംവൺസ് നെയിം, ഒരാളുടെ സന്തോഷം, നമുക്ക് സന്തോഷം വരും ഒരാളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ, അത് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂമിലേക്ക് ഒരു ഫുൾ ഓഫ് കളറും ഫ്രാഗ്രൻസും ഉള്ള ഒരു റോസ് എടുത്ത് നമ്മുടെ റൂമിലേക്ക് എറിയുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ,
യെസ് ദ നെക്സ്റ്റ് ഡേ. പക്ഷേ അതേ കാര്യം തന്നെ നമ്മൾ പിറ്റേ ദിവസം ദോ യു ആർ ഹിയർ വിത്ത് മീ, നിങ്ങൾ തന്നെ എനിക്കിഷ്ടമുള്ള ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഐ കാൻ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. ചിലപ്പോൾ ഞാൻ എന്താ ക്ലോക്കിലേക്ക് നോക്കി നിർത്താൻ പറ്റില്ല, ഓ സമയം പോകുന്നില്ലല്ലോ എന്നുള്ള കാര്യം എനിക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. റോസ് പൂവോ, ഒരു റോസാ പൂവോ, വാട്ട് കുഡ് ദാറ്റ് ബി? അതെന്താണ്? ഈസ് ഇറ്റ് ഫ്ലവർ ആർ റോക്ക്? അതൊരു പൂവോ റോക്കോ ആണോ പാറക്കഷ്ണോ ആണോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും. അതായത് അതേ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അതേ മൊമെന്റ് അതേ ഫീലിങ്സ്, ഇന്നലെ ഉണ്ടായിരുന്ന അതേ ഫീലിങ്സ് എനിക്ക് കിട്ടണമെന്നില്ല. ദ നെക്സ്റ്റ് ഡേ ഈവൻ ഇഫ് ദ പേഴ്സൺ ഇസ് പ്രസന്റ് ദ ഫീലിംഗ് മൈറ്റ് ചേഞ്ച് ആൻഡ് ദ ജോയ് മൈറ്റ് ടേൺ ഇൻ ടു കൺഫ്യൂഷൻ ഓർ ഇൻഡിഫറൻസ്. ഇന്നലെ എനിക്ക് അങ്ങനെയായിരുന്നില്ലല്ലോ ഫീൽ ചെയ്തത്, ഇന്ന് എനിക്ക് ഇങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ. Yes, okay. Why do we treat the fleeting day with so much needless fear and sorrow? It is in its nature not to stay. Today is always gone tomorrow. Okay. Why do we treat the fleeting day? Fleeting day എന്ന് വെച്ചാൽ എന്തായാലും പാസ് ചെയ്ത് പോകുന്ന ദിവസമാണിത്, എന്തായാലും പെട്ടെന്ന് അവസാനിച്ച് പോകുന്ന ദിവസമാണ്. നമ്മൾ എന്തിനാണ് ഈ ദിവസത്തിന് ഇത്രത്തോളം നീഡ്ലെസ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത പേടിയും സങ്കടമൊക്കെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് നേച്ചർ. ഓക്കെ, അതിൻ്റെ നേച്ചർ തന്നെ അങ്ങനെയാണ്, നോട്ട് ടു സ്റ്റേ, എന്നേക്ക് നിലനിൽക്കുന്ന ഒന്നല്ല ഒരു ദിവസം എന്ന് പറയുന്നത്. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. ഇന്ന് എന്ന് പറയുന്നത് എപ്പോഴും പോയിട്ട് നാളെ എന്ന് പറയുന്ന ദിവസം വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, വി ഓഫൻ വെറി ടു മച്ച് അബൌട്ട് ദ പാസിംഗ് ഡേ. ദ നേച്ചർ ഓഫ് എ ഡേ ഈസ് ടു എൻഡ് ആൻഡ് ബി റിപ്ലേസ്ഡ് ബൈ ടുമോറോ. ടുമോറോ എന്ന് പറയുന്ന ദിവസം വരും, എന്നും അവസാനിക്കും. വിത്ത് സ്മൈൽസ് ആൻഡ് kisses we prefer to seek our code beneath our star, although we are different we conquer just as 2 drops of water here. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. വി സീക്ക് harmony. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്? കുറേ സ്മൈൽസും കിസസും കൊണ്ട്, സന്തോഷവും സ്നേഹവും ഒക്കെ കൊണ്ട് നമ്മൾ എന്താണ് ഈ ഒരു സ്റ്റാറിൻ്റെ മേലായിട്ട്, അതായത് സണ്ണിന് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മളൊക്കെ ഒരേ കാര്യം ചെയ്യുന്നത്, നമ്മൾ ഒരേ ലൈഫാണ് ജീവിക്കുന്നത്. വി സീക്ക് ഹാർമണി ആൻഡ് കണക്ഷൻ വിത്ത് സ്മൈൽസ് ആൻഡ് കിസസ് ഈവൻ ദോ വി ആർ ഡിഫറെൻറ്റ്. നമ്മൾ ഡിഫറെൻ്റ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് ഒരുമിച്ചാവുന്നത് നമ്മൾ എപ്പോഴാണ്? നമുക്കൊക്കെ സന്തോഷങ്ങളുണ്ട്, നമുക്കൊക്കെ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ലൈക്ക് 2 drops ഓഫ് വാട്ടർ, ശരിക്കും 2 തുള്ളി വെള്ളം പോലെ അല്ലേ? വി ആർ സിമിലർ. നമ്മൾ ഒരുപോലെയാണ് കാണുമ്പോൾ, പക്ഷെ നമ്മൾ യുണീക്കാണ്. ഓരോ വെള്ളവും എന്താണ് ഡിഫറെൻ്റ് ആണ് ശരിക്കും. ഓരോ തുള്ളി വെള്ളം എന്നും കാണുമ്പോൾ നമുക്ക് പറയുമ്പോൾ അതൊരു ഡ്രോപ്പ് ഓഫ് വാട്ടർ ആണെന്ന് പറയാം, പക്ഷെ അത് രണ്ടും എന്താണ്? യുണീക്കാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം കേട്ടോ. അപ്പോൾ അപ്രീസിയേഷൻ നോട്ട് ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്, നോട്ട് കളക്ട് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? വേഗം തന്നെ പറഞ്ഞ് ക്ലിയർ ആണോ? യെസ്. അടുത്ത ഹാഫ് ഡേ എന്നുള്ള ചാപ്റ്ററാണ്, നജീബ് മെഹഫൂസ് എഴുതിയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിലും ഒരു ഫ്ലീറ്റിംഗ് ഡേനെ പറ്റിയിട്ടാണ്, ദിവസത്തിൻ്റെ ആ നേച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ. യെസ്, നോക്കിക്കേ. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ ബോയ്. എങ്ങനെയാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ബോയ് വാക്കിംഗ് വിത്ത് ഹിസ് ഫാദർ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. ഹി ഫീൽസ് നെർവസ് ആൻഡ് അൺഷുവർ അല്ലേ? നെർവസ് ആയിട്ട് അൺഷുവർ ആയിട്ടാണ് പോകുന്നത്. അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഹിസ് ന്യൂ ക്ലോത്ത്സ് മേക്ക് ഹിം ഹാപ്പി. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഹാപ്പിയാണ്. പക്ഷേ ഐഡിയ ഓഫ് ഗോയിങ് ടു സ്കൂൾ വറീസ് ഹിം. സ്കൂളിൽ പോകാന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അവന് പേടിയാവുന്നുണ്ട്. ഓക്കെ, യെസ്. ദ ബോയ് ആസ്ക് വൈ ഹി മസ്റ്റ് ഗോ ടു സ്കൂൾ. എന്തിനാണ് ഞാൻ സ്കൂളിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെന്റ്. സ്കൂൾ എന്ന് പറയുന്നത് പണിഷ്മെന്റ് അല്ല, ബട്ട് എ പ്ലേസ് ദാറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ ടു ഗ്രോ ഇൻ ടു യൂസ്ഫുൾ അഡൽട്സ്. യൂസ്ഫുൾ ആയിട്ടുള്ള അഡൽട്സ് ആയിട്ട് മാറാനുള്ള സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത്. ആസ് ദേ റീച്ച് ദ സ്കൂൾ ഇറ്റ് ലുക്സ് ലാർജർ ആൻഡ് ഇന്റിമിഡേറ്റിംഗ് ലൈക്ക് എ ഫോർട്രസ്. ഒരു കോട്ട പോലെയാണ് അവന് സ്കൂൾ കാണുമ്പോൾ പേടിയാണ് തോന്നുന്നത്. ഹിസ് ഫാദർ എൻകറേജസ് ഹിം. ഓക്കെ, അച്ഛൻ എന്താണ് അവനെ ബ്രേവ് ആവാനും ചിരിക്കാനൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് മേക്ക് ഗുഡ് ഇംപ്രഷൻ. ഓക്കെ, ഹെസിറ്റന്റ് ആൻഡ് സ്കേർഡ്. ഇപ്പം പേടിച്ചുകൊണ്ടും മടിച്ചുകൊണ്ട് ദ ബോയ് എൻറ്റേഴ്സ് സ്കൂൾ. സ്കൂളിലേക്ക് പോകുന്നു ഫീലിംഗ് ലൈക്ക് എ സ്ട്രേഞ്ചർ എമംഗ് അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളുടെ ഇടയിൽ അവന് സ്ട്രേഞ്ചർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. He meets a boy whose father has passed away. ഒരു അച്ഛൻ മരിച്ചു പോയിട്ടുള്ള ഒരു കുട്ടീനെ കാണുന്നു. ആൻഡ് ദിസ് മേക്സ് ഹിം ഫീൽ ഈവൻ മോർ ഔട്ട് ഓഫ് പ്ലേസ്. ഓക്കെ, അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ആളുകൾ കാണുന്നത്. അപ്പോൾ അവൻ എന്താണ്? പുതിയ ലോകമാണെന്ന് മനസ്സിലാക്കുന്നു. അവനെ പോലെ തന്നെ കുറേ കുട്ടികളുണ്ട്, പക്ഷേ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ദ സ്കൂൾ ഗേറ്റ് ക്ലോസ് ആൻഡ് എ ലേഡി ടെൽസ് ദ ചിൽഡ്രൻ ദാറ്റ് സ്കൂൾ വിൽ ബി ലൈക്ക് ദാറ്റ് ന്യൂ ഹോം വിത്ത് ടീച്ചേഴ്സ് ആക്ടിങ് ആസ് പാരൻസ്. അപ്പോൾ അവൻ്റെ സ്കൂൾ ഗേറ്റ് ഒക്കെ ക്ലോസ് ആയി ഒരു ലേഡി വന്നു, ടീച്ചർ വന്ന് പറഞ്ഞു കൊടുത്തു, ഇന്ന് നിങ്ങളുടെ പുതിയ വീടാണ്, ഇവിടെ ടീച്ചേഴ്സൊക്കെ എന്താണ് നിങ്ങളുടെ പാരൻസിനെ പോലെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആസ് ദ ഡേ പ്രോഗ്രസസ്, അങ്ങനെ ദിവസം പ്രോഗ്രസ് ചെയ്യുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ദ ബോയ് ബിഗിൻസ് ടു എൻജോയ് സ്കൂൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഹി പ്ലേ ഗെയിംസ്, ലേൺസ് ന്യൂ തിങ്സ് ആൻഡ് മേക്ക് ഫ്രണ്ട്സ്. ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നുണ്ട്. ഡിസ്പൈറ്റ് ദിസ് ദർ ആർ ഓൾസോ ചാലഞ്ചസ്. അതുപോലെ തന്നെ ചാലഞ്ചസ് ഉണ്ട്, സച്ച് ആസ് പണിഷ്മെന്റ്സ്, ഫൈറ്റ്സ് വരുന്നുണ്ട് കുട്ടികളുടെ ഇടയിൽ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. ദ ബോയ് റിയലൈസസ് ദാറ്റ് സ്കൂൾ ഇസ് എ മിക്സ് ഓഫ് ജോയ് ആൻഡ് സ്ട്രഗിൾസ്. കുട്ടിക്ക് മനസ്സിലാണ് സ്കൂൾ എന്ന് പറയുന്നത് മിക്സ് ഓഫ് ജോയും സ്ട്രഗിൾസിന്റെ മിക്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ ചിൽഡ്രൻ റഷ് ഔട്ട് ഓഫ് സ്കൂൾ ആൻഡ് ദ ബോയ് ലുക്സ് ഫോർ ഹിസ് ഫാദർ ബട്ട് കെ നോട്ട് ഫൈൻഡ് ഹിം. അപ്പോൾ ദിവസം കഴിയുമ്പോൾ എന്താ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നു, അച്ഛനെ അവരുടെ വീട്ടിലേക്ക് പോവാണ്, പക്ഷേ ഇവൻ്റെ ഫാദറിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. കൺഫ്യൂസ്ഡ് ആൻഡ് ലോസ്റ്റ്, കൺഫ്യൂസ്ഡ് ആയിട്ടും വഴി തെറ്റിയിട്ട്
he starts walking home alone. ഒറ്റയ്ക്ക് നടന്നു പോവാണ് വീട്ടിലേക്ക്. Along the way, he meets a man who recognizes him and greets him warmly. അവൻ അറിയുന്ന ഒരാൾ, വയസ്സായിട്ടുള്ള ഒരാൾ, ഒരു ആവറേജ് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മാൻ കാണുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു. പക്ഷേ എവിടെയാണ് കണ്ടതെന്ന് മറന്നു പോവാണ്. The boy is polite but does not fully understand the encounter. ആ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആരാന്ന് മനസ്സിലായില്ല. As he continues, he notices that everything around him has changed. പിന്നെ അവൻ പതുക്കെ പോകുമ്പോഴാണ് ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും മാറിയിട്ടുണ്ട്. The gardens, fields and peaceful streets of his childhood are replaced by crowded streets, tall buildings and chaos. അവൻ കണ്ടിരുന്ന ആ ഗാർഡൻസും ഫീൽഡ്, പീസ്ഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ്സ്, ഇതൊക്കെ മാറിയിട്ട് ക്രൗഡഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്സ്, ടാൾ ബിൽഡിങ്സ്, chaos ഒക്കെയാണ്, സൗണ്ടും ബഹളമൊക്കെയാണ്. He becomes overwhelmed by the noise and confusion, wondering how so much could have changed in just one day. അപ്പോൾ അവൻ ആകെ ഈ നോയ്സ് ഒക്കെ വന്നിട്ട് ആകെ കൺഫ്യൂഷൻ ആവുന്നു. അങ്ങനെ അവൻ വിചാരിക്കണേ ഒരു ദിവസത്തോടെ എങ്ങനെയാണ് ഇതൊക്കെ മാറുന്നത്. എ യങ് മാൻ ഇവൻച്വലി ഹെൽപ്സ് ഹിം ക്രോസ് ദ ബിസി സ്ട്രീറ്റ് അഡ്രസ്സിങ് ഹിം ആസ് ഗ്രാൻഡ് പാ. അപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നിട്ട് അവൻ എന്താണ് ആ ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഗ്രാൻഡ് പാ എന്ന് വിളിച്ചുകൊണ്ട്. ത്രൂ ദിസ് സ്റ്റോറി ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ദ ഓതർ യൂസസ് ദ ബോയ്സ് ജേർണി ടു സ്കൂൾ ആസ് എ മെറ്റഫർ ഫോർ ദ ജേർണി ഓഫ് ലൈഫ്. നമ്മുടെ ജീവിത കഥയാണ് ഇവിടെ. ഓക്കെ, സ്കൂളിലേക്കുള്ള ജേർണി എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരാളുടെ ജേർണി ഓഫ് ലൈഫാണ് കാണിച്ചിരുന്നത്. അതിൻ്റെ മെറ്റഫർ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ ബോയ്സ് എക്സ്പീരിയൻസ് റെപ്രസെൻറ്റ് growing up, facing challenges and adapting to change. അപ്പോൾ കുട്ടിയുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താ കാണിക്കുന്നത്, നമ്മളെല്ലാവരും വളരുന്നു, അതുപോലെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നു, നമ്മൾ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. സഡൻ ട്രാൻസ്ഫോർമേഷൻ, ഇതിൽ പെട്ടെന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ വേൾഡ് സിംബലൈസസ് ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ഇനവിറ്റബിലിറ്റി ഓഫ് ഏജിങ്. അപ്പോൾ ഇതിൽ പറഞ്ഞ സഡൻ ട്രാൻസ്ഫോർമേഷൻ എന്താണ് കാണിക്കുന്നത്, വേൾഡിലുള്ള സഡൻ ട്രാൻസ്ഫോർമേഷൻ സിംബലൈസ് ചെയ്യുന്നത് ടൈമിൻ്റെ പാസേജ്, പെട്ടെന്ന് തന്നെ, സമയം ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ ഇനവിറ്റബിലിറ്റി ഓഫ് ഏജ്, എങ്ങനെയായാലും നമ്മൾ വയസ്സാകും എന്നുള്ള ആ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൈഫ് സൈക്കിളാണ് കാണിച്ചത് ഒറ്റ ദിവസം കൊണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ റെഡ് ഹാച്ചിട്ടേ. അപ്പോൾ മക്കളെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങാനുള്ള കാര്യം നിങ്ങൾ വിചാരിക്കും അടുത്ത വർഷം നോക്കാമെന്ന് അങ്ങനെ പറഞ്ഞാൽ ഇരുന്ന് ശരിയാവില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്യ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫുൾ A+ നിങ്ങൾ ഇപ്പം തന്നെ ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് മാർച്ച് 20ന് മുമ്പായിട്ട് ജോയിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു ബാച്ചിൽ ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. 3990ക്ക് നിങ്ങൾക്ക് SSLC ബാച്ച് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഓക്കെ, വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും PDF ക്ലാസ് നോട്ട്സും റെക്കോർഡ് ക്ലാസ്സുകളും വർക്ക്ഷീറ്റ്സും എക്സാംസും ഒക്കെ വെച്ച് പഠിക്കാൻ പറ്റും. എന്തായാലും ഫുൾ മാർക്ക്, ഫുൾ A+ തന്നെ കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ അർജുൻ സാറിൻ്റെ അടുത്ത് കാണിച്ചെന്നല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് സമ്മറിയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും അതുപോലെ പോംസ്, സ്പീച്ച്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ നോട്ട്സ്, ഫുള്ളി സോൾവ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചാപ്റ്റർ വൈസ് ഉള്ള യൂണിറ്റ് ടെസ്റ്റും ആൻസേഴ്സും, ചാപ്റ്റർ വൈസ് ഉള്ള മൈൻഡ് മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 20th വരെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യണേ. SSLC ബാച്ചിൻ്റെ കുട്ടികൾക്ക് കിട്ടുന്ന വലിയ കാര്യമാണ്, അതായത് ഈ ഒരു പ്രൈസിൽ കേട്ടോ. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോ. ഇനി നിങ്ങൾ വേറെ അടുത്ത വർഷം ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാലും ശരിയാവില്ല. കാരണം മാർച്ച് 27ന് നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സാം കഴിഞ്ഞ് അപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നേരത്തെ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ലേക്ക് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമുക്ക് ഇനി നാളെ കണ്ട് ഡിസ്കോഴ്സ് ഒക്കെ പഠിക്കാം കേട്ടോ, റൈറ്റിംഗ് സെഷനൊക്കെ പഠിക്കാം. ഓക്കെ അല്ലേ? യെസ്. ക്ലാസ് ക്ലിയർ ആയിരുന്നോ? യെസ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം അല്ലേ? അനിരുദ്ധ്, എല്ലാവരും ഹാപ്പി ആണോ? റെഡി. അപ്പം നാളത്തെ ക്ലാസ്സിന് വരിക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സൊക്കെ മിസ് ഇതാ നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ് 9ൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഇതാ ഈ ഒരു അക്കൗണ്ടിലും, മിസ്സിൻ്റെ അക്കൗണ്ടാണ് കേട്ടോ, ഹരിജ VH. ഓക്കെ, ഇതിലും മിസ് നോട്ട്സ്, ഫ്രീ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്സാണ് വേണ്ടത് ഒന്ന് ഇതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ? ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. റെഡി? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മിസ് പോട്ടെ. റെഡി? മിസ് പോവാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം കേട്ടോ. ഇനി മിസ്സിന് അടുത്ത ലൈവ് ഉണ്ട്, അപ്പോൾ വേഗം തന്നെ പോകണം. റെഡി? സൂര്യദേവ്, കാശിനാഥ്. യെസ്. അടുത്ത ക്ലാസ്സിൻ്റെ പേര് വിളിച്ചാൽ മതിയോ? യെസ്. ഓക്കെ, റെഡി. അപ്പം മിസ് പോവാണ്. അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. മിസ് ഡ്യൂഡ്. യെസ്. പ്രഗ്സ്, എന്താടാ സുഖല്ലേ? സ്മൈൽ. യെസ്. മിസ് ചിരിച്ചു കേട്ടോ. സൂര്യദേവ്, കാശിദേവിയെ പേര് വിളിച്ചടാ. അനിരുദ്ധേ, നാളെ നമ്മൾ വീണ്ടും അറിയിക്കാം കേട്ടോ. നിങ്ങളുടെ ചാനലൊന്നും എടുത്ത് നോക്കണേ, ചാനലെടുത്ത് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് പോവാണെങ്കിൽ ചൂസ്. എല്ലാവരും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ അത് അടുത്ത ലൈവിൽ മിസ്സിന് പോകണം, അതുകൊണ്ടാണ്. ബദ്രിക്കുട്ട, നാളെ വിളിക്കാടാ പേര്. ഓക്കെ, ഉറപ്പ് കേട്ടോ. യെസ്. റോസ്,
അതിന് വിരാട് കോഹ്ലി ഓ 6 അടിക്ക് പോയിട്ട് ചില യെസ് ചിരിച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ മിസ് ചിരിച്ചിട്ട് പോവാണ്. താങ്ക് യു സോ മച്ച് മക്കളെ. ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ. ഓക്കെ ബൈ 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 ബൈ.